നമസ്തേ, പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ വീണ പ്രസാദ്. ഞാൻ രജനി. നോക്കാം പ്രധാന വാർത്തകൾ. ഡൽഹിയിൽ ഭൂചലനം. ശക്തമായ പ്രകമ്പനമുണ്ടായത് പുലർച്ചെ. റിക്ടർ സ്കെയിലിൽ 4 തീവ്രത രേഖപ്പെടുത്തി. പ്രഭവ കേന്ദ്രം ന്യൂഡൽഹി. പത്മനാഭസ്വാമിയുടെ ആറാട്ട് മണ്ഡപത്തെ അധിക്ഷേപിച്ച സംഭവത്തിൽ കുറ്റക്കാരെ സംരക്ഷിച്ച് സർക്കാർ. 16 കൽമണ്ഡപത്തിൽ മാംസം പാചകം ചെയ്യാൻ അനുമതി നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയില്ല. പ്രതിഷേധവുമായി ഹൈന്ദവ സംഘടനകൾ. പാതിവില തട്ടിപ്പ് കേസിൽ അന്വേഷണം കടുപ്പിച്ച് ഇഡി. തട്ടിപ്പിലൂടെ പണമെത്തിയ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം. വിദേശ നിക്ഷേപങ്ങളുണ്ടോ എന്നും സംശയം. പ്രതി അനന്തകൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ക്രൈംബ്രാഞ്ച്. പെൻഷൻ നൽകാൻ നയാ പൈസയില്ല. സ്മൃതി മണ്ഡപം പണിയാൻ വാരിക്കോരി. നിയമസഭയിലെ EMS സ്മൃതി മന്ദിരത്തിന് 45 ലക്ഷം രൂപ. സംസ്ഥാന സർക്കാർ അധിക ഫണ്ട് അനുവദിച്ചത് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി. ജനം ബ്രേക്കിംഗ്. ചാലക്കുടി ബാങ്ക് കവർച്ചാ കേസിലെ പ്രതി റിജോ ആന്റണിയെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ്. 45 ലക്ഷം രൂപയുടെ കടം വീട്ടാനാണ് കവർച്ച നടത്തിയതെന്നും മൊഴി. കൊള്ളയ്ക്ക് ആഴ്ചകൾ നീണ്ട ആസൂത്രണമെന്നും പ്രതി. ഹമാസിന് അന്ത്യശാസനവുമായി ബെഞ്ചമിൻ നെതന്യാഹു. ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ നരകത്തിലേക്കുള്ള വാതിൽ തുറക്കും. ഇറാന്റെ ഭീകര അച്ചുതണ്ട് തകർക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി. യുക്രൈനെ പിന്തുണച്ച് ബ്രിട്ടൻ. സുരക്ഷയ്ക്ക് ബ്രിട്ടീഷ് സൈന്യത്തെ വിന്യസിക്കുമെന്ന പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഫൈനൽ ലക്ഷ്യമിട്ട് കേരളം. സെമിയിൽ എതിരാളികൾ ഗുജറാത്ത്. മത്സരം 9:30 മുതൽ അഹമ്മദാബാദിൽ. ആദ്യം പോകുന്നത് സന്നിധാനത്തേക്കാണ്. കുംഭമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്ന് അടയ്ക്കും. കഴിഞ്ഞ 5 ദിവസങ്ങളിലായി വൻ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. 1.25 ലക്ഷത്തിലേറെ ഭക്തർ കഴിഞ്ഞ ദിവസങ്ങളിലായി ദർശനം നടത്തി. 33,637 ഭക്തരാണ് ഇന്നലെ ദർശനം നടത്തിയത്. ഇന്ന് രാത്രി 10-ന് ഹരിവരാസനം പാടി നട അടയ്ക്കും. സന്നിധാനത്ത് നിന്ന് മിഥുൻ മുരളി ചേരുന്നുണ്ട്. പതിവ് പോലെ മിഥുൻ, സ്വാമി ശരണം. ഇന്നിപ്പോൾ നട അടയ്ക്കുകയാണ്. ഈ കഴിഞ്ഞ കാലങ്ങളെയൊക്കെ അപേക്ഷിച്ച് മാസപൂജയ്ക്ക് അഭൂതപൂർവമായ തിരക്കാണ് സന്നിധാനത്ത് ഉണ്ടായത്. ഇന്നിപ്പോൾ അവസാന ദിവസമാണ്. എങ്ങനെയുണ്ട്? സ്വാമി ശരണം. ഇന്ന് രാവിലെ തിരക്ക് കുറവാണ്. കഴിഞ്ഞ 6 ദിവസങ്ങളിൽ ഏറ്റവും തിരക്ക് കുറവുള്ള ഒരു പുലർക്കാലമാണ് ഇന്ന്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഫ്ലൈ ഓവറും നടപ്പന്തലുമെല്ലാം രാവിലെ നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുന്ന സാഹചര്യമായിരുന്നുവെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. ഫ്ലൈ ഓവറൊക്കെ ഭാഗികമായേ ഭക്തജന തിരക്കുള്ളൂ. രാവിലെ തിരക്ക് കഴിഞ്ഞ ദിവസങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ കുറവാണ്. ഈ കുംഭമാസ പൂജയ്ക്ക് വലിയ തിരക്കാണ് സന്നിധാനത്ത് ഇന്നലെ വരെ അനുഭവപ്പെട്ടത്. 1,75,000-ന് മുകളിൽ ഭക്തജനങ്ങൾ കഴിഞ്ഞ 5 ദിവസങ്ങളിലായി ദർശനം നടത്തി. നട തുറന്ന 12-ാം തീയതി 13,000-ലധികം ഭക്തജനങ്ങളും, 13-ാം തീയതി 33,000-ലധികം ഭക്തജനങ്ങളും, 14-ാം തീയതി 45,000-ലധികം ഭക്തജനങ്ങളും, 15-ാം തീയതി 49,000-ലധികം ഭക്തജനങ്ങളും, ഇന്നലെ 33,617 ഭക്തരുമാണ് ദർശനം നടത്തിയത്. ഇന്ന് തിരക്ക് കുറവാണ്. തിരക്ക് കുറഞ്ഞിരിക്കുന്ന ഒരു പുലർക്കാലമാണ് ഇന്ന്. വെർച്വൽ ക്യൂ ബുക്കിംഗിലും കുറവുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാളികളെക്കാൾ കൂടുതൽ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും എത്തിയ ഭക്തജനങ്ങൾ ധാരാളമായി എത്തുന്നുണ്ടായിരുന്നു. വെർച്വൽ ക്യൂ ബുക്കിംഗിലും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുള്ള ഭക്തജനങ്ങളുടെ ബുക്കിംഗും കൂടുതലായിരുന്നു. മാളികപ്പുറങ്ങൾ ഈ കുംഭമാസ പൂജയ്ക്ക് നടന്നിരുന്ന ദിവസങ്ങളിൽ ധാരാളമായി എത്തുന്നുണ്ട്. കുഞ്ഞു അയ്യപ്പന്മാരുടെ എണ്ണം കൂടുതലാണ്. കുഞ്ഞു മാളികപ്പുറങ്ങൾ ധാരാളമായി എത്തുന്നു. ചോറൂണിഞ്ഞു ചടങ്ങിനും മറ്റും എത്തുന്ന കുഞ്ഞുങ്ങളെയുമായി എത്തുന്ന ഭക്തജനങ്ങളുടെ എണ്ണവും ഈ കുംഭമാസ പൂജാ നാളുകളിൽ വളരെ കൂടുതലായിരുന്നു. വളരെ വേഗത്തിൽ തന്നെ മല ഇറങ്ങുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അയ്യപ്പ ഭക്തന്മാർ ദർശനം പൂർത്തിയാക്കിയതിനു ശേഷം. അതുകൊണ്ട് സന്നിധാനത്ത് ഈ സോപാനത്തിനും 18-ാം പടിക്ക് താഴെയുള്ള ഭാഗങ്ങളിലും മരാമത്ത് കോംപ്ലക്സിന് മുൻഭാഗത്തും മാളികപ്പുറത്തിനോട് ചേർന്ന ഭാഗങ്ങളിലുമൊക്കെ ആയിരുന്നു ഒരു ഭക്തജന ബാഹുല്യം അനുഭവപ്പെട്ടത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് കാണുന്ന പോലെ മറ്റു ഭാഗങ്ങളിൽ പാണ്ടിത്താവളം, അന്നദാന മണ്ഡപം, ഈ ഭാഗങ്ങളിലൊന്നും അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭക്തജന ബാഹുല്യം കണ്ടിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞതാണ്, ഈ സന്നിധാനത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ നടപ്പന്തൽ ഉൾപ്പെടെയുള്ള വിവിധ ഭാഗങ്ങളിൽ വലിയ തിരക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. രാവിലെ കാണുന്ന കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ്. ഈ ഭാഗങ്ങളിലൊന്നും വലിയ ഭക്തജന ബാഹുല്യം ഇല്ല. നടപ്പന്തലൊക്കെ ഇന്ന് വിജനമായി തന്നെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഭക്തജനങ്ങൾക്ക് നേരെ നടന്ന് 18-ാം പടി കയറി ദർശനം
സാധ്യമാകുന്ന ഒരു സാഹചര്യം ഇന്ന് പുലർക്കാലത്തുണ്ട്. കഴിഞ്ഞ 5 ദിവസങ്ങളിൽ ഇങ്ങനെയൊരു സുഗമമായ ദർശനം സാധ്യമായത് ഇന്ന് മാത്രമാണ്. 18-ാം പടി തൊട്ട് വണങ്ങി ഭക്തജനങ്ങൾക്ക് മുകളിലേക്ക് കയറി വരുന്നതിനുള്ള അവസരം അപൂർവമായി മാത്രമേ സിദ്ധിക്കൂ. അങ്ങനെയുള്ള സാഹചര്യം ഇന്ന് പുലർക്കാലത്ത് ഉണ്ട്. വരും മണിക്കൂറുകളിലും ഒരുപക്ഷെ ഇന്ന് സുഗമമായ ദർശനം ഇന്നെത്തുന്ന ഭക്തർക്ക് സാധ്യമായേക്കും. വെർച്വൽ ക്യൂ ബുക്കിംഗിൽ കുറവുള്ള ദിവസമാണ്, നന്നെ കുറവാണ് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ. അതുകൊണ്ട് വരും മണിക്കൂറുകളിലും സുഗമമായ ഒരു ദർശനം ഭക്തജനങ്ങൾക്ക് ഇന്ന് സാധ്യമാകാനുള്ള സാഹചര്യമുണ്ട്. ഇന്നലെ ഈ സമയത്ത് ഈ ഫ്ലൈ ഓവറിന്റെ മുഴുവൻ ഭാഗവും 18-ാം പടിക്ക് മുകളിൽ ഫ്ലൈ ഓവർ തുടങ്ങുന്ന മുഴുവൻ ഭാഗങ്ങളും ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞ് ഭക്തജന ബാഹുല്യത്തോടെ ആയിരുന്നു എങ്കിൽ ഇന്ന് അങ്ങനെയല്ല കാഴ്ച. ഇന്ന് ഫ്ലൈ ഓവറിന്റെ ഒരു സോപാനത്തോട് അടുക്കുന്ന ഭാഗത്ത് മാത്രമാണ് വലിയ ഭക്തജന തിരക്കുള്ളത്. ഭാഗ്യമായി മാത്രം ഫ്ലൈ ഓവർ നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് സോപാനത്തിനോട് ചേർന്ന ഭാഗങ്ങളാണ്. അവിടെയാണ് ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് ഫ്ലൈ ഓവറിൽ അനുഭവപ്പെടുന്നത്. അതിന് മുൻപുള്ള ഭാഗങ്ങളൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്. 18-ാം പടി തൊട്ട് വണങ്ങി ഭക്തജനങ്ങൾക്ക് സാവധാനം കയറി ഫ്ലൈ ഓവറിന്റെ മുകളിലൂടെ വേഗത്തിൽ നടന്നു കയറി സോപാനത്തിന് സമീപത്തേക്ക് എത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അത് തിരക്ക് കുറവാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം. ഒപ്പം നടപ്പന്തലിലും സമാനമായ കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. നടപ്പന്തലിലും ഭക്തർക്ക് വേഗത്തിൽ നടന്ന് മുകളിലേക്ക് സമീപത്തേക്ക് 18-ാം പടിക്ക് സമീപത്തേക്ക് എത്തുന്നതിനുള്ള സാഹചര്യവും ഇന്ന് ഉണ്ട്. പതിവ് പൂജകൾ രാവിലെ 5 മണിക്ക് നട തുറന്നു. നിർമ്മാല്യ ദർശനം 5:30 മുതൽ നെയ്യഭിഷേകം ആരംഭിച്ചു. 11 മണി വരെയാണ് നെയ്യഭിഷേകം ഉള്ളത്. ഇനി അല്പസമയത്തിനുള്ളിൽ ഉഷപൂജയ്ക്ക് വേണ്ടി നടയടയ്ക്കും. ഉച്ചപൂജ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് 1 മണിക്ക് നടയടയ്ക്കും. പിന്നീട് 5 മണിക്കാണ് നട തുറക്കുന്നത്. ദീപാരാധന 6:30-ക്ക് പടിപൂജയുണ്ട്. ദീപാരാധനയ്ക്ക് ശേഷം 9:50 ഹരിവരാസനം പാടി 10 മണിക്ക് നടയടയ്ക്കും. ഇന്നലെയും സമാനമായി തിരക്ക് കുറവായിരുന്നു. രാത്രി 8 മണി വരെയാണ് ഇന്നലെ വലിയ തിരക്ക്, ഭക്തജനങ്ങളുടെ ഒരു തിരക്ക് കൂടുതലായി ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രി 8 മണിക്ക് ശേഷം തിരക്ക് കുറഞ്ഞു, നന്നേ കുറവായിരുന്നു ഇന്നലെ രാത്രി 8 മണിക്ക് ശേഷമുള്ള സമയത്ത്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇന്നലെ ഒഴികെയുള്ള ദിവസങ്ങളിൽ 11 മണിക്കായിരുന്നു നട അടച്ചിരുന്നത് ഹരിവരാസനം പാടി. പക്ഷേ ഇന്നലെ തിരക്ക് കുറവായിരുന്നത് കൊണ്ട് തന്നെ 9:50 ഹരിവരാസനം പാടി 10 മണിയോടുകൂടി നടയടച്ചു. ഇന്നലെ മുതൽ തിരക്കിന് ശമനം വന്നിട്ടുണ്ട്. നേരിയ ശമനം ഇന്നലെ ഉണ്ടായി. അതിന്റെ തുടർച്ചയെന്നോണം ഇന്ന് പുലർച്ചെയും തിരക്കൊഴിഞ്ഞ ഒരു ദിവസമാണ് കാണപ്പെടുന്നത്. കൂടുതൽ ഭക്തജനങ്ങൾ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ എത്തിയ ഒരു മാസപൂജാകാലമായിരുന്നു ഇത്. അത് മറ്റ് മാസപൂജാകാലങ്ങളെ, മുൻകാലങ്ങളെയൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ സാധാരണ മലയാളികൾ ആണ് മാസപൂജാ സമയത്ത് കൂടുതലായി എത്തുന്നെങ്കിൽ ഇത്തവണ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള ഭക്തജനങ്ങൾ കൂടുതലായി എത്തി. ഒപ്പം കുഞ്ഞ് അയ്യപ്പന്മാർ ധാരാളം എത്തി. കുഞ്ഞ് മാളികപ്പുറങ്ങളും കൂടുതലായി എത്തി. ഒരുപക്ഷെ മണ്ഡല മകരവിളക്ക് കാലത്ത് തീർത്ഥാടനത്തിന് എത്താൻ സാധ്യമാകാതിരുന്ന കുഞ്ഞ് അയ്യപ്പന്മാരും മാളികപ്പുറങ്ങളുമൊക്കെ ഈ കുംഭമാസ പൂജയ്ക്കായിരിക്കാം കൂടുതലായി എത്തിയത് എന്നാണ് നമുക്ക് കരുതേണ്ടത്. അങ്ങനെ കുഞ്ഞയ്യപ്പന്മാരുടെ മാളികപ്പുറങ്ങളുടെയും ധാരാളമായുള്ള ദർശനം സാധ്യമായ ഒരു മാസപൂജകാലമാണ് കഴിഞ്ഞു പോകുന്നത്. ഒപ്പം ചോറൂണ് ചടങ്ങിനായിട്ട് എല്ലാ ദിവസവും സോപാനത്തിന് സമീപത്ത് കൂടുതൽ ആളുകളെ ഭക്തരെ കാണാൻ സാധിക്കുമായിരുന്നു. കുഞ്ഞുങ്ങളുമൊക്കെ ആയിട്ട് എത്തിയ പിന്നെ ഇങ്ങനെ ചില വിശേഷമായിട്ടുള്ള പ്രത്യേകതകളും നിറഞ്ഞ ഒരു മാസപൂജമായിരുന്നു. ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ശേഷം നട തുറന്ന ആദ്യ മാസപൂജ സമയത്ത് കണ്ട സവിശേഷമായ പ്രത്യേകത നിറഞ്ഞ ചില കാഴ്ചകൾ ഇതൊക്കെ ആയിരുന്നു. വീണ, രജനി. ഓക്കെ, ഈ ദിവസങ്ങളിലെ ആകെയുള്ള കാഴ്ചകളെക്കുറിച്ച് മിഥുൻ ഇന്ന് നട അടയ്ക്കുന്ന ദിവസം റിപ്പോർട്ട് നൽകുകയായിരുന്നു. ഇനി നമ്മൾ രാജ്യ തലസ്ഥാനത്തേക്കാണ് പോകുന്നത്. അവിടെ ശുഭകരമായ ഒരു വാർത്തയല്ല. ശക്തമായ ഭൂചലനം ഉണ്ടായിരിക്കുന്നു ഡൽഹിയിൽ. രാവിലെ 5:36 അനുഭവപ്പെട്ട ഭൂചലനം റിക്ടർ സ്കെയിലിൽ 4 തീവ്രത രേഖപ്പെടുത്തി. ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ന്യൂഡൽഹിയാണ്. NCRലും പ്രകമ്പനം അനുഭവപ്പെട്ടു. ആദ്യം പ്രതികരണത്തിലേക്ക്. 10 सेकंड के आसपास आया. अच्छा था. मतलब सब ये सब हिलने लग गए थे. ऐसा लगा था कोई ट्रेन जा रही है, ऐसे नीचे से जा रही है ट्रेन एकदम. तो ऐसे फीलिंग हुई है सबको, बैठने वालों को. और उसके बाद सब न्यूज पे आ गया. न्यूज देखा था, उसमें 5.36 का भूकंप आया. टाइमिंग तो बहुत कम थी, बट स्पीड बहुत ऐसी लगी जैसे किसी नीचे से कोई ट्रेन निकल के जा रही है. धर 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 करके हमें लगा. हम तो सोचे कोई ट्रेन आई है, बहुत स्पीड में ट्रेन आई है, जो है ऐसा महसूस हुआ हमारे को, जो है. और फिर हमने जो है न्यूज वगैरह लगाई, तो न्यूज वगैरह में पता लगा कि दिल्ली NCR में जो है 5.36 का जो है भूकंप आया है. बस हमारी तो यही है कि भी जो है सब सुरक्षित हों. अभी सर 5-10 मिनट पहले हुआ था, एकदम से झटका लगा, एकदम से. मतलब छोटा भी नॉर्मल भी नहीं था. मतलब ऐसा लगा कि हाँ कि जमीन से हिल गए थे. मतलब ये काउंटर सब हिल रहा था. ये एकदम 2 सेकंड का होगा एकदम से. ये हमारे सामने कस्टमर भी खड़े थे, वो भी लेडीज वगैरह वो भी चिल्लाने लगी थी. बहुत तेज था. मतलब
ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, നമസ്തേ, ഗുഡ് മോർണിംഗ്. ഗൗതത്തിന് അത്ര ശുഭകരമായ ഒരു ദിവസം അല്ല എന്ന് തന്നെ പറയാം. രാവിലെ നമ്മുടെ ഡെസ്കിൽ വിളിച്ചു പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്, കട്ടിലിൽ നിന്ന് വീണു എന്നൊക്കെയാണ് കേൾക്കുന്നത്. എപ്പോഴായിരുന്നു ഇത് സംഭവിച്ചത് ഗൗതം? എന്താണ് വിശദാംശങ്ങൾ? രജനി, കട്ടിലിൽ നിന്ന് വീണിട്ടില്ല, അത്ര വലിയൊരു ഭൂകമ്പമാണെന്ന് പറയാൻ ശ്രമിച്ചതാണ്. എന്തായാലും വെളുപ്പിന് 5:39 ഈ ഭൂകമ്പം ഉണ്ടായത്. അതിശക്തമായ ഭൂകമ്പമാണ്. അതായത് ഡൽഹിയിൽ അടുത്ത കാലത്തൊന്നും ഇത്ര വലിയൊരു കുലുക്കം അനുഭവപ്പെട്ടിട്ടില്ല. പലപ്പോഴും ഉത്തരഭാരതത്തിലോ അതല്ലെങ്കിൽ നേപ്പാൾ പോലുള്ള നമ്മുടെ അയൽ രാജ്യങ്ങളിലൊക്കെ കുലുക്കം ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ പ്രതിഫലനം ഡൽഹി പോലുള്ള നഗരങ്ങളിൽ ഉണ്ടാകാറുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തേത് അങ്ങനല്ല. വളരെ ശക്തമായ കുലുക്കം, അതായത് ഈ ഉറങ്ങിക്കിടക്കുമ്പോൾ, കാരണം ആ സമയത്ത് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഉറങ്ങുക തന്നെയായിരുന്നു. പക്ഷേ ഉറങ്ങുന്ന ആളുകൾ പോലും ചാടി കട്ടലേന്ന് എഴുന്നേക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇത്തരം പാർക്കുകളിലൊക്കെയാണ് ആ സമയത്ത് ആളുകൾ ഇറങ്ങിയത്. ഇപ്പോൾ നമുക്ക് കാണാം വളരെ വിജനമാണ്, ഇത്തരം പാർക്കുകളിലൊന്നും ആരുമില്ല. പക്ഷേ വെളുപ്പിനെ ആ സമയത്ത്, അതായത് ഒരു 5:39 മുതൽ ഒരു 6 മണി വരെയുള്ള സമയത്ത് ധാരാളം ആളുകൾ ഇത്തരം പാർക്കുകളിലേക്കൊക്കെ ഇറങ്ങി നിന്നുകൊണ്ട് ഒരു വലിയ ഭീതി ആളുകളുടെ മനസ്സിൽ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു കുലുക്കമാണ് ഉണ്ടായത്. മാത്രമല്ല ഇതിൻ്റെ പ്രഭവ കേന്ദ്രം ന്യൂഡൽഹി തന്നെയാണ് എന്നാണിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല റിക്ടർ സ്കെയിലിൽ 4.0 അനുഭവപ്പെടുന്ന രീതിയിലുള്ള വലിയ കുലുക്കം രാജ്യതലസ്ഥാനത്ത് അനുഭവപ്പെട്ടു എന്നതാണ്. നമുക്കിപ്പോൾ ആളുകളോട് പ്രതികരണം ആരായ ഭയ്യ കിतना बजे भूकंप? 5:30 पे। हाँ, सुबह मॉर्निंग 5:30 पे गेट पे मैं बैठा हुआ था, तो एकदम से पूरा हमारा केबिन वगैरह सब हिल गया था। बिल्कुल राइट 5:30 पे भूकंप दिल्ली NCR में आया था। हाँ, बहुत तेज़ी का आया था, बहुत ज़्यादा, और काफ़ी लोग बिल्डिंग से निकल के भागे थे। जो अफसर सांसद भी थे, कुछ उसमें सर्वेंट क्वार्टर वाले भी थे, काफ़ी लोग नीचे आ गए थे। तो उसके बाद क्या हो मालूम नहीं। അതായത് ഇദ്ദേഹം ഇവിടെ തൊട്ടടുത്തുള്ള ഒരു കെട്ടിടത്തിൽ ഗാർഡായി ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം പറയുന്നത് 5:30 ശേഷം ഈ ഭൂകമ്പം ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഒരുപാട് ആളുകൾ, അദ്ദേഹം നിൽക്കുന്ന താഴെയാണ് നിൽക്കുന്നത്, അവിടെ ഗാർഡായി ജോലി ചെയ്യുകയാണ്. അതൊരു 5 നില കെട്ടിടമാണ്. ആ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും ധാരാളം ആളുകൾ താഴേക്ക് ഇറങ്ങി ഗ്രൗണ്ടുകളിലേക്ക് ഓടുന്ന കാഴ്ചയാണ് കണ്ടത്. വളരെ ശക്തമായ പ്രകമ്പനമുള്ള കുലുക്കമാണ് ഉണ്ടായത് എന്നാണ് ഇദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. എന്തായാലും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ തന്നെ നമുക്കുൾപ്പെടെ ഫീൽ ചെയ്തതാണ് വലിയ കുലുക്കം ഡൽഹിയിലുണ്ടായി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യതലസ്ഥാനത്തും അതല്ലെങ്കിൽ ഇതിനോട് ചേർന്നുള്ള നോയിഡ പോലുള്ള നഗരങ്ങളിലൊക്കെ ഭൂകമ്പം ഈ ചെറിയ തോതിൽ ഉണ്ടാകാറുണ്ട്. ചെറിയ കുലുക്കങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിലും കെട്ടിടങ്ങളൊക്കെ നിന്ന് വിറയ്ക്കുന്ന അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്നവർ പോലും കട്ടിലിൽ നിന്നും ചാടി എഴുന്നേക്കുന്ന രീതിയിലുള്ള വലിയ കുലുക്കം അടുത്ത കാലത്തൊന്നും ഡൽഹിയിൽ ഉണ്ടായിട്ടില്ല. നമ്മൾ ഡൽഹിയിൽ വന്നിട്ട് തന്നെ, ഞാനിപ്പോൾ വന്നിട്ട് 8 വർഷത്തിന് മുകളിലാകുന്നു. ഈ 8 വർഷത്തിനിടയിൽ ഞാൻ ഇങ്ങനെ ഒരു കുലുക്കം ഡൽഹിയിൽ അനുഭവപ്പെട്ടിട്ടില്ല എന്നാണ് പറയാനുള്ളത്. രജനി, എന്തായാലും ഈ ഭൂചലന സാധ്യത ഏറിയ ഒരു പ്രദേശമാണ് ഡൽഹി. നമുക്കറിയാം അഫ്ഗാനിസ്ഥാനിലായിക്കോട്ടെ, നേപ്പാളിലായിക്കോട്ടെ, അങ്ങനെ പല സ്ഥലങ്ങളിലും നടക്കുമ്പോൾ ഇവിടെയും ചെറിയ രീതിയിലുള്ള ഭൂചലനങ്ങൾ അല്ലെങ്കിൽ ഭൂകമ്പങ്ങളൊക്കെ തന്നെ ഉണ്ടാകാറുണ്ട്. അതിൻ്റെ ഒരു അവശേഷിപ്പായിട്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഭൂകമ്പ അവസ്ഥയെ നമുക്ക് കാണാൻ കഴിയും, അല്ലേ? രജനി, ഇതിൻ്റെ പ്രഭവ കേന്ദ്രം ന്യൂഡൽഹി തന്നെയാണ് എന്നാണ് പറയുന്നത്. മാത്രമല്ല ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന ഉത്തർപ്രദേശ് നഗരമായിട്ടുള്ള നോയിഡയിലും അതോടൊപ്പം തന്നെ ഡൽഹി NCR-നകത്തുമാണ് ഈ വലിയ ഭൂകമ്പം, ഈ ഭൂമി കുലുക്കം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആശ്വാസകരമായ വാർത്ത എന്നത് ഇതിൽ നാശനഷ്ടങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ആദ്യം ഈ വലിയ കുലുക്കം അനുഭവപ്പെടുന്ന ഘട്ടത്തിൽ നമ്മൾ തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ വിളിച്ച് അന്വേഷിച്ചിരുന്നു. കാരണം അത്ര വലിയൊരു കുലുക്കമായതിനാൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ, പ്രത്യേകിച്ച് ഡൽഹിയുടെയൊക്കെ ഒരു പ്രശ്നം ഈ സെൻട്രൽ ഡൽഹിയിൽ, അതായത് രാജ്യതലസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഹൃദയഭാഗങ്ങളിലൊക്കെ നല്ല ശക്തമായ കെട്ടിടങ്ങളാണെങ്കിലും നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഔട്ടർ ഡൽഹിയുടെയൊക്കെ അവസ്ഥ നമുക്കറിയാവുന്നതാണ്. വളരെ പഴകിയ കെട്ടിടങ്ങളാണ് പലതും. നല്ലൊരു കുലുക്കമുണ്ടായി കഴിഞ്ഞാൽ ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതിനാൽ തന്നെ നമ്മൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് ആ ഘട്ടത്തിൽ തന്നെ വിളിച്ചന്വേഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആശ്വാസകരമായ വാർത്ത തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകാനുള്ളത്. ഒരു തരത്തിലുമുള്ള നാശനഷ്ടങ്ങൾ നിലവിൽ ഡൽഹിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. രജനി, ശരി, എന്തായാലും ആശ്വാസകരം തന്നെയാണ്. ആളപായം ഒന്നുമില്ല. ചെറിയ തോതിലുള്ളൊരു ഭൂകമ്പമാണ് ഉണ്ടായിട്ടുള്ളത് ഡൽഹിയിൽ. ഈ സ്ഥിരം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുള്ളൊരു സ്ഥലമാണ്. നേരത്തെ ഇതിപ്പോൾ പ്രഭവ കേന്ദ്രം ന്യൂഡൽഹി തന്നെയാണെന്നുണ്ടെങ്കിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ തന്നെ ഭൂകമ്പം നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒരു 5 സെക്കൻഡെങ്കിൽ 5 സെക്കൻഡ് നമ്മളോട് പ്രതികരിച്ചവർ തന്നെ പറയുന്നുണ്ട്,
ഈ അല്പനേരമെങ്കിലും ഞങ്ങളൊന്ന് പേടിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഇത് മാത്രമല്ല, ആളുകൾ ഉറക്കമുണരുന്നതിന് മുൻപായിരുന്നല്ലോ ഭൂരിപക്ഷം ആളുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്ക് തിരിച്ചറിയാനാവാത്തൊരവസ്ഥയായിരുന്നു ആദ്യ സമയങ്ങളിൽ. ഏതായാലും അത് വളരെ ആശ്വാസകരമാണ്. ഒരു പ്രകമ്പനമുണ്ടായി എന്ന കാര്യത്തിൽ അത് അങ്ങനെ വലിയ അപകടം ഉണ്ടാക്കാതെ പോയി എന്നുള്ളത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ നമ്മുടെ ചാലക്കുടി പോട്ടയിലെ ബാങ്ക് കവർച്ച, അതിൻ്റെ തുടർ നടപടികൾ ഇന്ന് ആരംഭിക്കും. പ്രതി ഇന്ന് കോടതിയിൽ ഹാജരാക്കിയേക്കും. പ്രതി ഇപ്പോഴും ചാലക്കുടി പോലീസിൻ്റെ കസ്റ്റഡിയിൽ തന്നെയാണുള്ളത്. ഇന്നലെ വൈകിട്ട് 6 മണിക്കാണ് പ്രതി പോലീസിൻ്റെ വലയിലായത്. ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആനന്ദ, ഈ 2.5 മണിക്കൂറിനുള്ളിൽ വളരെ ചെറിയ സമയം കൊണ്ട് എടുത്ത ഒരു ബാങ്ക് കവർച്ചാ കേസ്, അത് പോലീസ് 2.5 ദിവസം എടുത്ത് തെളിയിക്കുന്നു. ഈ പ്രതി പിടിയിലാകുമ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. പക്ഷേ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞു, പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. അറസ്റ്റ് ചെയ്തതിന് ശേഷവും പ്രതി ഈ ബാങ്ക് കവർച്ച നടത്തിയത് എങ്ങനെയെന്നുള്ളത് സംബന്ധിച്ച് പോലീസിനോട് ഇതിനോടകം തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ കേസിൻ്റെ തുടർ നടപടികൾ ആരംഭിക്കുമ്പോൾ എവിടെ നിന്നായിരിക്കും പോലീസ് തുടങ്ങുക? വീണ, എന്തായാലും നാടകീയമായ രംഗങ്ങൾക്കായിരുന്നു ഇന്നലെ ചാലക്കുടി പോട്ട പ്രദേശം സാക്ഷ്യം വഹിച്ചത്. യാതൊരു തരത്തിലും കുടുങ്ങില്ല എന്ന് വിചാരിച്ചിരുന്ന പ്രതി ഇന്നലെ പക്ഷേ പോലീസിന്റെ വലയിലായി. ഇയാൾ പിടിയിലാവുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇയാളുടെ വീട്ടിൽ കുടുംബയോഗമടക്കം നടന്നിരുന്നു. മാത്രമല്ല, നമ്മളിപ്പോൾ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് ഇയാൾ ഈ കവർച്ച നടത്തിയതിനു ശേഷവും പള്ളിപ്പെരുന്നാളിൽ ആഘോഷിച്ച് തിമിർക്കുന്ന ദൃശ്യങ്ങളും നമ്മളിപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും ഈ പോലീസിനെ വല്ലാണ്ട് വലച്ച ഒരു കേസായിരുന്നു. പക്ഷേ പോലീസ് എന്തായാലും അവസാനം കുറച്ച് സമയം വൈകിയെങ്കിലും അയാളിലേക്ക് എത്തി എന്ന് പറയുന്നത് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പ്രതിയുടെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 10 ലക്ഷത്തോളം രൂപയും പിടിച്ചെടുത്തിട്ടുണ്ട്. അതിവൈദഗ്ധ്യത്തോടു കൂടി തന്നെയാണ് പ്രതി ഈ ഒരു കവർച്ച ആസൂത്രണം ചെയ്തത്. ഈ ബാങ്കിൽ നിന്ന് ഈ പുറത്തിറങ്ങിയതിനു ശേഷം, കവർച്ച നടത്തി പുറത്തിറങ്ങിയതിനു ശേഷം ഏതാണ്ട് 3 തവണയോളം ഇയാൾ ഡ്രസ്സ് മാറ്റുന്ന, അതായത് വേഷം മാറ്റുന്ന സാഹചര്യത്തിലേക്ക് വന്നു. ബൈക്കിന്റെ മറ്റ് ഭാഗങ്ങൾ പോലും മാറ്റിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. ഒരു ഷൂ ആണ് നിർണായകമായിട്ടുള്ള ഒരു തെളിവായത്. അതായത് ആ സമയത്ത് ബാങ്കിലുണ്ടായിരുന്ന ആളുകളുടെ ഈ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയിട്ടുള്ള ഒരു ശ്രമം, ഈ ടവർ ലൊക്കേഷനുകളും അതുപോലെ തന്നെ റോഡിലെ CCTVകളും സംയോജിതമായി കൊണ്ട് നടത്തിയിട്ടുള്ള ഒരു ശ്രമത്തിൽ നിന്നാണ് വേഷം ഇയാൾ ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ടെങ്കിലും പക്ഷേ ഒരു ഷൂ ഒറ്റ ആളുടേതാണെന്നുള്ള തിരിച്ചറിവുണ്ടാവുന്നു. പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോഴും വീട്ടിലേക്ക് എത്തുമ്പോഴും പോലീസിനെ ഏറ്റവും നിർണായകമായിട്ട് സഹായിച്ചതും ആ ഷൂ തന്നെയാണ്. കാരണം ആ സമയത്തും അയാൾ ഈ ഷൂ ധരിച്ചിരുന്നു. ഒരിക്കലും താൻ പിടിയിലാവില്ല എന്നുള്ള ആത്മവിശ്വാസം അയാൾക്കുണ്ടായിരുന്നു. അത് തന്നെയാണ് അയാൾ ആദ്യഘട്ടത്തിൽ പോലീസിനോട് പങ്കുവച്ചതും. കാരണം തന്നെ പിടിക്കില്ല എന്ന് തന്നെയാണ് താൻ വിചാരിച്ചിരുന്നത്. ആ സമയം അയാൾ ഈ വാർത്തകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നാടകീയമായിട്ടുള്ള ഒരു രംഗങ്ങൾ തന്നെയാണ് ശരിക്കും ഇന്നലെ അവിടെ നടന്നത്. എന്തായാലും പ്രതിയുടെ കയ്യിൽ നിന്ന് ഏതാണ്ട് 10 ലക്ഷത്തോളം രൂപ പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിയുടെ ആഡംബര ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ കടങ്ങൾ വീട്ടുന്നതിന് വേണ്ടി ഭാര്യ വിദേശത്ത് നഴ്സാണ്. ഈ ഭാര്യ അയച്ചിരുന്ന പണങ്ങളെല്ലാം അയാളോട് ദൂർത്തടിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഭാര്യയോട് എന്ത് പറയും എന്നുള്ള ഒരു ചോദ്യം അയാളെ വല്ലാതെ അലട്ടിയിരുന്നു. അതായിരിക്കാം ഒരുപക്ഷെ ഈ കവർച്ചയിലേക്ക് എത്തിച്ചതെന്നാണ് പ്രതി പറയുന്നത്. എന്തായാലും ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും സഹായങ്ങളുണ്ടോ, കാര്യങ്ങളെല്ലാം കൂടുതൽ മൊഴിയെടുക്കേണ്ടതുണ്ട്, കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. എന്തായാലും പോലീസ് ഇപ്പോഴും ചാലക്കുടി പോലീസ് ഈ പ്രതി ഇപ്പോഴും ചാലക്കുടി പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഇനി ആ കേസിന്റെ തുടർ നടപടികൾ ഇന്ന് ആരംഭിക്കും. ഇന്ന് എന്തായാലും ബാങ്കിലേക്ക് തെളിവെടുപ്പിന് കൊണ്ടുപോകും. ഇന്നലെ രാത്രി പ്രതിയുടെ മെഡിക്കൽ എടുത്തിരുന്നു. തുടർന്ന് എന്തായാലും ഇന്ന് കോടതിയിൽ ഹാജരാക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. എന്തായാലും ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുവരും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. വീണ, ഓക്കെ. ചാലക്കുടി പോട്ടയിലെ ബാങ്ക് കവർച്ചാ കേസിൻ്റെ തുടർ നടപടികൾ ഇന്ന് ആരംഭിക്കും. തെളിവെടുപ്പിനായി ബാങ്കിൽ കൊണ്ടുവരും എന്നാണ് അറിയാൻ കഴിയും. അപ്പോൾ തന്നെ വിശദമായിട്ടുള്ളൊരു ചോദ്യം ചെയ്യലും ഇതിനാവശ്യമാണ്. കാരണം വലിയ ആത്മവിശ്വാസമായിരുന്നു പ്രതിക്ക് താൻ പിടിക്കപ്പെടില്ല. അവസാനം ഒരു തെളിവായത് ഷൂസ് മാത്രമായിരുന്നു. കൃത്യമായ ആസൂത്രണം നടത്തിയിരുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. അതായത് ഒരുപാട് പക്ഷേ ഇതിൽ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടാവണം. കാരണം സ്ഥിരം കള്ളനല്ല, പക്ഷേ ഒരുപാട് ഹോംവർക്ക് ചെയ്ത് ആദ്യഘട്ടത്തിൽ ഒരു സൂചനയും നൽകാതെ ഒരു ക്രൈം നടത്താൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ, അതും തൃശ്ശൂർ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ 2 ദിവസവും പോലീസിന്റെ കണ്ണിൽപ്പെടാതെ സുരക്ഷിതമായിട്ട് തന്റെ വീട്ടിലിരുന്ന് ഈ TV-യിൽ വരുന്ന, മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെല്ലാം ഫോണിലൂടെ കാണുകയായിരുന്നു ഈ പ്രതി എന്നുള്ളത്. അന്ന് രാത്രി സുഹൃത്തുക്കൾക്ക് മദ്യപാനം പാർട്ടി നടത്തുമ്പോൾ അദ്ദേഹം ഈ സുഹൃത്തുക്കളോട് പറഞ്ഞു അത്രേ, എന്നാലും നമ്മുടെ നാട്ടിൽ വന്ന് ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോകുന്നത് എന്നൊക്കെ. നമുക്കിടയിൽ സാധാരണക്കാരനെ പോലെ ജീവിച്ചുകൊണ്ട് ക്രൈം നടത്തുന്ന ആളുകളുടെ പട്ടികയിൽ ഒരാൾ. ഈ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതോടെ മണിപ്പൂർ ശാന്തമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വൻ ആയുധ ശേഖരങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഗൗതമുണ്ട് ഡൽഹിയിൽ നിന്നും. ഗൗതം, രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിൽ പിന്നെ ശാന്തമായ ഒരു അവസ്ഥയിലേക്ക് മണിപ്പൂർ നീങ്ങുന്നു അല്ലേ? രജനി, ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. കഴിഞ്ഞ
1.5 വർഷക്കാലമായി മണിപ്പൂർ അശാന്തമാണ്. തുടർച്ചയായി കലാപങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് സംഘർഷങ്ങൾ ഉണ്ടാവുകയും ആളുകൾ ഭവനരഹിതരാവുകയും സ്ത്രീകൾ ഉൾപ്പെടെ ആക്രമിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം മണിപ്പൂരിലുണ്ടായി. ഇതോടുകൂടി രാഷ്ട്രപതി ഭരണം എന്ന ഒരു നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാർ അവിടെ എത്തുകയായിരുന്നു. എന്തായാലും ഈ രാഷ്ട്രപതി ഭരണം മണിപ്പൂരിൽ പ്രഖ്യാപിച്ചതിന് ശേഷം അവിടെ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. സമാധാനം ഏതാണ്ട് പുനഃസ്ഥാപിക്കാൻ വേണ്ട എല്ലാ നീക്കങ്ങളും സുരക്ഷാ സേനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 2 ദിവസമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വൻ ആയുധ ശേഖരങ്ങൾ പിടികൂടിയിട്ടുണ്ട്. അത് കുക്കി വിഭാഗത്തിന്റെ കേന്ദ്രങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ മെയ്തി വിഭാഗത്തിന്റെ കേന്ദ്രങ്ങളിൽ നിന്നുമാണ് ഇത്തരം ആയുധങ്ങൾ സുരക്ഷാ സേന പിടിച്ചെടുത്തിരിക്കുന്നത്. മണിപ്പൂരിനെ സംബന്ധിച്ച് ഇതാദ്യമായിട്ടല്ല അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത്. മുൻപ് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് മാസങ്ങളും വർഷങ്ങളും നീണ്ടുനിന്ന വിഘടനവാദ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. ജമ്മു കാശ്മീർ പോലെ തന്നെ ഭാരതത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലകളിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം വലിയ വിഘടനവാദ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. നാഗാലാൻഡ് ആണെങ്കിലും ത്രിപുരയും മിസോറാമും മേഘാലയയും അസോമും ഒക്കെ അടങ്ങുന്ന സംസ്ഥാനങ്ങളിൽ വിഘടനവാദ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായിരുന്നു. എന്നാൽ അത്തരം സംസ്ഥാനങ്ങളെല്ലാം ഇന്ന് ശാന്തമാണ് എന്നത് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്നാണ്. നാഗാലാൻഡിലും അതുപോലെ തന്നെ ത്രിപുരയിലും മേഘാലയയിലും മിസോറാമിലും ഒക്കെ ഒരു കാലത്ത് തുടർച്ചയായി ഹർത്താലുകളും അതോടൊപ്പം തന്നെ ഇന്ത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളും നടന്നിരുന്ന പ്രദേശമാണ്. അവിടെയൊക്കെ പൂർണ്ണമായി തന്നെ സമാധാനം പുനഃസ്ഥാപിച്ചുവെന്ന് മാത്രമല്ല അവിടുത്തെ പൊതുസമൂഹത്തിനിടയിൽ ഒരു ദേശീയ ബോധം കൂടുതലായി ഉയർത്തുവാനൊക്കെ 2014 ശേഷം മോദി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം ഒരു അപവാദമായി ഈ മണിപ്പൂരിലെ സംഘർഷം ഉയർന്നു വന്നു എന്നുള്ളതാണ്. കാരണം മറ്റ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഒരു കാലത്ത് ഏറ്റവും വലിയ ഇൻഷുറൻസി നിലനിന്നിരുന്നത് നാഗാലാൻഡും അതോടൊപ്പം തന്നെ ത്രിപുരയും പോലുള്ള സംസ്ഥാനങ്ങളാണെങ്കിൽ അവിടെല്ലാം വളരെ ശാന്തമാവുകയും മണിപ്പൂരിൽ ഏതാണ്ട് 1.5 വർഷമായി സംഘർഷങ്ങൾ ഉണ്ടാവുകയും ചെയ്തത് സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിക്കൊണ്ട് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ശരി, രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതോടെ മണിപ്പൂർ ശാന്തമാകുന്ന കാഴ്ചകളാണ്. ഗൗതമാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഈ സന്നിധാനത്തെ ഒരു റിപ്പോർട്ടിലേക്ക് കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പോകാം. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തും മാസപൂജാ ദിവസങ്ങളിലും ശബരിമലയിൽ പതിവായി കാണുന്ന ചില കാഴ്ചകളുണ്ട്. അങ്ങനെയുള്ള സന്നിധാന വിശേഷങ്ങളിലൊന്നാണ് മാളികപ്പുറത്തിന് സമീപത്തെ പറകൊട്ടിപ്പാട്ട്. കുംഭമാസ പൂജാ നാളുകളിലും നിരവധി ഭക്തരാണ് സർവ്വദോഷ പരിഹാരത്തിന് പറകൊട്ടിപ്പാട്ട് നടത്തുന്നത്. കണ്ണും തോട്ടം നാവും തോട്ടം നെഞ്ചേർന്ന് ഇളക്കുത്ത് ആഭിചാര ദോഷങ്ങളെ തീർക്കുന്ന ശത്രു സംഹാര മൂർത്തിയായിരിക്കുന്ന മഹാദേവ അഹമരമാറുപുറമരമാർ അവമൃത്യവിട പുറമൃത്യവിട കാലപാഠം വിട കാലപാഠ കെട്ടുവിട കാലപാഠ തോട്ടത്തെ തീർക്കുന്ന ശത്രു സംഹാര മൂർത്തിയായിരിക്കുന്ന മഹാദേവ ഈ ഉടമ്പും കാവലും രക്ഷയെന്ന് ഓതിവരം തരുന്നേ സത്യമായി ഞങ്ങളുടെ തലപ്പാറമലയപ്പൂപ്പ. മാളികപ്പുറത്തിന് സമീപം പറകൊട്ടിപ്പാട്ടിന്റെ സംഗീതം ഉയരുകയാണ്. ശബരിമല നട തുറന്നിരിക്കുന്ന എല്ലായ്പ്പോഴും സന്നിധാനത്ത് മാറ്റമില്ലാത്ത ചില കാഴ്ചകളിലൊന്ന്. പാട്ടുകാർ ഹൃദയം തൊട്ട് പാടുകയാണ് ഭക്തരുടെ ത്രികാല ദോഷമകറ്റാൻ. മണ്ഡലകാലത്തും മകരവിളക്ക് കാലത്തും എല്ലാ മാസപൂജാ ദിവസങ്ങളിലും പതിവ് പോലെ രാവിലെ നട തുറക്കുമ്പോൾ ഇവരെത്തും. ദിവസവും നട അടയ്ക്കുന്നതുവരെ ഇവർ ഇവിടെയുണ്ടാകും. ശത്രുദോഷങ്ങൾ, കണ്ണും ദോഷം, നാവും ദോഷം, ശനിദോഷം, പ്രാക്ക്, ചെയ്ത്ത് ദോഷങ്ങൾ, ആഭിചാര ദോഷങ്ങൾ, ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ പേടി, സ്വപ്നങ്ങളെ കണ്ട് പേടിക്കുകയും ഞെട്ടി ഉണരുകയൊക്കെ ചെയ്യുന്നതിനൊക്കെ വേണ്ടി ആണ് നമ്മൾ പറകൊട്ടിപ്പാട്ട് പാടുന്നത്. ഇത് പുറയിലിരിക്കുന്ന ആള് പരമശിവനെന്നും ഇത് ശക്തി എന്നും മുൻപിലിരിക്കുന്ന ആൾ അയ്യപ്പനെന്നും സങ്കല്പിച്ചാണ്. അപ്പം ശിവശക്തി ചേർന്ന് മുമ്പിലിരിക്കുന്ന അയ്യപ്പന്റെ ദോഷം ഇല്ലാതാക്കുകയാണ്. ഇത് കേശാദിപാദം മന്ത്രമാണ് നമ്മൾ ജപിക്കുന്നത്. അത് ശിരസ് മുതൽ കാലിലെ നഖം വരെയുള്ള ദോഷത്തെ ഓതി ഇറക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ശിവൻ പരമശിവൻ സങ്കല്പിച്ചാണ് വരുന്ന ആൾ അയ്യപ്പൻ. ഇത് ശക്തി, ശിവശക്തി ചേർന്ന് ഭക്തന്റെ ദോഷം തീർക്കുവാൻ, അയ്യപ്പന്റെ ദോഷം തീർക്കുവാനാണ്. തലമുറകളായിട്ട് 14 പേരിങ്ങനെ അറിയുന്നത് അവരുടെ പരമ്പര അവകാശങ്ങൾ. ഇപ്പം ഞാനിപ്പം
അപ്പൂപ്പനെ അച്ഛനെ ഇപ്പം ഞാൻ വന്നിരിക്കുന്നു. ഇനി എൻ്റെ തലമുറ. എല്ലാ മാസവും ശബരിമല നട തുറക്കുമ്പോൾ ദർശനം നടത്തുന്ന ഭക്തരിൽ മുടങ്ങാതെ പറകൊട്ടിപ്പാട്ട് നടത്തുന്നവരുമുണ്ട്. ഞാൻ 3-4 മാസമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ക്ഷേത്രത്തിൽ വരാറുണ്ട്. വരുന്ന അവസരത്തിൽ ഇവിടെ ഈ പറകൊട്ടിപ്പാട്ട് ചടങ്ങിനകത്തിൽ പങ്കെടുക്കാറുമുണ്ട്. നമ്മൾ പറകൊട്ടിപ്പാട്ട് നടത്തുന്ന അവസരത്തിൽ അദ്ദേഹം നമ്മുടെ ആഭിചാര ദോഷം, കുടുംബപരമായ ദോഷം, മറ്റ് വിവിധ തരത്തിലുള്ള നമ്മുടെ ദോഷങ്ങളെ എല്ലാം തന്നെ അകറ്റി നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും സമ്പത്തും പ്രദാനം ചെയ്യണമെന്ന് അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ട്. അത് നമുക്ക് മനസ്സിന് വളരെയധികം സന്തോഷവും നിറഞ്ഞാണ് ക്ഷേത്രത്തിൽ നിന്നും നമ്മൾ വീട്ടിലേക്ക് പോകാറുള്ളത്. അതിൻ്റേതായ ഒരു മാറ്റം നമുക്ക് ദൈനംദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തും മാസപൂജാ സമയങ്ങളിലും സന്നിധാനത്തെ കാഴ്ചകളിൽ വ്യത്യാസമൊന്നുമില്ല. സർവദോഷ പരിഹാരത്തിന് നിരവധി ഭക്തരാണ് മാസപൂജാ കാലയളവിലും പറകുട്ടിപ്പാട്ട് നടത്തുന്നത്. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ അജയൻ നായർക്കൊപ്പം മിഥുൻ മുരളി. അതിരപ്പള്ളിയിൽ അതെ, ഈ കാട് ഏതാണ് നാട് ഏതാണ് എന്നറിയാത്തൊരവസ്ഥയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് കേരളം. എത്ര ജീവനുകളാണ് ഈ വന്യജീവി ആക്രമണത്തിൽ പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ തന്നെ ആനകളുടെ ആക്രമണം നിരവധിയായിട്ട് കൂടുന്നുമുണ്ട്. ഇപ്പോൾ ഈ ആതിരപ്പള്ളിയിലെ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ ആന, അത് മസ്തിഷ്കത്തിൽ പരിക്കേറ്റ ആനയാണ്. പക്ഷേ അതും ഈ പറഞ്ഞ ആളുകളുടെ ഒരു ആശങ്കയാണ്, ഈ മൃഗസ്നേഹികളുടെ പ്രത്യേകിച്ചും. കാരണം എന്തുകൊണ്ട് കാട്ടിൽ നിന്ന് ഈ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു? എന്തുകൊണ്ടാണ് കാട്ടിൽ അവർക്കൊരു ആവാസ വ്യവസ്ഥ പ്രശ്നമാകുന്നത്? അതേസമയം നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും മനുഷ്യജീവന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതേത് മൃഗമായാലും മൃഗത്തിനെ വെടിവെച്ച് കൊല്ലുക, അല്ലെങ്കിൽ മയക്ക് വെടിവെക്കുക, മറ്റിടത്ത് കൊണ്ടുവിടുക. മയക്ക് വെടിവെച്ച് മറ്റിടത്ത് കൊണ്ടുവിടുന്നത് പ്രശ്നമല്ല, പക്ഷേ പലപ്പോഴും അതിനെ കൊല്ലേണ്ടി വരുന്നതോ കൂടുവെച്ച് പിടിച്ച് മൃഗശാലയിലേക്കോ മറ്റോ മാറ്റേണ്ടി വരുന്നതോ ഒക്കെ അവരെ ആശങ്കാകുലരാക്കുന്നുണ്ട്. പക്ഷെ നമുക്കതല്ലാതെ വേറെ മറ്റു മാർഗമില്ല എന്നുള്ളൊരു അവസ്ഥ കൂടിയുണ്ട്. അപ്പോൾ ഈ മൃഗങ്ങളുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കുന്ന മൃഗസ്നേഹികളെ സംബന്ധിച്ചും ഇതൊരു വലിയ വിഷയമാണ്. ഇപ്പോൾ അതിരപ്പള്ളിയിൽ നമ്മൾ കാണുന്ന ആ കാട്ടാനയുടെ വിഷയവും അങ്ങനെയാണ്. മസ്തിഷ്കത്തിൽ പരിക്കേറ്റ ആനയെ ചികിത്സിക്കുന്നതിനുള്ള ദൗത്യം അത് ഇന്നും തുടരും എന്നാണ് അറിയാൻ കഴിയുന്നത്. ജനവാസ മേഖലയിൽ നിന്ന് ആന സമീപത്തെ തുരുത്തിലേക്ക് നീങ്ങിയിരുന്നു. ഡോക്ടർ അരുൺ സക്രിയയുടെ 20 അംഗ സംഘവും 80 പേരടങ്ങുന്ന വനപാലകരുടെ സംഘവും ചേർന്നാകും ദൗത്യം നടപ്പിലാക്കുക. രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, നമസ്തേ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിച്ചപ്പോൾ ആനയ്ക്ക് ഗുരുതരമായ പരിക്കുകൾ ഉണ്ട്, ഗുരുതരമായ ഒരു അവസ്ഥയിലൂടെയാണ് ആന പോകുന്നതെന്ന് പറഞ്ഞു. ഇന്ന് വീണ്ടും ദൗത്യം തുടരാൻ പോവുകയാണ്. ചികിത്സാ ദൗത്യം എങ്ങനെയൊക്കെയാണ്, ആരുടെയൊക്കെ നേതൃത്വത്തിലാണ്? രജനി, മോർണിംഗ്. പ്രധാനമായിട്ടും ഡോക്ടർ അരുൺ സക്രിയയുടെ സംഘം തന്നെയാണ് ഈ ദൗത്യത്തിൽ ഉണ്ടാകുക, അതായത് ചികിത്സാ ദൗത്യത്തിൽ തുടരുക. അതോടൊപ്പം തന്നെ 80 അംഗ വനപാലകരുടെ സംഘവും ഈ ദൗത്യത്തിന് പിന്നിലുണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്നും ഈ ദൗത്യം തുടരും. അതായത് നിലവിൽ ഈ ഏഴാറ്റുമുഖം ജനവാസ മേഖലയിൽ നിന്നും ആന പിൻവാങ്ങിയിട്ടുണ്ട്. വെറ്റിലപ്പാറ പ്ലാന്റേഷൻ 17ലാണ് നിലവിൽ ആനയെ കണ്ടെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ജനവാസ മേഖലയിലേക്ക് ആന എത്തിയതും അവിടുത്തെ കവുങ്ങുകളും അതോടൊപ്പം തന്നെ വാഴകളും നശിപ്പിക്കുകയും ചെയ്തത്, അവ കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിലവിൽ വനംവകുപ്പ് പറയുന്നത് ഈ ആരോഗ്യസ്ഥിതി വളരെ മോശമൊന്നുമല്ല, അതായത് ഭക്ഷണം കഴിക്കുന്നതിൽ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് അധികൃതർക്കുള്ളത്. അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് ആനയെ മയക്കുവെടി വെച്ച് പിടികൂടണമെന്നുള്ള ഒരു ദൗത്യത്തിൽ തന്നെയാണ് വനപാലക സംഘം ഉള്ളത്. ഏറ്റവും പ്രധാനമായിട്ടും ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയാലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഇത് ജനവാസ മേഖലയിൽ ഒരു വീടിന്റെ പറമ്പിലാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് തുരുത്തിലേക്ക് നീങ്ങിയത്. അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി വനം വകുപ്പിന് ഉണ്ടാക്കിയിരുന്നു. എന്തായാലും റോഡിലേക്കോ അല്ലെങ്കിൽ ജനവാസ മേഖലയിലേക്കോ ആന ഇറങ്ങുമോ എന്നുള്ള ഒരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ആനയെ വെറ്റിലപ്പാറ പ്ലാന്റേഷനിൽ എത്തിച്ചുകൊണ്ട് മയക്കുവെടി വെച്ച് പിടികൂടുക, ആ ദൗത്യം തന്നെയാണ് ഇനി മുന്നിലുള്ളത്. എന്തായാലും നാളെ ഈ ദൗത്യം ആരംഭിക്കുമെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. അതിനിടയിൽ തന്നെ ആനയെ കൃത്യമായിട്ട് വനപാലക സംഘം നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെയാണ് കോടനാട് ആനയെ ഇടാനുള്ള കൂടിന്റെ ഒരുക്കങ്ങൾ അല്ലെങ്കിൽ അതിന്റെ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നത്. യൂക്കാലി മരങ്ങൾ അടക്കം, യൂക്കാലി തടികൾ അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കൂടിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുക. ഇതിനായിട്ട് യൂക്കാലി മരങ്ങൾ എത്തിക്കുന്ന ശ്രമങ്ങളും ഒക്കെ തന്നെ നേരത്തെ തന്നെ ആരംഭിച്ചു കഴിയുകയും ചെയ്തിരുന്നു.
ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ഈ കുങ്കിയാനകളെ എത്തിച്ചുകൊണ്ടുള്ള ഒരു ദൗത്യം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിൽ ഒരു ആനയെ, അതായത് വിക്രം എന്നുള്ള വയനാട്ടിൽ നിന്നുള്ള കുങ്കിയാനയെ ഇന്നലെ തന്നെ എത്തിച്ചിരുന്നു. ഇനി വരാനുള്ളത് കുഞ്ചുവും കോന്നി സുരേന്ദ്രനുമാണ്. ഈ 3 കുങ്കിയാനകളും കൂടി വന്ന് ചേർന്ന് വേണം ഈ പറയുന്ന ആനയെ ഈ കൂട്ടിലേക്ക് എത്തിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ തുടരാനായിട്ട് സാധിക്കുക. അതോടൊപ്പം തന്നെ മയക്കുവെടി വെക്കുക എന്നുള്ള ദൗത്യവും വനപാലക സംഘത്തിന്റെ മുന്നിലുണ്ട്. അതിനിടയിൽ തന്നെ ആന ഏതെങ്കിലും കാരണവശാൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുമോ എന്നുള്ള ഒരു പ്രതിസന്ധി കൂടി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആഹാരം കഴിക്കുന്നതിൽ വലിയ പ്രശ്നങ്ങളൊന്നും നിലവിൽ ആനയ്ക്കില്ല എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. ഇക്കഴിഞ്ഞ, അതായത് ജനുവരി 15-ാം തീയതിയാണ് ഇത്തരത്തിൽ മസ്തകത്തിൽ പരിക്കേറ്റ് ആനയെ കാണുന്നത്. അത് പലതവണ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ ഒരു ഘട്ടത്തിലായിരുന്നു ആനയെ ചികിത്സിക്കുവാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് വനം വകുപ്പ് കടന്നത്. ആദ്യഘട്ടത്തിൽ മയക്കുവെടി വെച്ച് ചികിത്സ നൽകിയെങ്കിലും അത് ഫലവത്തായില്ല. പിന്നീട് പലതവണ നിരീക്ഷിച്ച സമയത്ത് ആ മസ്തകത്തിൽ പുഴുവരിക്കുന്ന കാഴ്ചകളൊക്കെ തന്നെ ലഭ്യമാവുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും മയക്കുവെടി വെച്ച് പിടികൂടിക്കൊണ്ട് ചികിത്സ നൽകാനുള്ള ഒരു ദൗത്യത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. എന്തായാലും ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതെ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ മയക്കുവെടി വെച്ച് പിടികൂടി കോടനാട് എത്തിക്കുകയും വേണം. അതിനുള്ള ദൗത്യം നാളെയായിരിക്കും ആരംഭിക്കുക. കുങ്കിയാനകൾ മുഴുവനും വന്നു ചേർന്നതിന് ശേഷമായിരിക്കും ഈ ദൗത്യത്തിലേക്ക് കടക്കുക. അതിനിടയിൽ തന്നെ കൃത്യമായിട്ടുള്ള നിരീക്ഷണ സംവിധാനങ്ങളും വനവകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരുങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അടക്കമുള്ളവരും ഈ നിരീക്ഷക സംഘത്തിലുണ്ട്. ഡോക്ടർ അരുൺ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള 20 അംഗ സംഘവും അതോടൊപ്പം തന്നെ വനപാലകരുടെ നേതൃത്വത്തിലുള്ള 80 അംഗ സംഘവുമാണ് ഈ ദൗത്യത്തിന് ചുക്കാൻ പിടിക്കുക. എന്തായാലും നിലവിൽ ആനയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച്, അതായത് ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുകളില്ല. പക്ഷേ മസ്തകത്തിലെ പരിക്ക് ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ചികിത്സ നൽകുക എന്നുള്ളതാണ് മുന്നിലുള്ള ഏക വഴി. എന്തായാലും ജനവാസ മേഖലയിൽ നിന്ന് ആന പിൻവാങ്ങി എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള വാർത്ത. ഇനി അവിടേക്ക് എത്തിച്ചേരാതിരിക്കാനുള്ള ശ്രമങ്ങളും തുടരേണ്ടതുണ്ട്. വെറ്റിലപ്പാറ പ്ലാന്റേഷനിൽ എത്തിച്ചുകൊണ്ടാണ് ആനയെ ഇനി പിടികൂടാനായിട്ടുള്ള ദൗത്യത്തിന്റെ മറ്റ് ഘട്ടങ്ങളിലേക്ക് കടക്കുക. രജനി, ഏതായാലും വനപാലകരും ഡോക്ടർമാരുമായി 100 പേരടങ്ങുന്ന സംഘമാണ് ഇതിന് പിന്നിലുള്ളത്. വനവാസ മേഖലയ്ക്ക് കൂടുതലായി ആന മാറിയിട്ടുണ്ട്. പക്ഷേ അപ്പോൾ എങ്ങനെ ആനയെ അങ്ങ് വനത്തിനുള്ളിൽ പോയി ട്രേസ് ചെയ്ത് ഒരു ചികിത്സ നടത്തും എന്നുള്ള സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. കാരണം ഇത് തിരിച്ച് ജനവാസ മേഖലയിൽ ഇറങ്ങാതിരിക്കുവാൻ വേണ്ടി നോക്കണം, മയക്കുവെടി വയ്ക്കണം, തുടർ ചികിത്സ നടത്തണം. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളൊക്കെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം. കർഷകർക്ക് ആശ്വാസമായി കൊണ്ടോട്ടിയിൽ റൈഫിൾ ഷൂട്ടർമാരെത്തി. പന്നിശല്യം രൂക്ഷമായതോടെയാണ് അധികൃതർ റൈഫിൾ ഷൂട്ടർമാരെ സമീപിച്ചത്. പന്നിശല്യം മൂലം പ്രദേശത്ത് നിരവധി കർഷകർ കൃഷി ഉപേക്ഷിച്ചിരുന്നു. മലപ്പുറത്തെ റൈഫിൾ ക്ലബിലെ 14 അംഗങ്ങളും വേട്ടനായ്ക്കളുമാണ് സംഘത്തിൽ ഉള്ളത്. കൊണ്ടോട്ടി നഗരസഭയിൽ പന്നിശല്യത്താൽ പൊറുതിമുട്ടിയ കർഷകരുടെ കണ്ണീരിന് വെടിവെപ്പുകാരെത്തിയത് വലിയ ആശ്വാസമായി. ഈ മേഖലയിൽ പലരും കൃഷി ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേന, കപ്പ, വാഴ, ഇടവിളകൾ അടക്കം കിളച്ച് മറിച്ചു നശിപ്പിക്കുന്ന കൂട്ടമായി എത്തുന്ന പന്നികൾ ഭീഷണിയായിട്ട് വർഷങ്ങളായി. കൊണ്ടോട്ടി നഗരസഭയിലെ ചിറയിൽ കോട്ടശ്ശേരി ഭാഗത്തെ 25, 26, 27, 28 വാർഡുകളുടെ കാടുപിടിച്ച പ്രദേശങ്ങളിൽ പന്നിവേട്ട നടത്തി. ഈ പന്നിയുടെ ശല്യം അതിരൂക്ഷമാണ്. ഒരാൾക്കും ഒരു കൃഷി നടത്താൻ പറ്റുന്നില്ല. ഈ കൃഷി ഉപേക്ഷിക്കേണ്ട ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ടാണ് നിരവധി തവണ നഗരസഭയിൽ ഈ കർഷകർ പരാതിപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്ന് ഈ ഓപ്പറേഷൻ നടന്നത്. ഈ ഓപ്പറേഷൻ ഒരു ഭാഗത്ത് ഇപ്പോൾ ഈ ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞു. ധാരാളം പന്നികൾ ഈ സ്ഥലങ്ങളിൽ അധിവസിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ സ്ഥലത്തേക്ക് നീങ്ങാൻ വേണ്ടി പോവുകയാണ്. ഈ 5-8-10 ഷൂട്ടർമാരുണ്ട്. അവരെ കൂടെ അതിനനുസരിച്ചിട്ടുള്ള ഈ വേട്ടനായ്ക്കൾ 10-12 വേട്ടനായ്ക്കളുണ്ട്. ഈ നാട്ടിലെ കർഷകർ മുഴുവനുണ്ട്. സൗജന്യമായാണ് ഷൂട്ടർമാർ സേവനം നടത്തുന്നത്. എന്നാൽ സർക്കാർ പന്നിവേട്ടയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ തന്നെ നിരവധി നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുന്നുണ്ട്. ഇത് ലഘൂകരിക്കണമെന്ന ആവശ്യം കൂടി ഷൂട്ടർമാർ പങ്കുവയ്ക്കുന്നു. നമ്മൾ ഈ പ്രദേശം ഒരു ഏരിയ നമ്മൾ കവർ ചെയ്യുകയും ഒരു വിധം നമ്മളെ കൊണ്ട് ആകുന്ന രീതിയിൽ നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പ്രദേശങ്ങൾ ഇവരുടെ ആവശ്യപ്രകാരം നമ്മൾ ഇനിയും ഇതിന് തയ്യാറാകുന്നതാണ്. പന്നിശല്യം കേരളത്തിലൊട്ടാകെ എല്ലാ പ്രദേശങ്ങളും ഈ നഗര ഗ്രാമ വ്യത്യാസമല്ലാതെ വളരെ രൂക്ഷമാണ്. നഗരസഭയുടെ വിവിധ ഇടങ്ങളിൽ പന്നി ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ എണ്ണവും നിരവധിയാണ്.
കൊണ്ടോട്ടി നഗരസഭയിൽ വിവിധ ഇടങ്ങളിൽ വരും ദിവസങ്ങളിലും പന്നിവേട്ട തുടരും. ജനം, മലപ്പുറം. ക്ഷേത്രങ്ങളിൽ വിവിധ തരത്തിലുള്ള അധിക്ഷേപം, കടന്നുകയറ്റം ഒക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്, ആചാരലംഘനം. അങ്ങനെ ഇപ്പോൾ പത്മനാഭസ്വാമിയുടെ ആറാട്ടു മണ്ഡപത്തെയാണ് അധിക്ഷേപിച്ചിരിക്കുന്നത്. പുണ്യ പരിപാവനമായ സ്ഥലത്താണ് ഈ 16 മണ്ഡപം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് മാംസം പാചകം ചെയ്തു. പക്ഷേ എന്നിട്ട് പോലും ഈ കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് സർക്കാർ ചെയ്യുന്നത്. ഇവർക്കെതിരെ നടപടിയില്ല. ജില്ലാ കുടുംബശ്രീ മിഷന്റെ തീരസംഗമം പരിപാടിയിലാണ് പരിപാവനമായ മണ്ഡപത്തിൽ മാംസാഹാരം വിളമ്പിയത്. സംഭവത്തിൽ പ്രതിഷേധവുമായി ഹൈന്ദവ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. ശ്രീപത്മനാഭസ്വാമിയിൽ വിശ്വാസമർപ്പിക്കുന്ന ഓരോ ഭക്തന്റെയും ഹൃദയത്തിൽ മുറിവേറ്റ ദിവസമാണ് കടന്നുപോയത്. ശംഖുമുഖത്തെ പരിപാവനമായ 16 ആറാട്ട് മണ്ഡപത്തിൽ മാംസാഹാരം പാചകം ചെയ്ത് ആചാരലംഘനം നടത്തിയതാണ് ഭക്തരെ വേദനിപ്പിച്ചത്. എന്നാൽ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല. കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിലാണ് തീരസംഗമം എന്ന പേരിൽ ശംഖുമുഖം കടൽപ്പുറത്ത് പരിപാടി സംഘടിപ്പിച്ചത്. തലസ്ഥാനത്തെ ഉദ്യോഗസ്ഥർക്കായിരുന്നു മേൽനോട്ട ചുമതല. ആറാട്ട് മണ്ഡപത്തിന്റെ സവിശേഷത അറിഞ്ഞിട്ടും പാചകപ്പുരയ്ക്കായി മണ്ഡപത്തിന് അനുമതി നൽകിയത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയെന്നാണ് വിമർശനം. എന്നാൽ കുടുംബശ്രീ മിഷനോടോ മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടോ വിശദീകരണം ആവശ്യപ്പെടാൻ പോലും സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. പരിപാടി സംഘടിപ്പിക്കുന്നത് കുടുംബശ്രീ മിഷനാണെങ്കിലും ഇതിന് ചുക്കാൻ പിടിക്കുന്നത് CPM നേതൃത്വമാണ്. അതിനാൽ തന്നെ സർക്കാരിൻ്റെയോ CPMന്റെയോ അറിവില്ലാതെ മണ്ഡപം പാചകപ്പുരയാക്കാൻ കഴിയില്ല എന്നാണ് ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്നത്. സംഭവത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ഹൈന്ദവ സംഘടനകളുടെ തീരുമാനം. ജനം, തിരുവനന്തപുരം. ശരി, പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രശാന്ത്, നമസ്തേ, ഗുഡ് മോർണിംഗ്. ഏതായാലും വലിയൊരു ആചാര ലംഘനങ്ങൾ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വേണം പത്മനാഭസ്വാമി ആറാട്ട് മണ്ഡപത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. നേരത്തെ ഈ നമ്മുടെ പ്രശാന്ത് പറഞ്ഞതുപോലെ തന്നെ പത്മനാഭനെ പൂജിക്കുന്നവർക്ക് വളരെയധികം മുറിവുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് പോലും ഒരു അനങ്ങാപ്പാറ നയമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. നടപടികൾ എടുക്കുന്നുമില്ല. ഇപ്പോൾ ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകൾ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന സാഹചര്യവുമുണ്ട്. രജനി, കഴിഞ്ഞ ദിവസമാണ് ശംഖുമുഖത്തെ പത്മനാഭസ്വാമിയുടെ ആറാട്ട് മണ്ഡപത്തിൽ മാംസാഹാരം പാചകം ചെയ്തത്. കഴിഞ്ഞ 3 ദിവസമായി ഇത് നടന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കുടുംബശ്രീ മിഷൻ സംഘടിപ്പിക്കുന്ന തീരസംഗമം എന്ന പരിപാടി, ആ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഈ ആറാട്ട് മണ്ഡപത്തെ പാചകശാലയാക്കി മാറ്റിയത്. ഈ 3 ദിവസവും തുടർന്നു വരികയായിരുന്നു. അതിനുശേഷമാണ് അവിടുത്തെ ഭക്തർ ഈ വിവരം അറിയുകയും നമ്മളത് വാർത്തയാക്കുകയും ചെയ്തത്. കഴിഞ്ഞ ഒരു ദിവസം മുഴുവനും ഇത് ചർച്ചയായി തുടരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ വിഷയത്തിലൊരു നടപടിയെടുക്കുവാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. അതിൽ ഈ വിഷയം വാർത്തയായപ്പോൾ പോലീസ് അവിടെ എത്തി, ശംഖുമുഖം പോലീസ് എത്തി. അവിടെ നിന്നും പാചക സാധനങ്ങൾ മാറ്റാൻ പറയുകയും അതോടൊപ്പം തന്നെ മണ്ഡപം കഴുകി വൃത്തിയാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഈ മണ്ഡപത്തോട് സമീപത്ത് തന്നെയുള്ള ഒരു താത്കാലിക ശൗചാലയം ഉണ്ടായിരുന്നു. ആ ശൗചാലയം നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് നടന്നു. എന്നാൽ അതിനപ്പുറത്തേക്ക് ഇത്തരമൊരു സ്ഥലം ഒരു സംരക്ഷിത കേന്ദ്രമായി സൂക്ഷിക്കേണ്ട ഒരു സ്ഥലത്ത് ഇത്തരം ഒരു ഭക്തരെ തന്നെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ ഒരു അനാചാരം ഉണ്ടായ സ്ഥിതിക്ക് അതിന് അനുമതി കൊടുത്തതാരാണ്? ആ അനുമതി കൊടുത്തവർക്കെതിരെ ഒരു നടപടി എടുക്കുവാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. മാത്രമല്ല ഈ വിഷയത്തിലൊരു വിശദീകരണം നൽകുവാൻ, കാരണം ഇത്തരത്തിൽ ഒരു ഭക്തർക്ക് മുറിവേറ്റൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നമുക്കറിയാം, ഒരു സംസ്ഥാനത്തെ വിമാനത്താവളം പോലും അടച്ചിട്ടുകൊണ്ട് ഒരു ഉത്സവത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഘോഷയാത്രയ്ക്ക് വേണ്ടി അതിൻ്റെ റൺവേ തുറന്നു കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് ഈ പത്മനാഭസ്വാമിയുടെ സ്വാമി ക്ഷേത്രത്തിലെ 2 ഉത്സവം, അതായത് വർഷത്തിൽ 2 തവണ നടക്കുന്ന അൽപ്പശി പൈങ്കിനി ഉത്സവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വിമാനത്താവളം പോലും അടച്ചിട്ടുകൊണ്ട് ഘോഷയാത്ര കടത്തിവിടാനുള്ളൊരു അനുമതിയുള്ളതും നടപടിക്രമങ്ങൾ നടക്കുകയും ചെയ്തത്. ആ ഘോഷയാത്ര വന്ന് അവസാനിക്കുന്നത് ശംഖുമുഖത്താണ്. ആ ശംഖുമുഖം തീരമെന്ന് പറയുന്നത് തന്നെ ഈ പത്മനാഭസ്വാമിയുടെ ആറാട്ടുകടവ് എന്നാണ് അറിയപ്പെടുന്നത്. ആറാട്ടുകടവിൽ ആറാടിക്കാൻ എത്തുന്ന സമയത്ത് വിഗ്രഹം അവിടെ സ്ഥാപിക്കുകയും സ്ഥാപിച്ച് പൂജ ചെയ്യുകയും ചെയ്യുന്ന സ്ഥലമാണ് ഈ ആറാട്ട് മണ്ഡപം. അതുകൊണ്ട് തന്നെ സംരക്ഷിത കേന്ദ്രമായി നിൽക്കണമെന്ന് അടക്കമുള്ള ആവശ്യങ്ങൾ നേരത്തെ വിവിധ സംഘടനകൾ ഉന്നയിച്ചിരുന്നു. ഹൈന്ദവ സംഘടനകൾ ഉന്നയിക്കുകയും ചെയ്തിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരമൊരു പരിപാവനമായി കാണുന്ന സ്ഥലത്താണ് ഇത്തരം സംഭവം ഉണ്ടായിരിക്കുന്നത്. അതിന് അനുമതി കൊടുത്തവർക്കെതിരെ ഇതുവരെ ഒരു നടപടിയെടുക്കുവാൻ
അധികൃതരുടെ ഭാഗത്ത് തയ്യാറായിട്ടില്ല. മാത്രമല്ല നഗരസഭയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു ഔദ്യോഗിക ഭാഗത്തു നിന്നോ കുടുംബശ്രീ മിഷൻ ഭാഗത്തു നിന്നോ ഇതുവരെ ഒരു വിശദീകരണം നൽകിയിട്ടില്ല. ഇത് സംഭവിച്ചു പോയി, ആ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം നൽകുവാൻ തയ്യാറായിട്ടുമില്ല. ഇതിലാണിപ്പോൾ പ്രതിഷേധം ആളിക്കെത്തുന്നത്. മാത്രമല്ല സർക്കാരിൻ്റെ നടപടിയിലും ഇപ്പോൾ പ്രതിഷേധം ആളിക്കെത്തുന്ന സാഹചര്യമാണ്. ഹിന്ദു ഐക്യവേദി നിയമ നടപടിയുമായി നീങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മറ്റ് സംഘടനകളും ഹൈന്ദവ സംഘടനകളും പ്രതിഷേധം ഉയർത്തുന്ന സാഹചര്യമുണ്ട്. എന്തായാലും വലിയ രീതിയിലൊരു ഭക്തർക്ക് മുറിവേറ്റിട്ടും അതിൽ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, നേരത്തെ തന്നെ ശബരിമല വിഷയമായിക്കോട്ടെ, മറ്റ് സമാനമായ രീതിയിൽ ക്ഷേത്രങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ഇടതുപക്ഷം ഭരിക്കുന്ന സർക്കാർ, പിണറായി വിജയൻ്റെ സർക്കാർ അതിന് വേണ്ടത്ര ഒരു നടപടികൾ കൊടുക്കുകയോ അല്ലെങ്കിൽ വേണ്ടത്ര നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ട സമീപനങ്ങൾ സ്വീകരിക്കാറില്ല എന്ന് നമുക്കറിയാം. പലതവണ നമ്മൾ തന്നെ പല വിഷയങ്ങളിലും അത് വാർത്തയാക്കിയിട്ടുണ്ട്. ആ സാഹചര്യം നിലനിൽക്കുകയാണ്. ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ഒരു പരിപാവനത കാത്ത് സൂക്ഷിക്കുന്നൊരു സ്ഥലം, ആ സ്ഥലത്ത് ഇത്തരം സംഭവം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഈ 4 ദിവസങ്ങളായിട്ടാണ് ഈ പരിപാടി നടക്കുന്നത്. അതിനുവേണ്ടി പാചകപ്പുര സജ്ജീകരിക്കണമെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പാചകപ്പുര സജ്ജീകരിക്കാവുന്ന മാത്രമാണ്. വലിയ പരിപാടിക്കായി തന്നെ സജ്ജീകരിച്ചിരിക്കുന്ന ഒരു വലിയ സ്റ്റേജാണ്. അവിടെ വിവിധ പരിപാടികൾ നടക്കുന്നതോടൊപ്പമാണ് പാചകമേളയും നടക്കുന്നത്. കുടുംബശ്രീയുടെ യൂണിറ്റിൻ്റെ തന്നെ പല ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ് ഈ പാചകത്തിനായി എത്തുന്നത്. പല ജില്ലകളുടെ രുചിവൈവിധ്യങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളാണ് അവിടേക്ക് എത്തുന്നത്. അതുകൊണ്ട് ഈ സ്ത്രീകൾ അവിടെ നിന്ന് വന്ന അമ്മമാർ, കുടുംബശ്രീയുടെ അമ്മമാർക്ക് ഈ സ്ഥലമോ സ്ഥലത്തിൻ്റെ വൈശിഷ്ട്യമോ മണ്ഡപത്തെ സംബന്ധിച്ചോ അറിയണമെന്ന് ഇല്ല. പക്ഷേ തിരുവനന്തപുരത്തു നിന്നുള്ള ഉദ്യോഗസ്ഥരാണ്. തിരുവനന്തപുരം ജില്ലയുടെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്ത പരിപാടി. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ ഉദ്യോഗസ്ഥർക്ക് അറിയാവുന്നതേ ഉള്ളൂ ഈ ശംഖുമുഖത്തെ ഈ മണ്ഡപം എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നും ആ മണ്ഡപത്തിൻ്റെ പരിപാലനം എന്താണെന്നും. കാറ്റുകൊള്ളാൻ വേണ്ടി സ്ഥാപിച്ചിരിക്കുന്നതല്ല, അല്ലെങ്കിൽ കാറ്റുകൊണ്ടിരിക്കുവാൻ വേണ്ടി സ്ഥാപിച്ചതല്ല ഈ മണ്ഡപം എന്നടക്കമുള്ള കാര്യങ്ങൾ അവിടുത്തെ ഉദ്യോഗസ്ഥർക്കറിയാം. എന്നാൽ ആ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇതിന് അനുമതി നൽകിയത്. ആ അനുമതി നൽകി ഇത്തരം സംഭവം ഉണ്ടായിട്ടും പാചകപ്പുരയാക്കി മാറ്റുക മാത്രമല്ല, ആ ഭാഗത്ത് ശൗചാലയം സ്ഥാപിക്കുകയും ചെയ്തു. താൽക്കാലിക ശൗചാലയം സ്ഥാപിക്കുകയും മാലിന്യങ്ങൾ നിക്ഷേപിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ കൈ കഴുകുന്ന വാഷ് ബേസിൻ അടക്കം മണ്ഡപത്തിനുള്ളിൽ സ്ഥാപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി. ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. നമ്മൾ വാർത്ത നൽകിയതിന് പിന്നാലെ ശംഖുമുഖം പോലീസ് സംഭവ സ്ഥലത്തെത്തുകയും മറ്റ് പാചക സാധനങ്ങൾ അടക്കം നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതേ തുടർന്ന് പാചക സാധനങ്ങൾ നീക്കം ചെയ്ത് മണ്ഡപം കഴുകി വൃത്തിയാക്കി എന്നതിൽ ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് കാര്യമായിട്ടുള്ള യാതൊരു നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല. പോലീസിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ തന്നെ മറ്റ് സർക്കാരിന്റെ ഭാഗത്തുനിന്നോ സർക്കാർ ഇതിനൊരു വിശദീകരണം നൽകിയോ അല്ലെങ്കിൽ കുടുംബശ്രീ മിഷൻ പറ്റിപ്പോയ തെറ്റിനൊരു മാപ്പ് പറയുകയോ അങ്ങനെ ഭക്തരോടൊരു ക്ഷമാപണം നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. വലിയ രീതിയിൽ പ്രതിഷേധം ആളിക്കത്തുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഏതായാലും ഹിന്ദു ഐക്യവേദിയും നിലപാട് കടുപ്പിച്ചിട്ടുണ്ട്. ഇതിൽ നിയമ നടപടികൾ സ്വീകരിക്കണം. ക്ഷേത്രത്തിലെ ആറാട്ട് മണ്ഡപം അധിക്ഷേപിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി ഹൈന്ദവ സംഘടനകൾ രംഗത്തെത്തുകയാണ്. ഇതിൽ ഉദ്യോഗസ്ഥർക്ക് അറിയാം അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന്. അപ്പോൾ ഇത് മുൻകൂട്ടി തീരുമാനിച്ച ഒരു സംഭവമാണ് ഇത് നടത്തുക എന്നുള്ളത്. അപ്പോൾ ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം തന്നെയാണ് ഇങ്ങനെ ഒരു അനുമതി അവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ സർക്കാർ കണ്ണടയ്ക്കുകയും കൂടി ചെയ്യുകയാണ് ഈ ഒരു സംഭവത്തിൽ. SFIയുടെ അതിക്രമത്തിനെതിരെ ഒറ്റയ്ക്ക് നിന്ന് പോരാടിയ തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെ ABVP പ്രവർത്തകൻ ഗോകുൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. SFIയുടെ ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി ശരീരത്താകമാനം പരിക്കേറ്റിട്ടും ധീരതയോടെ ഗോകുൽ അതിക്രമത്തെ ചോദ്യം ചെയ്തു. SFIയുടെ ഏകാധിപത്യം അനുവദിച്ചു കൊടുക്കാനാകില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഗോകുൽ ഉള്ളത്. കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ള തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നമ്മളിപ്പോൾ ഉള്ളത് കഴിഞ്ഞ 2 ദിവസമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയോടൊപ്പമാണ്. അതായത് കഴിഞ്ഞ ദിവസം ബ്രണ്ണൻ കോളേജിൽ SFIയുടെ അതിക്രൂരമായ അക്രമത്തിനിരയായിട്ടുകൂടി അവരുടെ അനീതിക്കെതിരെ ശക്തമായ ശബ്ദമുയർത്തിയ ബ്രണ്ണൻ കോളേജിലെ ABVP പ്രവർത്തകൻ ഗോകുലിനൊപ്പമാണ്. ഗോകുൽ എന്താണ് അവിടെ സംഭവിച്ചത്? അതിന് ഈ അടിയേറ്റിട്ടും അല്ലെങ്കിൽ ഇവരുടെ ഈ ആൾക്കൂട്ട അക്രമം നേരിട്ടിട്ടും ശക്തമായ അതിനൊരു പ്രതികരണം നടത്തിയല്ലോ, എന്താണ് പറയാനുള്ളത്? ഞാനവിടെ കാരണം ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാനവിടെ ഒരു പെൺകുട്ടിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുറത്തുനിന്നുള്ള സഞ്ജീവ് അങ്ങനെ എന്തോ പറഞ്ഞ ആരോ അടക്കം വരുന്ന ഗുണ്ടകൾ പുറത്തുനിന്ന് വന്നിട്ട് ഒരു പ്രശ്നമില്ലാണ്ട് എൻ്റെ പേരടി കയറിയതാണ് വെറുതെ. അപ്പോൾ അതിനെതിരെ ഞാൻ കുറച്ച് അങ്ങോട്ടേക്ക് അടികൊള്ളുമ്പോൾ ആരായാലും സ്വാഭാവികമായിട്ട് പ്രതികരിക്കുമല്ലോ. അങ്ങനെ പ്രതികരിച്ചാൽ പിന്നെ അവരെ പേടിക്കാൻ ഒരു ഉദ്ദേശമില്ല, അതുകൊണ്ട് പ്രതികരിച്ച്, അത്രയേ ഉള്ളൂ. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവിടെ ഇത്തരം ഇഷ്യൂസ് ഉണ്ടോ? നേരത്തെയും ഈ ABVP പ്രവർത്തകർക്ക് നേരെ ഈ SFIയുടെ അക്രമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം അവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ അതങ്ങനെ തന്നെയാണ്. അവിടെ ആ ഒരു ക്യാമ്പസിൽ വെച്ചാൽ അവർ പുറത്തുനിന്ന് വന്നിട്ട് ടീം വന്നിട്ട് ABVP പ്രവർത്തകരും ബാക്കി മറ്റു പ്രസ്ഥാനങ്ങളിലുള്ള ടീമിനെല്ലാവരും അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് എപ്പോഴും ഉണ്ടാവില്ല അവിടെ.
എവിടുന്ന് കിട്ടി ധൈര്യം? എവിടുന്ന് കിട്ടിയത്? ഇത്രയും ഈ ഒരു ആൾക്കൂട്ടമാണല്ലോ, SFIയുടെ ഒരു ആൾക്കൂട്ടം വന്നിട്ട് ആക്രമിക്കുന്നു, ഒറ്റയ്ക്കൊറ്റയ്ക്ക് അല്ല വന്നിട്ട് ആക്രമിക്കുന്നത്. അപ്പോൾ എങ്ങനെ അതിന് ധൈര്യത്തോടെ നേരിടാൻ എങ്ങനെയാണ് സാധിച്ചത്? ധൈര്യം എന്താണെന്നറിയില്ല, നമ്മളെ ജെനറ്റിക്സ് ആണോ എന്താ, ഒരു ഏരിയൻ്റെ ഒരു പവറാണോ എന്താണെന്നൊന്നും അറിയില്ല. അടിച്ചാൽ തിരിച്ചടിക്കും, അത്ര തന്നെ. ഇപ്പം ആരായാലും ശരി, ആ ഒരു മൈൻഡാണ്. അപ്പം ഇവർ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വലിയ പ്രചരണം നടത്തുന്നുണ്ടല്ലോ, പിന്നെ ഈ ലഹരി മാഫിയയുടെ ആളുകളാണ് വന്ന് കുഴപ്പമുണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ അറിഞ്ഞിടത്തോളം ഗോകുൽ ഒരു സ്പോർട്സ് താരമാണ്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അത് ഓർക്ക് ഉണ്ടാക്കാനല്ലേ പറ്റൂ, അങ്ങനെ പറഞ്ഞു നടക്കാനല്ലേ പറ്റൂ. കാരണം ഞാനൊന്നും ഒരു ലഹരി യൂസ് ചെയ്യില്ല. ക്യാമ്പസിൽ എല്ലാവർക്കും അറിയാം, പുറത്തുള്ള നാട്ടിലത്തെ എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ റെസ്ലിംഗ്, ബോക്സിങ്, ജൂഡോ എല്ലാം ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്കൊരു വലിയ കാര്യമായിട്ട് ഞാൻ എടുക്കുന്നില്ല. കാരണം എൻ്റെ വീട്ടുകാർക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം. അപ്പോൾ ഒരു ഇഷ്യൂ ആയിട്ട് ഞാൻ എടുക്കുന്നില്ല. സാധാരണഗതിയിൽ പൊതുവെ എതിരാളികളെ അപമാനിക്കാൻ, തളർത്താൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണല്ലോ ഇത്തരം ലഹരി അല്ലെങ്കിൽ സ്ത്രീ വിഷയമൊക്കെ. അത്തരം ആ ഒരു മാർഗത്തിന്റെ രീതിയായിട്ട് മാത്രമേ അങ്ങനെ മാത്രമേ അതിനെ കാണുള്ളൂ. കാരണം അവർ ആ ഒരു രീതി തന്നെയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഫസ്റ്റ് ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണ് കേസ് ഇട്ടരും, അല്ലെങ്കിൽ ഒരു ഇതേപോലത്തെ ലഹരി കേസ് ഇട്ടരും. ആ ഒരു സ്റ്റൈലാണല്ലോ അവരത്. അതുകൊണ്ട് ആ വിഷയമായിട്ടൊന്നും എടുക്കുന്നില്ല. ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായല്ലോ താങ്കൾ വീഡിയോ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതിനെക്കുറിച്ച് കുറേ ആൾക്കാർ വിളിക്കുന്നുണ്ട്, ഏട്ടന്മാരും ആളുകളും വിളിക്കുന്നുണ്ട്, എന്താ സംഭവം എന്താണെങ്കിലും ചോദിച്ചിട്ട്. അപ്പം അതിനെതിരെ നോക്കി ചെയ്യണം. ഏതായാലും ഈ ഇവരെ പേടിച്ചുകൊണ്ട് അവിടെ സംഘടനാ പ്രവർത്തനം നടത്താൻ അതിന് ഉദ്ദേശിച്ചിട്ടില്ല. ഇല്ല, ഒരു പേടിയില്ല. പേടിയുണ്ടെങ്കിൽ കാണാൻ അങ്ങനെ ചെയ്യൂലല്ലോ. അതിലും ഗോകുലിന്റെ ധൈര്യം സമ്മതിക്കേണ്ടതാണ്. കാരണം നിരവധി തവണ മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന സംഘടനകളിൽ, വിദ്യാർത്ഥി സംഘടനകളെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത ഒരിടമാണ് ബ്രണ്ണൻ കോളേജ് എന്ന് പറയുന്നത്. അവിടെ ധൈര്യസമേതം SFIക്കെതിരെ ശബ്ദമുയർത്തുകയും അവരുടെ അനീതികളെ ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഗോകുലിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ ഒരു നിലവിലെ സാഹചര്യത്തെ സംബന്ധിച്ച് വളരെ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് എന്ന് പറയാതെ വയ്യ. കെ സുബിത്തിനൊപ്പം മിഥുൻ പിള്ള, ജനം, കണ്ണൂർ. പാതിവില തട്ടിപ്പ് കേസിൽ അന്വേഷണം ഊർജിതമാക്കി ED. തട്ടിപ്പിലൂടെ പണമെത്തിയ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് നിലവിലെ അന്വേഷണം. വിദേശ നിക്ഷേപങ്ങളുണ്ടോ എന്നതും സംശയമുണ്ട്. പ്രതി അനന്തകൃഷ്ണന്റെ 3 സ്ഥാപനങ്ങളുടെ അക്കൗണ്ടുകളിലേക്കാണ് പാതിവില പദ്ധതി വിശ്വസിച്ച് സാധാരണക്കാരുടെ പണം എത്തിയത്. ജിജീഷ് കരുണാകരനുണ്ട് കൊച്ചിയിൽ നിന്നും. ജിജീഷ്, നമസ്തേ, ഗുഡ് മോർണിംഗ്. എന്തായാലും പാതിവില തട്ടിപ്പിൽ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ED അന്വേഷണം ഊർജിതമാക്കാനാണ് നീക്കം. വിദേശ നിക്ഷേപങ്ങളുണ്ടോ എന്നതടക്കം പരിശോധന നടത്താനും പോവുകയാണ് ED. ഗുഡ് മോർണിംഗ് രജനി, വീണ. അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം പാതിവില തട്ടിപ്പിൽ വിവിധ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം മുന്നോട്ട് പോകുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, ഒപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തുന്നത്. നേരത്തെ ക്രൈംബ്രാഞ്ചും ഒപ്പം തന്നെ ലോക്കൽ പോലീസും എല്ലാം ഇതുമായി ബന്ധപ്പെട്ട ചില പരിശോധനകൾ നടത്തിയിരുന്നുവെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിൽ കൂടുതൽ വിശദമായി, അതായത് വിദേശത്തേക്ക് പണം എത്തിയിട്ടുണ്ടോ, വിദേശത്തേക്ക് പണം അയച്ചിട്ടുണ്ടോ എന്ന സംശയങ്ങൾ ബാക്കിയാണ്. മാത്രമല്ല, ഈ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള നീക്കങ്ങൾ ഇവരുടെ ഭാഗത്ത് നിന്ന്, അനന്തകൃഷ്ണന്റെയും സംഘത്തിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ബിനാമി ഇടപാടുകൾ വലിയ തോതിൽ തന്നെ ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ബിനാമി ഇടപാടുകൾ ആരെല്ലാമാണ് നടത്തിയിട്ടുള്ളത് അതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരണം. അങ്ങനെയാണ് ഈ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് പ്രധാനമായും ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നിരവധി ബാങ്കുകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്, വിവരങ്ങൾ നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ട്. അതായത് അനന്തകൃഷ്ണന് അക്കൗണ്ട് ഉള്ളതായി സംശയമുള്ള നിരവധി ബാങ്കുകൾക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അനന്തകൃഷ്ണൻ കഴിഞ്ഞ 1.5-2 വർഷത്തിനുള്ളിൽ നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുടെ എല്ലാം തന്നെ വിവരങ്ങളാണ് അന്വേഷണ സംഘം ശേഖരിക്കുന്നത്. അത് ഏറ്റവും വേഗത്തിൽ തന്നെ ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ കൈമാറണം എന്ന് ഈ ബാങ്കുകൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കാരണം വിവിധ സ്ഥാപനങ്ങൾ വഴിയാണ് ഈ പണമെല്ലാം കൈമാറിയത്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് 3 സ്ഥാപനങ്ങൾ വഴിയാണ്, അനന്തകൃഷ്ണന്റെ 3 സ്ഥാപനങ്ങൾ വഴിയാണ് ഇത്തരത്തിൽ പണമിടപാടുകൾ നടന്നിരിക്കുന്നത്. അതിൽ പ്രൊഫഷണൽ സർവീസ് ഇന്നോവേഷൻ ഉണ്ട്, സോഷ്യൽ ബി വെഞ്ചേഴ്സ് ഉണ്ട്, ഒപ്പം തന്നെ ഗ്രാസ് റൂട്ട് ഇന്നോവേഷൻസ് എന്ന മറ്റൊരു സ്ഥാപനമുണ്ട്. ഈ 3 സ്ഥാപനങ്ങളിലേക്കാണ് സാധാരണക്കാരായ ആളുകൾ അവരുടെ പണം പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ 1,20,000, 1,30,000 എല്ലാം ഉള്ള ഇരുചക്ര വാഹനങ്ങൾക്കായി 60,000-വും 65,000 രൂപയും എല്ലാം തന്നെ അടച്ചിരുന്നത്. അതുകൂടാതെ രജിസ്ട്രേഷൻ ഫീസ് എന്ന പേരിൽ വലിയൊരു തുകയും ഈ അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടുള്ള ഏതാണ്ട് 450 കോടിയോളം രൂപയിൽ പോലീസ് സംഘം പരിശോധിക്കുന്ന സമയത്ത് 4 കോടിയോളം രൂപ മാത്രമായിരുന്നു ഈ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. ബാക്കി തുക എങ്ങോട്ട് പോയി, അല്ലെങ്കിൽ അത്തരം ഇടപാടുകൾ ആർക്കെല്ലാമാണ് കൈമാറിയത് എന്നത് സംബന്ധിച്ച് തന്നെയാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. മാത്രമല്ല, ഈ അനന്തകൃഷ്ണനിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുള്ള ആളുകളിലേക്ക് കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം വ്യാപിച്ചിരുന്നു. കാരണം സാധാരണ നിലയിൽ കള്ളക്കടത്തിലൂടെ തട്ടിപ്പിൽ
തട്ടിപ്പിലൂടെ ഉണ്ടാക്കിയ ഒരു പണമാണ്, കള്ളപ്പണമാണ്. ആ കള്ളപ്പണം കൈപ്പറ്റിയ ആളുകളും തുല്യ പങ്കാളിത്തം ആളുകൾ തന്നെയാണ്, തുല്യ പങ്കാളിത്തം തന്നെയാണ് ഈ കേസിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്തരത്തിൽ ആ പണം കൈപ്പറ്റിയ അനന്തകൃഷ്ണനിൽ നിന്ന് പണം കൈപ്പറ്റിയ ആളുകളിലേക്ക് കൂടി അന്വേഷണം വ്യാപിച്ചിരിക്കുന്നത്. നിരവധി രാഷ്ട്രീയ നേതാക്കൾക്കും സാമൂഹ്യ പ്രവർത്തകർക്കുമെല്ലാം താൻ പണം നൽകിയിട്ടുണ്ട് എന്നൊരു മൊഴി അറസ്റ്റിലായതിനു ശേഷം അനന്തകൃഷ്ണൻ പോലീസിന് നൽകിയിരുന്നു. അങ്ങനെയെങ്കിൽ ആർക്കെല്ലാമാണ് പണം കൈമാറിയിട്ടുള്ളത്, അവരിൽ നിന്ന് എന്ത് കാര്യങ്ങളാണ് അല്ലെങ്കിൽ തിരിച്ച് എന്ത് സഹായങ്ങളാണ് അനന്തകൃഷ്ണന് ലഭിച്ചിട്ടുള്ളത് എന്നതുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പരാതിക്കാരായ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തുന്ന ഒരു നടപടിയിലേക്ക് കൂടി കടക്കുകയും ചെയ്തിരുന്നു ഇ ഡി. അതിന്റെ ഭാഗമായി മൂവാറ്റുപുഴയിലെ സീഡ് സൊസൈറ്റി പ്രതിനിധികളുടെ മൊഴിയാണ് ആദ്യം രേഖപ്പെടുത്തിയത്. കാരണം ഏറ്റവും ആദ്യം പരാതികൾ ഉയർന്നതും പരാതി രജിസ്റ്റർ ചെയ്തതും അവിടെ കേന്ദ്രീകരിച്ചാണ് എന്നതുകൊണ്ട് തന്നെ അവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ് അന്വേഷണ സംഘം. വിവരങ്ങൾ പങ്കുവച്ചത്. ഗൗരവ് ഗൊഗോയ് എം പിയുടെ ഭാര്യ എലിസബത്തിന്റെ പാകിസ്ഥാൻ ബന്ധത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വവും കുരുക്കിലേക്ക്. എലിസബത്തിനും ഗൗരവ് ഗൊഗോയ്ക്കുമെതിരെ അസം സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുമായി എലിസബത്തിന്റെ ബന്ധവും അന്വേഷിക്കും. ദേശീയ ഏജൻസികളും പ്രാഥമിക വിവരങ്ങൾ തേടിയിട്ടുണ്ട്. ഇനി നമ്മൾ ശബരിമലയുടെ ഒരു വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. ശബരിമലയിൽ 18-ാം പടിക്ക് മുകളിൽ ഫ്ലൈ ഓവറിലെ ക്യൂ ഒഴിവാക്കി നേരിട്ട് ദർശനം നൽകുന്ന സംവിധാനം പരിഗണനയിൽ. ഫ്ലൈ ഓവർ നിലനിർത്തി കൊടിമരച്ചുവട്ടിൽ നിന്നും ശ്രീകോവിലിന് മുന്നിലേക്ക് അയ്യപ്പന്മാരെ കടത്തിവിടുന്ന രീതിയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുക. ഈ സംവിധാനത്തിന് തന്ത്രിയുടെ അനുജ്ഞ ലഭിച്ചിട്ടുണ്ട്. പടി കയറി ഇടത്തേക്ക് തിരിഞ്ഞ് ഫ്ലൈ ഓവറിൽ ക്യൂ നിന്ന് ദർശനം നടത്തുന്ന നിലവിലെ രീതിക്ക് മാറ്റം വരുത്താനാണ് കൂടിയാലോചനകൾ പുരോഗമിക്കുന്നത്. ഇത് സംബന്ധിച്ച അന്തിമ വിശകലനങ്ങളും നടക്കുന്നുണ്ട്. നിലവിൽ ശ്രീകോവിലിന് മുന്നിലൂടെ 3 വരിയായാണ് ഭക്തരെ കടത്തിവിടുന്നത്. ഇത് നടയിൽ തിക്കും തിരക്കിനും പരാതികൾക്കും ഇടയാക്കുന്നുണ്ട്. പുതിയ സംവിധാനം പ്രകാരം കൊടിമരത്തിന്റെ ഇരുവശത്തും കൂടി അയ്യപ്പന്മാരെ കടത്തിവിട്ട് ബലിക്കൽ പുര വഴി മുന്നോട്ട് പോയി ദർശനം സാധ്യമാകുന്ന രീതിയാണ്. പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് നടപ്പാക്കി വിജയിച്ചാൽ സ്ഥിരം ദർശന രീതിയാക്കി മാറ്റും. പുതിയ രീതി നടപ്പാക്കി വിജയിച്ചാലും ഫ്ലൈ ഓവർ നിലനിർത്തും. ക്യൂ നീളുന്ന സാഹചര്യമുണ്ടായാൽ തിരക്ക് നിയന്ത്രണ വിധേയമാക്കാൻ ഫ്ലൈ ഓവർ ഉപയോഗിക്കും. പുതിയ സംവിധാനത്തിന് തന്ത്രിയുടെ അനുജ്ഞ ലഭിച്ചതോടെ ഈ രീതി പരീക്ഷണാടിസ്ഥാനത്തിൽ വേഗത്തിൽ നടപ്പാക്കാനാണ് ആലോചന. ക്ഷേത്രത്തിന്റെ താന്ത്രിക ഘടനയിലോ കണക്കുകളിലോ മാറ്റമില്ലാതെയാണ് പുതിയ രീതി നടപ്പാക്കുന്നത്. ജനം സന്നിധാനം. വീണ്ടും പോകുന്നത് ഈ ചാലക്കുടിയിലെ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. തുടർ നടപടികൾ ഇന്ന് ആരംഭിക്കാൻ പോകുന്നുണ്ട്. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയേക്കും. പ്രതി ഇപ്പോഴും ചാലക്കുടി പോലീസിന്റെ കസ്റ്റഡിയിലാണ്. റിജോ അറസ്റ്റിലായത് അറിഞ്ഞ് കടം വീട്ടിയ ആൾ ഡിവൈഎസ്പി ഓഫീസിലെത്തി പണം തിരികെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതേസമയം റിജോ ആന്റണി പള്ളിപ്പെരുന്നാളിനെത്തിയ ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു. ആനന്ദ് സാധ്യമായ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത്. അവിടെ ആ സ്കൂട്ടർ കണ്ട് അതിൻ്റെ നമ്പർ അങ്ങനെ ട്രേസ് ചെയ്ത് പോയാണ് പോലീസ് ഇത് മനസ്സിലാക്കിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ദൃശ്യങ്ങൾ എപ്പോഴുള്ളതാണ് എന്ന് ചോദിക്കാം. ആനന്ദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആനന്ദ്, ഈ ദൃശ്യങ്ങൾ എപ്പോഴുള്ളതാണ്? ഈ പ്രതിയുടെ ദൃശ്യങ്ങൾ ലഭ്യമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് ഈ കവർച്ചയ്ക്ക് ശേഷമുള്ളതാണോ? അവിടെ വെച്ച് ഈ സ്കൂട്ടറിൻ്റെ നമ്പർ ലഭിച്ചത് കൂടി, ഈ ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ചത് കൂടിയാണോ പോലീസിന് ഇദ്ദേഹമാണ് പ്രതിയെന്ന് ഉറപ്പാക്കാൻ കഴിഞ്ഞത്? അതിനുശേഷമുള്ള ദൃശ്യങ്ങളാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പോലീസിനെ ഈ സ്കൂട്ടർ ആദ്യഘട്ടത്തിൽ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിരുന്നില്ല. ഈ ടോർക്ക് സ്കൂട്ടറാണെന്നുള്ള സൂചന ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ ഈ പരിസരത്തുള്ള നിരവധി ആളുകളുടെ വീട്ടിൽ പരിശോധിച്ചെങ്കിലും ഏതാണ്ട് ഇന്നലെ ഉച്ച മുതൽ തന്നെ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. വൈകുന്നേരത്തോടു കൂടിയാണ് 6 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ ഈ പ്രതിയുടെ വീട്ടിലേക്ക് എത്തുന്നത്. ഈ പള്ളിപ്പെരുന്നാളിലും കുടുംബങ്ങളും എല്ലാം പ്രതി പങ്കെടുത്തിരുന്നു. യാതൊരു ഭാവവ്യത്യാസമില്ലാതെ തന്നെ നാട്ടിൽ സാധാരണയുള്ള പ്രവർത്തനങ്ങളെല്ലാം പ്രതി പങ്കെടുത്തിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ വാർഡ് മെമ്പർ അടക്കമുള്ള ആളുകളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഏതാണ്ട് 4:30 ഈ പ്രതിയുടെ വീട്ടിൽ കുടുംബയോഗം നടന്നത്. അതിന് ഏതാണ്ട് ഒരുപാട് 10-50ഓളം ആളുകൾ വീട്ടിലേക്ക് എത്തിയിരുന്നു. തുടർന്ന് ഈ ആളുകൾ പോയതിനു ശേഷമാണ് പോലീസ് ഇയാളുടെ വീട്ടിലേക്ക് എത്തുന്നത്. രാവിലെ മുതൽ തന്നെ ഏതാണ്ട് ഈ വീടിന്റെ പരിസരത്തെല്ലാം പോലീസ് കൃത്യമായിട്ടുള്ള ഒരു പരിശോധന നടത്തിയിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ പ്രതിക്ക് ആത്മവിശ്വാസം തന്നിലേക്ക് എത്തില്ല എന്ന് തന്നെയായിരുന്നു. കാരണം അത്ര ആസൂത്രണമായിട്ടാണ് ഈ പ്രതി ഈ കവർച്ച നടത്തിയതിനു ശേഷവും പെരുമാറിയിരുന്നത്. പ്രത്യേകിച്ച് ഈ
കണ്ണിന്റെ റെറ്റിന ഗ്ലാസുകൾ അടക്കം വെച്ചിരുന്നത് റെറ്റിന വെച്ചുകൊണ്ട് അത്തരത്തിൽ പോലീസ് എത്തരുത്, മൊബൈൽ ഫോൺ വളരെ കുറവ് മാത്രം ഉപയോഗിക്കുന്നു, മാസ്കിന് പുറത്ത് ഹെൽമറ്റ് ഇടുന്നു, CCTV ദൃശ്യങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള യാത്ര, ഇടപെടലിലൂടെയുള്ള യാത്ര, ഈ തരത്തിലേക്ക് ഏതാണ്ട് ഒരു സ്ഥിരം കുറ്റവാളിയുടെ പാറ്റേൺ ആണ് അത്തരത്തിൽ ഇത്തരം ചരിത്രമൊന്നും ഇല്ലാത്ത, ഈ ഒരു ക്രൈമിന്റെ ചരിത്രമില്ലാത്ത, പശ്ചാത്തലമില്ലാത്ത പ്രതി കണ്ടിരുന്നത്. വെബ് സീരീസുകളിൽ ചില സ്വാധീനിച്ചു എന്നും പറയുന്നുണ്ട്. എന്തായാലും പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചാലക്കുടി ഡിവിഷൻ ഓഫീസിലാണ് പ്രതി ഉള്ളത്. എന്തായാലും ഇന്നലെ രാത്രി ഒന്നോടുകൂടി വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തിയെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ബാങ്കിൽ എത്തിക്കൊണ്ട് എന്തായാലും ഇപ്പോൾ തെളിവെടുപ്പ് ഉണ്ടായിരിക്കും. ഉച്ചയോടുകൂടി അയാളെ കോടതി ഹാജരാക്കുകയും തുടർന്ന് റിമാൻഡ് ഉണ്ടാവുകയും ചെയ്യുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ശരി, ഓക്കെ. എന്തായാലും കൊള്ളയുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഇനി വരും മണിക്കൂറുകൾ മാത്രമേ അറിയാനുള്ളൂ. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലൊക്കെ തന്നെ നടത്തേണ്ടതുണ്ട്. ആനന്ദ് പുതൂരാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഒരു മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. പ്രധാന വാർത്തകൾ നോക്കാം ഒരിക്കൽ കൂടി. ഡൽഹിയിൽ ഭൂചലനം, ശക്തമായ പ്രകമ്പനമുണ്ടായത് പുലർച്ചെ. റിക്ടർ സ്കെയിലിൽ 4 തീവ്രത രേഖപ്പെടുത്തി. പ്രഭവ കേന്ദ്രം ന്യൂഡൽഹി. ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ച് പ്രധാനമന്ത്രി. തരൂരിനെ വിടാതെ ഇടതു വലതു മുന്നണികൾ. തരൂരിനുള്ള പിന്തുണ തുടർന്ന് CPM-ഉം CPI-യും. വസ്തുനിഷ്ഠമായ പ്രസ്താവനയെന്ന് ജനയുഗം. കോൺഗ്രസിനെ വിമർശിച്ച് ദേശാഭിമാനി മുഖപ്രസംഗം. തരൂരിനെ നിശിതമായി വിമർശിച്ച് കോൺഗ്രസ് മുഖപത്രം വീക്ഷണം. പത്മനാഭസ്വാമിയുടെ ആറാട്ട് മണ്ഡപത്തെ അശുദ്ധമാക്കിയ സംഭവത്തിൽ കുറ്റക്കാരെ സംരക്ഷിച്ച സർക്കാർ. കൽമണ്ഡപത്തിൽ മാംസം പാചകം ചെയ്യാൻ അനുമതി നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയില്ല. പ്രതിഷേധവുമായി ഹൈന്ദവ സംഘടനകൾ. നിരോധിത ഭീകരവാദ സംഘടനകളെ ന്യായീകരിച്ച് NCHDR. തീവ്രവാദ സംഘടനകളെ പിന്തുണച്ച് NCHDR അധ്യക്ഷൻ വിളയോടി ശിവൻകുട്ടി. ഭീകരവാദ കേസുകളിലെ പ്രതികളെ സഹായിക്കാനാണ് പുതിയ സംഘടനയെന്ന സംശയം. മുഖ്യപ്രവർത്തകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും അടിമുടി ദുരൂഹത. പാതിവില തട്ടിപ്പ് കേസിൽ അന്വേഷണം കടുപ്പിച്ച് ED. തട്ടിപ്പിലൂടെ പണമെത്തിയ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച അന്വേഷണം. വിദേശ നിക്ഷേപങ്ങൾ ഉണ്ടോ എന്നും സംശയം. പ്രതി അനന്തു കൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ക്രൈംബ്രാഞ്ച്. പെൻഷൻ നൽകാൻ നയാ പൈസയില്ല. സ്മൃതി മണ്ഡപം പണിയാൻ വാരിക്കോരി. നിയമസഭയിലെ EMS സ്മൃതി മന്ദിരത്തിന് 45 ലക്ഷം രൂപ. സംസ്ഥാന സർക്കാർ അധിക ഫണ്ട് അനുഭവിച്ചത് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി. ജനം ബ്രേക്കിംഗ്. ചാലക്കുടി ബാങ്ക് കവർച്ചാ കേസിലെ പ്രതി റിജു ആന്റണിയെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ്. 45 ലക്ഷം രൂപയുടെ കടം വീട്ടാനാണ് കവർച്ച നടത്തിയതെന്ന് മൊഴി. റിജു ആന്റണി പള്ളിപ്പെരുന്നാളിനെത്തിയ ദൃശ്യങ്ങൾ ജനം TVക്ക്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഫൈനൽ ലക്ഷ്യമിട്ട് കേരളം. സെമിയിൽ എതിരാളികൾ ഗുജറാത്ത്. മത്സരം രാവിലെ 9:30 മുതൽ അഹമ്മദാബാദിൽ. നിരോധിത ഭീകരവാദ സംഘടനകളെ ന്യായീകരിച്ച് പുതുതായി രൂപീകരിച്ച NCHDR സംഘടനയുടെ അധ്യക്ഷൻ വിളയോടി ശിവൻകുട്ടി. സംഘടനയുടെ ലക്ഷ്യം ഭീകരവാദ കേസുകളിലെ പ്രതികൾക്ക് നിയമസഹായം നൽകാനെന്നാണ് ആരോപണം. സംഘടനയുടെ മുഖ്യപ്രവർത്തകൻ നിസാമുദ്ദീൻ പാനായിക്കുളത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും അടിമുടി ദുരൂഹതയാണ്. മനുഷ്യാവകാശ സംഘടന എന്ന പേരിൽ രൂപീകരിച്ച നാഷണൽ കോൺഫെഡറേഷൻ ഫോർ ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് റൈറ്റ്സ് എന്ന സംഘടനയിൽ നിരോധിത തീവ്രവാദ സംഘടനയിൽ ഉൾപ്പെട്ട പലരുമുണ്ട് എന്ന ആരോപണം ശക്തമാവുകയാണ്. ഇതിനിടയിലാണ് തീവ്രവാദ സംഘടന സിമി, പോപ്പുലർ ഫ്രണ്ട് എന്നിവയൊക്കെ നിരോധിച്ചത് ശരിയായില്ലെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ സംഘടനയുടെ അധ്യക്ഷനും പഴയ നക്സലേറ്റുമായിരുന്ന വിളയോടി ശിവൻകുട്ടി തന്നെ രംഗത്തെത്തിയത്. നിരോധിത സംഘടന എന്ന് പറയുന്ന സിമി നിരോധിച്ചിട്ടുണ്ട്, പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചിട്ടുണ്ട്, മാവോയിസ്റ്റ് പ്രസ്ഥാനത്തെ നിരോധിച്ചിട്ടുണ്ട്, മനുഷ്യാവകാശ സംഘടനകളെ പോലും നിരോധിച്ചിട്ടുണ്ട്. അങ്ങനൊരു കെട്ട കാലത്താണ് നമ്മൾ ജനാധിപത്യ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്.
പറയുന്നത്, പ്രവർത്തിക്കുന്നത്. ഇതിൽ പങ്കെടുത്ത സംഘടനയിലെ മറ്റൊരു പ്രവർത്തകൻ നിസാമുദ്ദീൻ പാനായിയാണ്. ഇയാളുടെ നവമാധ്യമങ്ങളിലെ പോസ്റ്റിലുമുണ്ട് അടിമുടി ദുരൂഹത. പലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങളും രക്തം ചിന്തിയും സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്നതടക്കമുള്ള പോസ്റ്റുകളും കാണാം. അതിലൊക്കെ ഉപരി പുതിയ സംഘടനയുടെ പ്രധാന പ്രവർത്തനം ഭീകരവാദ പ്രവർത്തനങ്ങളിൽപ്പെട്ട് ഇരുമ്പഴിക്കുള്ളിലായവർക്ക് നിയമസഹായം നൽകുകയാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. അത്തരത്തിൽ നിയമസഹായം നൽകിയതിന്റെ വിവരങ്ങളും സംഘടനയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കാണാം. ഇത് അബ്ദുൾ വഷീദ് ഷേഖ് 2006 മുംബൈ ട്രെയിൻ ബോംബാക്രമണ കേസിൽ അറസ്റ്റിലായ 13 പേരിലെ ഒരാൾ. ഇവരൊക്കെയാണ് പുതിയ സംഘടനയിലെ തലപ്പത്തുള്ളവർ. ജനം, കോഴിക്കോട്. അനഘയുണ്ട് കോഴിക്കോട് നിന്ന്. അനഘ, ഇത് വല്ലാത്തൊരു ന്യായീകരണം ആയിപ്പോയി. കാരണം ഭീകരവാദ സംഘടനകളെ തലോടുന്ന നിലപാടിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. നിരോധിത ഭീകരവാദ സംഘടനകളെ ന്യായീകരിച്ചിരിക്കുകയാണ് പുതുതായി രൂപീകരിച്ച NCHDR. ഇപ്പോൾ സംഘടനയുടെ അധ്യക്ഷൻ ലേഡി ശിവൻകുട്ടിയാണ് ഇങ്ങനെ ഒരു ന്യായീകരണവുമായിട്ട് എത്തിയിട്ടുള്ളതും. അനഘ ലൈനിലുണ്ട്. അനഘ, ഈ ഭീകരവാദ സംഘടനകളെ തലോടുന്ന ഒരു നയം മുൻപ് തൊട്ടേ ഉണ്ട്. ഇപ്പോൾ ഈ NCHDR നിരോധിത സംഘടനകളെ ന്യായീകരിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ് ഇങ്ങനെയൊരു സംഘടന. കാരണം ഈ സംഘടനകളെ നിരോധിച്ചിരിക്കുന്ന ഭീകരവാദ സംഘടനകളെ നിരോധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഭീകരവാദ പ്രോത്സാഹനമൊക്കെ തന്നെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് പുതിയൊരു രൂപത്തിൽ NCHDR എന്ന ഒരു പേരിൽ ഈ ഒരു സംഘടന വന്നത്. നമ്മൾ നേരത്തെ വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തീവ്രവാദ കേസുകളിൽ പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഘടന എന്നുള്ളൊരു ന്യായീകരണമാണ് ഉന്നയിക്കുന്നത്. തീർച്ചയായും. അതായത് ഇതൊരു പുതിയ മനുഷ്യാവകാശ സംഘടനയാണ് എന്ന പേരിലാണ് നാഷണൽ കോൺഫെഡറേഷൻ ഫോർ ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് റൈറ്റ്സ് എന്നാണ് ഈ സംഘടനയുടെ മുഴുവൻ പേര്. മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയാണ് തങ്ങൾ പ്രവർത്തിക്കുക എന്നതാണ് ഈ സംഘടനയുമായി ബന്ധപ്പെട്ട ഈ ഫേസ്ബുക്കിൽ അടക്കമുള്ള കാര്യങ്ങൾ. പക്ഷേ ഈ സംഘടനയിൽ ഒളിഞ്ഞിരിക്കുന്നത് അടിമുടി ദുരൂഹതയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളടക്കം ഈ സംഘടനയുടെ ഈ പ്രഖ്യാപന സമ്മേളനം അത് ഇന്നലെയായിരുന്നു. പക്ഷേ അവർ അത് മാറ്റിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ സംഘടന നിരോധിത തീവ്രവാദ സംഘടനയിൽപ്പെട്ടവരൊക്കെ തന്നെ ഈ സംഘടനയിൽ ചേക്കേറിയിട്ടുണ്ട്. ഈ സംഘടനയുടെ തലപ്പത്ത് അത് പ്രവർത്തിക്കുന്നത് അതിലുള്ളവരാണ് എന്നതടക്കമുള്ള വാർത്തകൾ വന്നത് തുടങ്ങിയതിന് പിന്നാലെയാണ് ഈ സംഘടനയുടെ അധ്യക്ഷനായിട്ടുള്ള പഴയ നക്സലൈറ്റ് കൂടിയായിട്ടുള്ള വിളയോടി ശിവൻകുട്ടി പരസ്യമായി തന്നെ നവമാധ്യമത്തിൽ വന്നുകൊണ്ട് ഇത്തരത്തിൽ സിമിയും പോപ്പുലർ ഫ്രണ്ട്, മാവോയിസ്റ്റ് ഇതൊക്കെ നിരോധിച്ചത് ഇതൊക്കെ നിരോധിച്ച കെട്ടകാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ നിരോധിച്ചത് ശരിയായില്ല എന്ന നിലപാടാണ് ഈ സംഘടനയുടെ തലപ്പത്തുള്ള അധ്യക്ഷൻ തന്നെ സ്വീകരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കൃത്യമായി തന്നെ നിരോധിത സംഘടനയിൽപ്പെട്ടവരാണ് ഈ സംഘടനയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്നത് എന്ന് ശരിവെക്കുന്ന ശരിയാണ് എന്നതാണ് ഈ അധ്യക്ഷന്റെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, ഇത്തരത്തിൽ സംഘടനയിൽ പ്രവർത്തിച്ചവരൊക്കെ എന്ത് ചെയ്യണം, ആത്മഹത്യ ചെയ്യണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി അദ്ദേഹം ഈ ഫേസ്ബുക്കിലൂടെ പറയുന്നുണ്ട്. മറ്റൊന്ന്, ഈ സംഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സംഘടനയെ തലപ്പത്തുള്ള ആളാണ് നിസാമുദ്ദീൻ പാനായി. ഈ നിസാമുദ്ദീൻ പാനായുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഫേസ്ബുക്കിലെ നിരവധി കാര്യങ്ങളുണ്ട്. ആ നിരവധി കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ബാബരി മസ്ജിദിൽ ദുആ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കവർ ഫോട്ടോയാണ് ഉള്ളത്. മാത്രമല്ല പലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങളും ആ രീതിയിലുള്ള കാര്യങ്ങളുമാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത്. അത് ഇഴകീറി പരിശോധിച്ചാൽ എന്താണ് എടുക്കുന്ന നിലപാട്, ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ അതിലൂടെ മനസ്സിലാകും. മറ്റൊന്ന്, ഈ മനുഷ്യാവകാശ സംഘടനയുടെ പേരിൽ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന NCHDR എന്ന സംഘടന, ആ സംഘടന ഈ ഇത്തരത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ പെട്ട് ഏതെങ്കിലും വിധത്തിൽ ജയിലിലായിരിക്കുന്നവർക്ക് നിയമസഹായം നൽകുക എന്നതാണ് ഈ സംഘടനയുടെ ലക്ഷ്യം എന്നൊരു ആരോപണം, ഗുരുതര ആരോപണമാണ് ഉയരുന്നത്. മാത്രമല്ല ഈ സംഘടനയുടെ
യുടെ ഫേസ്ബുക്ക് പോസ്റ്റിലടക്കം ഇത്തരത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ പെട്ടിട്ടുള്ള നിലവിൽ അവർക്ക് സഹായം നൽകും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇവർ പറയുന്ന ന്യായം എന്ന് പറയുന്നത് ഇത്തരത്തിൽ നിരപരാധികളായ ഭീകരവാദ കേസിൽ പെട്ടിരിക്കുന്നവർക്ക് നിയമസഹായം നൽകും എന്നാണ്. പക്ഷെ അങ്ങനെ നിരപരാധികളെ ഇത്തരത്തിലുള്ള കേസുകളിൽ പെടുത്തുമോ? നമ്മുടെ ജനാധിപത്യ രാജ്യമാണ്, കൃത്യമായ നിയമ സംവിധാനങ്ങൾ ഉള്ള രാജ്യമാണ്. അങ്ങനെ ഒരു രാജ്യത്ത് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമോ എന്നത് ചിന്തിക്കേണ്ടതാണ്. മാത്രമല്ല ഇതിലൊക്കെ ഉപരി ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 2006 മുംബൈ ട്രെയിൻ ഭീകരാക്രമണ കേസിലുള്ള അബ്ദുൾ വഹീബ്, ഈ 13 പേരായിരുന്നു അന്ന് ഈ കേസിൽ അറസ്റ്റിലായിരുന്നത്. ഈ 13 പേരിൽ ഒരാളായിരുന്നു ഈ അബ്ദുൾ വഹീദ്. ഇദ്ദേഹം നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ പുറത്തുണ്ട്. പക്ഷെ ഇദ്ദേഹമാണ് ഈ സംഘടനയുമായി ബന്ധപ്പെട്ട നിയമസഹായങ്ങളും ജയിലിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിൽ ഈ വക്കീൽ ഈ നിയമത്തിന്റെ കാര്യങ്ങളൊക്കെ തന്നെ പഠിച്ചൊരു വ്യക്തി കൂടിയാണ് ഇയാളാണ് ഈ സംഘടനയിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്, നിയമസഹായം നൽകുന്നത്. അങ്ങനെ ഇത്തരത്തിൽ ഈ പുതിയതായി രൂപം കൊണ്ട മനുഷ്യാവകാശ സംഘടന എന്ന പേരിൽ രൂപം കൊണ്ടിട്ടുള്ള NCHDR എന്ന സംഘടന, ആ സംഘടനയ്ക്ക് കേരളത്തിലുടനീളം ഈ സംഘടന പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നുണ്ട്. അതിന്റെ പോസ്റ്റർ പതിക്കുന്ന ദൃശ്യങ്ങൾ ഇവർ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടിരിക്കുന്നത്. പുതുതായി ഉടലെടുക്കുന്ന ഒരു സംഘടനയ്ക്ക് എങ്ങനെയാണ് ഇത്രയധികം പണം കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് എന്നത് തന്നെ വലിയൊരു ചോദ്യമാണ്. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലുണ്ട്, കർണാടകയിലുണ്ട്. അങ്ങനെ ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ സംഘടന, ഒരു പെട്ടെന്നുടലെടുത്ത ഒരു സംഘടനയ്ക്ക് എങ്ങനെയാണ് ഈ രീതിയിൽ ഫണ്ട് കണ്ടെത്താൻ സാധിക്കുന്നത്? അതിൽ തന്നെ ഒരു വലിയ ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനുമായി നമ്മൾ സംസാരിച്ച സമയത്ത് ആ ഉദ്യോഗസ്ഥൻ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, പേര് വെളിപ്പെടുത്താതെ തന്നെ പറയുന്നുണ്ട്, ഇത്തരത്തിൽ നിരോധിത സംഘടനയിൽ പെട്ടവരൊക്കെ തന്നെയാണ് ഈ സംഘടനയിൽ ചേക്കേറിയിരിക്കുന്നത്. മാത്രമല്ല അതിൽ ഈ നിസാമുദ്ദീൻ പാനായുടെ ഫേസ്ബുക്കും അദ്ദേഹം ഇടുന്ന കാര്യങ്ങളും ഒക്കെ തന്നെ കൃത്യമായി പരിശോധിച്ചാൽ എന്താണ് ഈ സംഘടനയുടെ ലക്ഷ്യമെന്ന് കൃത്യമായി മനസ്സിലാകുമെന്ന് കൂടി ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും കൃത്യമായ ഒരു ഓഡിറ്റിങ്ങിന് അല്ലെങ്കിൽ നിരീക്ഷണത്തിന് ഈ സംഘടനയെ വിധേയമാക്കണം എന്നത് തന്നെയാണ് പറയാനുള്ളത്. വീണ, എന്തായാലും പേര് മനുഷ്യാവകാശ സംഘടന എന്ന്, പക്ഷെ പിന്തുണയ്ക്കുന്നത് നിരോധിത ഭീകര സംഘടനകളെ. അനഘയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇനി തരൂർ വിവാദം ഇടത് വലത് മുന്നണികൾ കൈവിട്ടിട്ടില്ല. ശശി തരൂരിനുള്ള പിന്തുണ തുടർന്ന് CPM-ഉം CPI-യും വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രസ്താവന എന്നാണ് ജനയുഗം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിവാദത്തിൽ കോൺഗ്രസിനെ വിമർശിച്ച് മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട് ദേശാഭിമാനി. അതേസമയം തരൂരിനെ ശക്തമായി വിമർശിച്ച് കോൺഗ്രസ് മുഖപത്രം എഴുതിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDF-ന്റെ വിജയപ്രതീക്ഷ കെടുത്തരുത് എന്നാണ് വീക്ഷണത്തിൽ ലേഖനം വന്നിരിക്കുന്നത്. പ്രജിത് മോഹനൻ ചേരുന്ന വിവരങ്ങളുമായി. പ്രജിത്ത്, ഈ തരൂരിൻ്റെ പ്രസ്താവനകളെ തുടർന്ന് ഇന്നിപ്പോൾ പത്രമെടുത്താൽ CPM CPI പത്രങ്ങളും ഒപ്പം വീക്ഷണവും എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ വിഷയത്തെ അവർ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ എന്താണ് ഓരോ പത്രവും ഇന്ന് പറഞ്ഞിരിക്കുന്നതിനോട്? എന്തായാലും ഈ വിവാദത്തെ വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണ് CPM-ഉം CPI-യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം സർക്കാരിൻ്റെ വ്യവസായ നയത്തെയൊക്കെ ശശി തരൂരിനെ പോലെയുള്ള കോൺഗ്രസിൻ്റെ തന്നെ ഒരു മുതിർന്ന നേതാവ്, ഒരു പ്രവർത്തക സമിതി അംഗം തന്നെ വലിയ രീതിയിൽ പുകഴ്ത്തിയ ഒരു സാഹചര്യമുണ്ട്. അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ് സർക്കാരും CPI-യും CPM-ഉം എല്ലാം ചെയ്യുന്നത്. CPI മുഖപത്രമായ ജനയുഗത്തിലെ തരൂരിന് അനുകൂലമായ പരാമർശങ്ങൾ എന്ന് പറയുന്നത് വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് തരൂർ ഇത്തരത്തിലുള്ള ലേഖനം തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് LDF നേതാക്കളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയല്ല എന്നുള്ളത് വ്യക്തമാണെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ കണക്കുകളും റിപ്പോർട്ടുകളും അനുസരിച്ചുള്ള യാഥാർത്ഥ്യം എന്നാണ് ജനയുഗത്തിൽ ഈ ലേഖനത്തിൽ പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് ദേശാഭിമാനിയുടെ മുഖപ്രസംഗത്തിൽ തന്നെ തരൂർ പറഞ്ഞ സാഹചര്യങ്ങളെ വെച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കളെ രൂക്ഷമായി വിമർശിക്കാൻ ദേശാഭിമാനി തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. നാട്ടിലൊന്നും സംഭവിക്കുന്നില്ലെന്ന് പറയാൻ അസാമാന്യമായ തൊലിക്കട്ടി വേണം. അതോടൊപ്പം തന്നെ കേരള വിരുദ്ധമായിട്ടുള്ളൊരു മനസ്സും വേണം. എന്നാലും ഇത് പറയുന്ന പോലെ പ്രതിപക്ഷ നേതാവ് ഒരുപറ്റം കോൺഗ്രസ്സുകാരും ചില മാധ്യമങ്ങളും ഇത്തരത്തിലുള്ള മനോഭാവം വെച്ച് പുലർത്തുന്നവരാണ് എന്നുള്ളതും ദേശാഭിമാനിയിൽ വലിയ കാര്യമായി തന്നെ മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്. അതേസമയം ശശി തരൂരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് കോൺഗ്രസിൻ്റെ മുഖപത്രമായ വീക്ഷണത്തിലുള്ളത് എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. കാരണം സംസ്ഥാന കോൺഗ്രസിലാകെ ശശി തരൂരിനെതിരെ ഒരു വലിയ
വികാരം നിലനിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ വികാരത്തിൻ്റെ തെളിവ് കൂടിയാണ് ഇന്ന് ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസിൻ്റെ മുഖപത്രമായ വീക്ഷണത്തിൽ തന്നെ ഇത്തരത്തിലൊരു ലേഖനം വന്നിരിക്കുന്നത്. തരൂരിനെതിരെ പറയുന്നത് വികസനത്തിൻ്റെ പേരിൽ തരൂർ സൃഷ്ടിക്കുന്ന അനാവശ്യമായ വിവാദമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയപ്രതീക്ഷയാണ് കുരുതി കൊടുക്കാൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ വെളുപ്പാൻ കാലം വരെ മുതൽ വെള്ളം കോരി സന്ധ്യയ്ക്ക് കുടമുടയ്ക്കുന്ന ഒരു രീതിയാണത്. അത് പരിഹാസ്യമാണ്. ലേഖനം ഒരു വികലമായ രാഷ്ട്രീയ രീതിയാണെന്നും രാമസ്തുതി ചൊല്ലേണ്ടിടത്ത് രാവണസ്തുതി അരുത് തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വ്യവസായ സൗഹൃദമല്ലെന്ന ചീത്തപ്പേര് 7 ഗംഗയിൽ മുങ്ങിയാലും മോക്ഷമില്ല. കേരളത്തെ വ്യവസായങ്ങളുടെ ശവപ്പുറം പാക്കിയത് CPM ആണ് തുടങ്ങിയിട്ടുള്ള രീതിയിലുള്ള രൂക്ഷമായ വിമർശനമാണ് വീക്ഷണത്തിൽ ഉണ്ടാകുന്നത്. അങ്ങനെ ശശി തരൂരിനെ ചൊല്ലി ഇന്നും രാഷ്ട്രീയ കേരളം വളരെ സജീവമായ ചർച്ചകളിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് തരൂരിൻ്റെ മനസ്സ് എങ്ങോട്ടെങ്കിലും ഒരു ചാഞ്ചാട്ടമുണ്ടോ തുടങ്ങിയിട്ടുള്ള സംശയങ്ങളുമൊക്കെ പല കോണുകളിൽ നിന്ന് ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ശശി തരൂർ വിശാല താല്പര്യമൊക്കെ മുൻനിർത്തിയുള്ള പരാമർശങ്ങളാണ് നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ഭാഗം നേതാക്കളൊക്കെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അപ്പം തന്നെ ശശി തരൂരിനെതിരെ നടപടി വേണമെന്ന ആവശ്യവും കോൺഗ്രസിൽ വലിയ സജീവമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോഴാണ് ഇത്തരത്തിൽ ഈ മുഖപ്രസംഗ യുദ്ധവുമായി കോൺഗ്രസും CPM എല്ലാം രംഗത്ത് വരുന്നത് എന്നുള്ളതാണ്. വീണ. ശരി പ്രജിത്ത്. തരൂര് രണ്ടും കൽപ്പിച്ചത് തന്നെയാണ്. ഇന്നലെയും കൂടെ പറയുന്നുണ്ടായിരുന്നു താൻ ഏത് ഇംഗ്ലീഷ് വായിക്കാൻ അറിഞ്ഞൂടാത്തത് കൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ പരാമർശങ്ങളൊക്കെ തന്നെ നടത്തുന്നതെന്ന്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. പെൻഷനും ശമ്പള കുടിശ്ശികയും നൽകാൻ പണമില്ലാത്ത സർക്കാർ ഇടത് നേതാവിന് സ്മൃതി മന്ദിരം പണിയാൻ അനുവദിച്ചത് ലക്ഷങ്ങൾ. നിയമസഭയിലെ EMS സ്മൃതി മന്ദിരത്തിന് 45 ലക്ഷം രൂപയാണ് അധികമായി അനുവദിച്ചത്. ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയാണ് അധിക ഫണ്ട് അനുവദിച്ചത്. ജനം ബ്രേക്കിംഗ്. വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഒന്നും പണമില്ലെന്നാണ് കേരള സർക്കാരിന്റെ സ്ഥിരം പല്ലവി. ക്ഷേമ പെൻഷൻ കുടിശ്ശികയായി തന്നെ തുടരുന്നു. വേതന കുടിശ്ശിക ആവശ്യപ്പെട്ട ആശാവർക്കർമാർ സമരത്തിൽ. ധനവകുപ്പ് തടസ്സം പറഞ്ഞിരിക്കുന്നതിനാൽ സപ്ലൈകോയിലടക്കം നിയമന നിരോധനവും നിലനിൽക്കുന്നു. പണമില്ലെന്ന് ആവർത്തിക്കുന്ന സർക്കാരിന് പക്ഷേ ഇടത് നേതാക്കളുടെ സ്മൃതികൾ ഒരുക്കാനും സ്മരണ പുതുക്കാനും പണത്തിന് ഒരു കുറവുമില്ല. ഇടത് നേതാവും കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയുമായ EMSന്റെ പേരിൽ നിയമസഭാ മന്ദിരത്തിൽ തുടങ്ങിയ സ്മൃതി പദ്ധതിക്കായി 45 ലക്ഷം രൂപയാണ് പുതിയതായി സർക്കാർ അനുവദിച്ചത്. വിവിധ വകുപ്പുകൾക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് നൽകിയാണ് അധിക ഫണ്ട് അനുവദിച്ചെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. നിയമസഭയുടെ പഠന ഗവേഷണ മ്യൂസിയത്തിനുള്ള ചിലവിന്റെ കണക്കിൽ ഉൾപ്പെടുത്തിയാണ് തുക നൽകിയിരിക്കുന്നത്. 82 ലക്ഷം രൂപ ചിലവ് വരുന്ന പദ്ധതിക്ക് 2019 സർക്കാർ തുടക്കമിട്ടത്. നടത്തിപ്പിന് ചുമതലപ്പെടുത്തിയ ആളുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളോടെ പദ്ധതി ഏതാണ്ട് നിലച്ച മട്ടായിരുന്നു. CPM ഇടപെടലാണ് EMS സ്മൃതി പദ്ധതി ഇപ്പോൾ പുനരുജ്ജീവിപ്പിക്കാൻ കാരണം. പെട്ടെന്ന് തന്നെ പണം അനുവദിച്ചതുമെല്ലാം ഈ ഇടപെടലിന്റെ ഭാഗമായി കൂടിയാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകും മുമ്പ് സ്മൃതി മന്ദിരം ഉദ്ഘാടനം ചെയ്യാനാണ് തീരുമാനം. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. പ്രജിത്ത് വീണ്ടും ചേരുന്നുണ്ട്. പ്രജിത്ത്, പെൻഷൻ കൊടുക്കാൻ പണമില്ല, സർക്കാർ ജീവനക്കാർക്ക് കൃത്യസമയത്ത് കൊടുക്കാൻ ശമ്പളം കൊടുക്കാൻ പോലും പൈസ ഇല്ലാത്ത ഒരവസ്ഥ. അതിനിടയിലാണ് ഇങ്ങനെ നിയമസഭയിൽ EMS സ്മൃതി മന്ദിരത്തിന് 45 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നത്. ഒപ്പം ഈ സർക്കാർ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനുള്ള തീരുമാനമുണ്ട്. അതുമാത്രമല്ല, നടക്കുന്ന ഒരു സംഭവം വെച്ചാൽ ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിക്കൊണ്ടാണ് അധിക ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. അതെ, സംസ്ഥാനത്ത് ഒന്നിനും പണമില്ല എന്നുള്ളതാണ് കേരള സർക്കാർ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ നൽകാൻ പണമില്ല, ശമ്പള കുടിശ്ശികകൾ നൽകാൻ പണമില്ല, ജീവനക്കാരുടെ മറ്റ് ആനുകൂല്യങ്ങളുടെ ബാക്കിയുള്ള കുടിശ്ശികകൾ നൽകാൻ പണമില്ല. ചില വിവിധ വകുപ്പുകളിലാണെങ്കിൽ, ഇപ്പോൾ സപ്ലൈകോ പോലെയുള്ള വകുപ്പുകളിലൊക്കെ ആണെങ്കിൽ ധനവകുപ്പ് ഉടക്ക് പറയുന്നതുകൊണ്ട് മാത്രം നിയമന നിരോധനം അടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. അപ്പോൾ ഇത്രയധികം കാര്യങ്ങൾക്ക് ഒട്ടും പണമില്ല എന്ന് പറയുന്ന സർക്കാർ പക്ഷേ ഇടത് നേതാക്കൾക്ക് സ്മൃതിയൊരുക്കാനും അവർക്ക് വേണ്ടി സ്മരണ പുതുക്കാനും ഒന്നും പണം ചെലവഴിക്കുന്നതിന് ഒരു തടസ്സവുമില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 13-ാം തീയതി പുറത്തിറങ്ങിയ ഉത്തരവാണ് ഇപ്പോൾ നമ്മൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ നിയമസഭയിലെ EMS സ്മൃതി മന്ദിരത്തിന് പുതിയതായി 45 ലക്ഷം രൂപ കൂടി അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ കാര്യം. ഇതിനായി ഈ ട്രഷറി നിയന്ത്രണത്തിൽ നിലവിൽ സംസ്ഥാനത്തെ പല വകുപ്പുകൾക്കും പണം ചെലവഴിക്കുന്നതിന്, പദ്ധതികൾക്കായി പണം ചെലവഴിക്കുന്നതിനെല്ലാം ട്രഷറി നിയന്ത്രണം നിലനിൽപ്പുണ്ട്. ഈ ട്രഷറി നിയന്ത്രണം ഒഴിവാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു തുക ഈ പറയുന്ന രീതിയിൽ EMS സ്മൃതി പദ്ധതിക്കായിട്ട് വീണ്ടും അനുവദിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതോടൊപ്പം തന്നെയാണ്
മറ്റ് പല പദ്ധതികൾക്കും പണം കിട്ടാത്ത സാഹചര്യമുണ്ട്. വകുപ്പുകൾക്ക് പണം ചെലവഴിക്കുന്നതിന് നിയന്ത്രണങ്ങളുണ്ട്, പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിന് നിയന്ത്രണങ്ങളുണ്ട്. ഇതെല്ലാം നിലനിൽക്കെയാണ് ഇടത് നേതാവിൻ്റെ സ്മൃതി മന്ദിരം പണിയാനായി, നിയമസഭയിൽ സ്മൃതി മന്ദിരം പണിയാനായി ഈ രീതിയിലുള്ള പണം അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. 2019 ആരംഭിച്ച പദ്ധതിയാണ്. പിന്നീട് ചില വിവാദങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ ആ പദ്ധതി പകുതി വഴിയിൽ നിലയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും CPMൻ്റെ ഇടപെടലോട് കൂടിയാണ് ഈ EMS സ്മൃതി പദ്ധതി, നിയമസഭയിലെ EMS സ്മൃതി പദ്ധതി പുനരുജ്ജീവിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ കുറച്ച് പണമൊക്കെ അനുവദിച്ചതാണ്. ഇപ്പോൾ വീണ്ടും 45 ലക്ഷം രൂപ അനുവദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു. ആകെ 82 ലക്ഷം രൂപയാണ് അന്ന് പദ്ധതിക്കായി വകയിരുത്തി അല്ലെങ്കിൽ കണക്ക് കൂട്ടിയിരുന്നെങ്കിലും ഇന്നേണ്ട 1 കോടിയിൽ പുറത്ത് ചെലവ് വരുന്ന ഒരു പദ്ധതിക്കാണ് സർക്കാർ വീണ്ടും പണം അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. CPMൻ്റെ ഇടപെടൽ ഉണ്ടായതിന് പിന്നാലെ സ്പീക്കർ AN ഷംസീർ പദ്ധതിക്ക് പണം ആവശ്യപ്പെട്ട് ധനമന്ത്രി KN ബാലഗോപാലിന് കത്ത് നൽകിയിരുന്നു. ഈ കത്ത് പരിഗണിച്ച് അതിവേഗം മറ്റു കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. ഈ പറയുന്ന ട്രഷറി നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങൾ വേവ് ഓഫ് ചെയ്തുകൊണ്ട് തൽക്കാലം ഈ പദ്ധതിക്ക് പണം അനുവദിക്കുക എന്നുള്ളൊരു നിലപാടിലേക്ക് സർക്കാർ പോവുകയായിരുന്നു. അതിനായിട്ടുള്ള ഉത്തരവും പുറത്തിറക്കി എന്നുള്ളതാണ്. എന്തായാലും സംസ്ഥാനത്ത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടി ഇന്നും ചർച്ചയാകുന്ന വിഷയം തന്നെയാണ്. ഇപ്പോൾ ഈ ആശാവർക്കർമാരുടെയൊക്കെ സമരം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. നിയമന നിരോധനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ക്ഷേമ പെൻഷൻ ഇപ്പോഴും പൂർണ്ണമായും കൊടുത്തു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. ജീവനക്കാരുടെ ക്ഷാമബദ്ധ അടക്കമുള്ള കാര്യങ്ങളിൽ കുടിശ്ശികകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, വിവാദങ്ങളും പ്രശ്നങ്ങളും നിൽക്കുന്നു. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾക്ക് ഒരു പണവും ചെലവഴിക്കാൻ കയ്യിലില്ല എന്ന് പറയുന്ന സർക്കാരിന് ഇത്തരം കാര്യങ്ങൾക്ക് ധാരാളം പണം കൈവശം ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഉത്തരവിലൂടെ തെളിയിക്കുന്നത്. ശരി, പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഹമാസിന് അന്ത്യശാസനം നൽകിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ നരകത്തിലേക്കുള്ള വാതിൽ തുറക്കുമെന്നാണ് നെതന്യാഹു പറഞ്ഞത്. ട്രംപിന്റെ സഹായത്തോടെ ഇറാന്റെ ഭീകര അച്ചുതണ്ട് തകർക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ആണവ ഇറാൻ സാധ്യമാകില്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, വിവരങ്ങൾ എന്താണ്? തീർച്ചയായും മാർക്കോ റൂബിയോയുടെ നിലപാടും അതുപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെയും നിലപാട് ആവർത്തിക്കുക തന്നെയാണ് അവർ നിലപാടുകൾ. അതായത് നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇറാൻ്റെ ആണവ നീക്കങ്ങളെയെല്ലാം തന്നെ ശക്തമായി എതിർക്കുമെന്ന നിലപാട് അമേരിക്ക മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. അമേരിക്ക അന്ന് ട്രംപുമായി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ കൂടിക്കാഴ്ചയിലും ഇക്കാര്യങ്ങൾ വളരെ കൃത്യമായി ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. അത് കൃത്യമായി ആവർത്തിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നമ്മൾ നോക്കിക്കാണേണ്ട വിഷയം. നമുക്കറിയാവുന്നതാണ്, ഈ ഇറാൻ്റെ ആ ഒരു ആണവ സംവിധാനങ്ങളിലേക്കുള്ള നീക്കങ്ങൾ പശ്ചിമേഷ്യയിൽ അതിസങ്കീർണമായ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. നമുക്കറിയാവുന്നതാണ്, പശ്ചിമേഷ്യയിലെ ഭീകര സംഘടനകളെയെല്ലാം തന്നെ പിന്തുണയ്ക്കുന്ന ഒരു നീക്കം കൃത്യമായി നടത്തുന്നത് ഇറാൻ്റെ ഭാഗത്തു നിന്നാണ്. ഇറാൻ്റെ പിന്തുണയോടെ ഹമാസ് പ്രവർത്തിക്കുന്നു, ഹിസ്ബുള്ള പ്രവർത്തിക്കുന്നു, അതുപോലെ തന്നെ ഹൂതി ഉംദർ പ്രവർത്തിക്കുന്നു, ഇറാഖിലെ സംഘടനകൾ പ്രവർത്തിക്കുന്നു, ഇസ്ലാമിക് ഓർഗനൈസേഷൻസുകൾ പ്രവർത്തിക്കുന്നു. അത്തരത്തിലുള്ള നിരവധിയായ ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യം ഒരു ആണവ രാജ്യമായി മാറുന്നത് ഏറെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന ഒരു പ്രതീതി അല്ലെങ്കിൽ ഒരു വസ്തുത നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇറാനെതിരെ ശക്തമായ ആണവ ഉപരോധ നടപടികൾ സ്വീകരിച്ചത്. നേരത്തെ തന്നെ ആണവ നിരായുധീകരണം സംബന്ധിച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ചില നീക്കങ്ങളെല്ലാം നടന്നിരുന്നു. അത്തരത്തിൽ ട്രംപ് ഇപ്പോഴും അത് ആവർത്തിക്കുന്നുണ്ട് കൃത്യമായി. അത് വളരെ കൃത്യമായി ബെഞ്ചമിൻ നെതന്യാഹു ഊന്നി പറയുകയാണ്. ഇനിയും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്താൻ അനുവദിക്കില്ല. ഇറാൻ്റെ ആണവ പരീക്ഷണങ്ങളിലേക്ക് ഇറാൻ നീങ്ങുന്നുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള ചില സൂചനകൾ, അല്ലെങ്കിൽ നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിൽ ഭൗമാന്തര ആണവ പരീക്ഷണങ്ങളെല്ലാം തന്നെ ഇറാൻ നടത്തിയിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലേക്കൊക്കെ നീങ്ങുന്നുണ്ടോ കാര്യങ്ങളെന്ന ഒരു സംശയം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കർശനമായ നടപടിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നീക്കങ്ങൾ നടക്കുമെന്ന് തന്നെയാണ് അക്കാര്യത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഒരു പ്രതികരണം. അതുപോലെ തന്നെ ബന്ദികളുടെ മോചനം, 2ാം ഘട്ടം ബന്ദികളുടെ മോചനത്തിലേക്ക് കടക്കാനിരിക്കുകയാണ്. നമുക്കറിയാവുന്നതാണ്, തുടർ ചർച്ചകൾ, അതായത് ബെഞ്ചമിൻ നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാത്രമാണ് ബന്ദികളുടെ മോചനം സംബന്ധിച്ച തുടർ ചർച്ചകളുണ്ടായത്. ആ തുടർ ചർച്ചകളെല്ലാം തന്നെ വീണ്ടും ആരംഭിക്കുന്നതിനുമുള്ള ഒരു നീക്കങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അത്തരത്തിൽ എല്ലാ ബന്ദികളെയും നമുക്കറിയാവുന്നതാണ്, കഴിഞ്ഞ തവണ വിട്ടയച്ച ബന്ദികളുടെയും ഇത്തവണ വിട്ടയച്ച ബന്ദികളെയും ഒക്കെ സംബന്ധിച്ച് ചില വിവാദങ്ങളെല്ലാം തന്നെ ഉയർന്നിരുന്നു. കഴിഞ്ഞ തവണ, അതായത് കഴിഞ്ഞ ശനിയാഴ്ച വിട്ടയച്ച ബന്ദികളെ വിട്ടയക്കുന്നില്ല ഇനി എന്ന് പറയുന്നതിന് മുമ്പ് വിട്ടയച്ചവർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അത്തരത്തിൽ അതീവ ഗൗരവതരമായ ഒരു ആരോഗ്യ പ്രശ്നം നേരിടുന്ന പശ്ചാത്തലത്തിലാണ്, നേരിട്ട അത്തരത്തിലുള്ള ക്രൂര പീഡനം നടത്തിയ ഒരു പശ്ചാത്തലത്തിലാണ് കർശന നിലപാടുമായി ട്രംപ് മുന്നോട്ട് വരികയും അതിനു പിന്നാലെ ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ളവർ വരികയും ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ബന്ദികളുടെ മോചനത്തിൽ നിന്നും പിന്തിരിയാനുള്ള നീക്കം ഹമാസ് നടത്തുകയാണെങ്കിൽ നരകത്തിൻ്റെ കവാടം തുറക്കുമെന്ന ഒരു
കൃത്യമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. നരകത്തിൻ്റെ കവാടം തുറക്കുമെന്ന് നേരത്തെ ട്രംപും പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള നരകം എന്ന വാക്ക് തന്നെ വളരെ കൃത്യമായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് രണ്ട് നേതാക്കളും എന്നത് ഏറെ ഗൗരവത്തോടെ നിരീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായും ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള നീക്കങ്ങൾ അന്തിമഘട്ടത്തിൽ നടക്കുമെന്ന ഒരു നിലപാട് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതേ മീറ്റിങ്ങിൽ തന്നെയാണ് മാർക്കോ റൂബിയോ ഇനിയൊരു മിലീഷ്യയായി അല്ലെങ്കിൽ ഒരു സൈനിക സംവിധാനമായി ഹമാസിന് തുടരാനാവില്ല, ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ സൈനികമായി സംഘടിച്ച് ഒരു രാജ്യം നിയന്ത്രിക്കുന്ന മിലീഷ്യയായി നിലനിൽക്കാനുള്ള ഒരു സാധ്യത ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന നിലപാട് വളരെ കൃത്യമായി മാർക്കോ റൂബിയോ പറയുകയും ചെയ്തു. ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയിൽ മറ്റൊരു സുപ്രധാന വിഷയം ഈ പ്രശ്നത്തിലുണ്ടായത് ഇസ്രായേലിൽ നിന്നുള്ള ജനതയെ മാറ്റിപ്പാർപ്പിക്കുന്നത് സംബന്ധിച്ചൊരു വിഷയമാണ്. 20 ലക്ഷത്തോളം ഹമാസ് ഗാസയിൽ നിന്നുള്ള ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്ന വിഷയമാണ്. ഗാസയിൽ നിന്നും 20 ലക്ഷത്തോളം പേരെ മാറ്റിപ്പാർപ്പിക്കണം, അത് ഈജിപ്തിലേക്കും ജോർദാനിലേക്കും മാറ്റണമെന്നൊരാവശ്യമാണ് ട്രംപ് മുന്നോട്ട് വെച്ചത്. ട്രംപ് മുന്നോട്ട് വെച്ച ആ ആവശ്യത്തെ പിന്തുണയ്ക്കുന്നു എന്ന വളരെ നിർണായകമായൊരു തീരുമാനവും അല്ലെങ്കിൽ ഒരു നിലപാടും ഇന്ന് ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഇത്തരത്തിലുള്ള നിരവധിയായ സംഭവ വികാസങ്ങൾ പശ്ചിമേഷ്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഉടൻ തന്നെ പശ്ചിമേഷ്യയിലെ സമാധാന ചർച്ചകൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഏറെ നിർണായകമാണ് മാർക്കോ റൂബിയോ ബെഞ്ചമിൻ നെതന്യാഹു കൂടിക്കാഴ്ചയും അതുപോലെ തന്നെ ഇത്തരത്തിൽ വ്യക്തമാക്കപ്പെട്ട നിലപാടുകളും. വീണ. ഓക്കെ, മറ്റൊരു വാർത്തയുടെ വിവരം കൂടെ ഐസിൻ്റെ അറിയാനുണ്ട്. കാരണം ഉക്രൈൻ്റെ സുരക്ഷയ്ക്കായി ബ്രിട്ടീഷ് സൈന്യത്തെ വിന്യസിക്കാൻ തയ്യാറാണെന്നാണ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ശാശ്വത സമാധാനം ഉറപ്പാക്കാൻ റഷ്യക്കെതിരെ പ്രതിരോധം തീർക്കാൻ തയ്യാറാണെന്ന് കൂടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറയുന്നുണ്ട്. ഐസൻ, നമുക്കറിയാം 2022 ആരംഭിച്ച യുദ്ധം അതിനിപ്പോഴും ഒരു അറുതി ഉണ്ടായിട്ടില്ല. എന്നാലും ലോക നേതാക്കൾ ഒന്നടങ്കം ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന നിലപാടിൽ തന്നെയാണ് ആദ്യം ഭാരതം അതിനെതിരെ പറയുന്നുണ്ട്. അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള ഒരു നയം സ്വീകരിക്കുന്നു. മോദി അത് പലവട്ടം പല സ്ഥലങ്ങളിൽ അത് പറയുകയുണ്ടായി. പിന്നീട് അമേരിക്ക അത് ഏറ്റെടുക്കുകയുണ്ടായി. ഇപ്പോൾ ബ്രിട്ടൻ കൂടി ഒരു നിലപാട് എടുത്തിരിക്കുകയാണ്. ഒപ്പം കെയർ സ്റ്റാമറിൻ്റെ ഈ ഒരു നിലപാട് യൂറോപ്പിനെ അടക്കം സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയല്ലേ? രജനി, തീർച്ചയായും നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഒരു സഹകരണത്തിലൂടെയല്ല അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുമായി ഒത്തുചേർന്നല്ല യുക്രൈൻ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരത്തിനുള്ള നീക്കം നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ട്രംപ് പുടിനുമായുള്ള കൂടിക്കാഴ്ച സൗദി അറേബ്യയിലൂടെ നടക്കുമെന്ന വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. അതുപോലെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ പിന്തുണ നേടാനുള്ള ഒരു നീക്കം സെലൻസ്കിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ പല നേതാക്കളുമായി യൂറോപ്യൻ രാജ്യങ്ങളിലെ ചില നേതാക്കളുമായി സെലൻസ്കി കൂടിക്കാഴ്ച നടത്തുന്ന സാഹചര്യമെല്ലാം തന്നെ ഉണ്ടായി. അത്തരത്തിലുള്ള ചർച്ചകളും പുരോഗമിക്കുകയുണ്ടായി. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തുടർ ചർച്ചകൾ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുമെന്നതിൻ്റെ ഭാഗമായി ഇന്നലെ മിനിയാന്നൊക്കെയായി ചർച്ചകൾ നടന്നിരുന്നു. ഇതിൻ്റെ കൂടി ഭാഗമായാണ് കെയർ സ്റ്റാമർ ഇപ്പോൾ ഈ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. യുക്രൈൻ്റെ സുരക്ഷയ്ക്കായി റഷ്യ യുക്രൈൻ അതിർത്തിയിൽ ബ്രിട്ടീഷ് സൈന്യത്തെ വിന്യസിക്കാൻ തയ്യാറാണ് എന്ന നിലപാടാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് ആ അതിർത്തിയിൽ കൊറിയയുടെ സൈന്യത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. കൊറിയൻ സൈന്യത്തിൻ്റെ സാന്നിധ്യമുണ്ടായ സാഹചര്യത്തിലാണ് കുഴിബോംബുകൾ അല്ലെങ്കിൽ ഈ മൈനുകൾ കൂടുതലായി വിതരണം ചെയ്യുന്നതിനുള്ളൊരു തീരുമാനം ജോ ബൈഡൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും അത് ലഭ്യമാക്കുമെന്ന തീരുമാനമുണ്ടാവുകയും ചെയ്തത്. അത്തരത്തിലുള്ള ഒരു സംഘർഷാവസ്ഥ അതിർത്തിയിൽ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ പുടിൻ്റെ നിലപാടിനെ, അതായത് യുദ്ധം അവസാനിപ്പിക്കാമെന്ന നിലപാടിനെ പൂർണ്ണമായും വിശ്വസിക്കാൻ തയ്യാറല്ല എന്ന നിലപാടിലേക്ക് സെലൻസ്കി നീങ്ങിയതും ഈ ഒരു വിഷയത്തിൽ ശക്തമായ നീക്കങ്ങൾ നടത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതും. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ബ്രിട്ടൻ്റെ ഒരു സൈനിക വിന്യാസം ആ മേഖലയിൽ നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായും കുറേ കൂടി ശക്തിയാർജിക്കുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ നാറ്റോ എന്ന രീതിയിലുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു പ്രത്യാക്രമണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ബ്രിട്ടൻ്റെ സൈന്യത്തെ വിന്യസിക്കുക, അതുവഴി യുക്രൈൻ്റെ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് നിലപാട്. നേരത്തെ പല കാര്യങ്ങളിലും അമേരിക്കയുമായുള്ള പല ചർച്ചകളിലും ഉയർന്നു വന്ന വിഷയം യുക്രൈൻ്റെ റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ അല്ലെങ്കിൽ പുടിൻ്റെ നേതൃത്വത്തിൽ റഷ്യ സൈനികമായി പിടിച്ചെടുത്ത പ്രദേശങ്ങൾ തിരിച്ചു ലഭിക്കുന്ന കാര്യങ്ങളൊന്നും ചർച്ചയിൽ വരേണ്ടതില്ല എന്ന നിലപാട് കൂടി പറഞ്ഞതോടെയാണ് വലിയൊരു നീക്കം സെലൻസ്കിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നിലവിലെ സാഹചര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ചില രാജ്യങ്ങളുമായുള്ള ചർച്ചകൾ, പോളണ്ടുമായെല്ലാം തന്നെ ചില ചർച്ചകളെല്ലാം തന്നെ നടത്തിയിരുന്നു സെലൻസ്കി. ആ ചർച്ചയുടെ കൂടി ഭാഗമായാണ് ഒരു പ്രതിരോധം തീർക്കാനുള്ള ഒരു നീക്കം നടക്കുന്നത്. തീർച്ചയായും
അമേരിക്ക പുടിനും ശക്തമായൊരു നിലപാട് സ്വീകരിക്കും, പുടിന് അനുകൂലമായി സ്വീകരിക്കുമെന്നൊരു ഒരു ആശങ്ക സെലൻസ്കിക്കുണ്ട് എന്നാണ് ഇതിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു കൃത്യമായ നീക്കങ്ങൾ രണ്ട് ഭാഗത്തു നിന്നുണ്ടാവുകയും ഒരു സമാധാന ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കങ്ങൾ കുറെ കൂടി ശക്തിപ്പെടുകയുമാണ്. നമുക്കറിയാവുന്നതാണ്, പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിന് ലോക നേതാക്കളുടെ എല്ലാം തന്നെ ഇടപെടൽ ഈ വിഷയത്തിലുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടൽ തന്നെയാണ്. അദ്ദേഹം അവിടെ, അതായത് അമേരിക്കയിൽ എത്തുന്നതിന് തൊട്ട് തലേ ദിവസമാണ് സെലൻസ്കിയുമായും പുടിനുമായും ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചത്. അതിനുശേഷം നടന്ന ചർച്ചകളിൽ ഈ വിഷയവും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. എന്നാൽ അത് സംബന്ധിച്ചൊരു റീഡ് ഔട്ടുകളോ അല്ലെങ്കിൽ അത് സംബന്ധിച്ച് കൃത്യമായൊരു സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ അത് പുറത്തു പറയത്തക്ക ഒരു വിഷയമായോ അല്ലെങ്കിൽ പുറത്തു പറയാനുള്ളൊരു തീരുമാനമോ ഈ രണ്ട് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചില സൂചനകൾ മാത്രമാണ് അതിലുള്ളത്. ചില നിർദ്ദേശങ്ങളെല്ലാം തന്നെ മുന്നോട്ട് വയ്ക്കാൻ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് സാധിച്ചിട്ടുണ്ട്, പ്രധാനമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇപ്പോൾ യുക്രൈൻ സമാധാന ചർച്ചകൾ എത്തി നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും വൈകാതെ തന്നെ യുക്രൈനിലൊരു സമാധാന പുനഃസ്ഥാപനം നടക്കുമെന്ന് പ്രതീക്ഷിക്കാവുന്ന സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതേസമയം സെലൻസ്കിയുടെ ചില ആശങ്കകൾ അതുപോലെ തന്നെ പരിഹരിക്കാനുള്ള നീക്കങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളിൽ ചിലർ നടത്തുന്നുമുണ്ട്. ഹമാസ് ഭീകരരുടെ ചിത്രങ്ങളുമായി പാലക്കാട് തൃത്താലയിൽ പള്ളി ഉറൂസ്. ഭീകരരുടെ ചിത്രങ്ങൾ ഏന്തിയാണ് ഉറൂസിന്റെ ഭാഗമായി ആന എഴുന്നള്ളത്ത് നടന്നത്. ഇസ്രായേൽ തുടച്ചു നീക്കിയ ഹമാസ് തലവന്മാരായിരുന്ന ഇസ്മയിൽ ഹനിയ, യഹിയ സിൻവർ എന്നിവരുടെ ചിത്രങ്ങളാണ് ആനപ്പുറത്ത് എഴുന്നള്ളിച്ചത്. അരുൺ ആലത്തൂർ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, എന്താണ് അവിടെ സംഭവിച്ചത്? തൃത്താലയിൽ നടന്ന പള്ളി ഉറൂസിലാണ് ഇത്തരത്തിൽ ഹമാസ് തീവ്രവാദികളുടെ ചിത്രവും പിടിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി നടന്നിരിക്കുന്നത്, എഴുന്നള്ളത്ത് നടന്നിരിക്കുന്നത്. ആനപ്പുറത്താണ് ഈ ഹമാസ് തീവ്രവാദികളുടെ ചിത്രങ്ങൾ ഏന്തിക്കൊണ്ട് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. തറവാടി തെക്കേ ഭാഗം, മിന്നൽപ്പട തെക്കേ ഭാഗം എന്ന ടീമാണ് ഈ തീവ്രവാദികളുടെ ചിത്രം ഉയർത്തിയത്. തീവ്രവാദികളായ ഇസ്മയിൽ എനിയെ അതുപോലെ തന്നെ യഹിയ സിൻവർ എന്നിവരുടെ ചിത്രങ്ങളാണ് ഈ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചിരിക്കുന്നത്. ഈ തീവ്രവാദികളുടെ ലിസ്റ്റ് നമുക്ക് പരിശോധിക്കുമ്പോൾ ഈ ഇസ്മയിൽ ഹനിയയെ ഇസ്രയേലാണ് തുടച്ചു നീക്കിയത്. നിരവധി കൂട്ടക്കൊലകളും മറ്റുമൊക്കെ നടത്തിയിട്ടുള്ള തീവ്രവാദിയാണ് ഇസ്മയിൽ ഹനിയ. അതുപോലെ തന്നെ യഹിയ സിൻവറിനെ ഇറാനാണ് തുടച്ചു നീക്കിയത്. ഈ രണ്ട് തീവ്രവാദികളും നിരവധി കൂട്ടക്കൊലകൾ നടത്തിയിട്ടുള്ള തീവ്രവാദികളാണ്. കൂട്ടക്കൊലകൾ മാത്രമല്ല, നിരവധി ആളുകളെ ബന്ദിയാക്കുകയും മറ്റുമൊക്കെ, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകളെ ബന്ദിയാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വലിയ ക്രൂരകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആ തീവ്രവാദികളുടെ ചിത്രവും ഏന്തിക്കൊണ്ടാണ് ഇത്തരമൊരു പരിപാടി നടന്നത് എന്നുള്ളതാണ്. ഏതായാലും മന്ത്രി എം ബി രാജേഷും അതുപോലെ തന്നെ തൃത്താലയിലെ മുൻ MLA ആയ VT ബലറാം ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അവരൊക്കെ പങ്കെടുത്തിട്ടുള്ള പരിപാടിയാണ്. ആ പരിപാടിയിലാണ് ഇത്തരം ചിത്രങ്ങളും പിടിച്ചുകൊണ്ട് എഴുന്നള്ളത്ത് ഉൾപ്പെടെ നടന്നിരിക്കുന്നത്. ഏതായാലും ഈ സംഭവം വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ മുസ്ലിം ജനങ്ങൾക്കിടയിൽ തന്നെ ഇത്തരത്തിൽ ഈ ഒരു തീവ്രവാദ ചിന്താഗതിയുള്ള ആളുകൾ ഇത്തരം ബോർഡുകളും മറ്റും ഉയർത്തി ഈ പള്ളി ഉറൂസിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് വലിയ വിമർശനം അവർക്കിടയിൽ തന്നെ ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഇത്തരത്തിലുള്ള തീവ്രവാദികളുടെ ചിത്രവുമായി പള്ളിയിൽ നേർച്ച നടക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഉറൂസ് തൃത്താലയിൽ നടക്കുമ്പോൾ പോലീസോ മറ്റോ ഒന്നും തന്നെ ഈ ബോർഡ് മാറ്റാനോ മറ്റോ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. നമുക്കറിയാം, കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ ചിലയിടങ്ങളിൽ കാവിക്കൊടി കെട്ടി അല്ലെങ്കിൽ കാവി റിബൺ ധരിച്ചു എന്നൊക്കെ പറഞ്ഞ് പോലീസ് അതിനെ അഴിച്ചു മാറ്റിപ്പിക്കുകയും വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം. അങ്ങനെ ഒരു ഓറഞ്ച് നിറത്തോട് പോലും അസഹിഷ്ണുത കാണിക്കുന്ന ആ നാട്ടിലാണ് പോലീസ് ഇത്തരത്തിലുള്ള തീവ്രവാദികളുടെ ബോർഡ് പിടിച്ചുകൊണ്ട് ഈ ആനപ്പുറത്ത് എഴുന്നള്ളത്ത് സംഘടിപ്പിച്ചിട്ടും അതിനെതിരെ യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. പരിപാടിയുടെ ആദ്യ അവസാനം വരെയും ഈ തീവ്രവാദികളുടെ ബോർഡും പിടിച്ചുകൊണ്ടാണ് ആനപ്പുറത്ത് എഴുന്നള്ളത്ത് നടന്നത് എന്നുള്ളതാണ്. അരുൺ, നമുക്കറിയാം ഇപ്പോൾ ഈ സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലായിട്ട് ഇത്തരത്തിൽ ഹമാസ് പ്രവർത്തകരെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട്. യഹിയ സിൻവറിന്റെ ചിത്രങ്ങൾ പല ഭാഗങ്ങളിലായിട്ട് മലപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അന്നും പോലീസിന്റെ പിന്തുണയുണ്ടായിരുന്നു, ഈ ഇടത് നേതാക്കളുടെ പിന്തുണയൊക്കെ തന്നെയുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതൊരു പള്ളി ഉറൂസിന്റെ ഇടയ്ക്കാണ് അതിഭീകരരായ ഹമാസ് പ്രവർത്തകരെ വെച്ചിരിക്കുന്നത്. ലോകത്തിന് തന്നെ ഭീഷണിയായവരാണ് ഇവരെ പിന്തുണച്ചുകൊണ്ടാണ് ഇങ്ങനെ ആനപ്പുറത്തൊരു എഴുന്നള്ളിപ്പ് പോലും നടത്തിയിരിക്കുന്നത്. ഇത് ചോദ്യം ചെയ്യാൻ പോലും ആരും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. തീർച്ചയായിട്ടും രജനി, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഈ ക്ഷേത്ര ഉത്സവങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഈ പള്ളി നേർച്ചകളാണെങ്കിലും അതല്ലെങ്കിൽ
ക്രിസ്ത്യൻ പള്ളികളിലെ മറ്റ് ഉത്സവങ്ങളാണെങ്കിലും ഒക്കെ ഒരു സാമൂഹിക സൗഹാർദ്ദം കൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സംഘടിപ്പിക്കാറുള്ളത്. എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിൽ ഒരു സമന്വയം ആ ക്ഷേത്ര ആചാരങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഈ പള്ളിയിലെ ആചാരങ്ങളാണെങ്കിലും ആ ആചാരങ്ങൾ അവർ കാത്തു സൂക്ഷിക്കുന്നു. അതിനൊപ്പം തന്നെ ഒരു സാമൂഹിക ഐക്യം കൂടി നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ പരിപാടികൾ ഓരോ ഇടത്തും സംഘടിപ്പിക്കാറുള്ളത്. പക്ഷെ ഇത്തരത്തിൽ തീവ്രവാദ ചിന്തകളുള്ള ആളുകൾ ഈ ഉറൂസും മറ്റും ഒക്കെ അതിനെ മറ്റൊരു തരത്തിലേക്ക് ഉപയോഗിക്കുന്നു. സമൂഹത്തിലെ എത്രത്തോളം തീവ്ര ചിന്തകൾ പിടിമുറുക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവായി കൂടി ഇത് മാറുകയാണ് എന്നുള്ളതാണ്. മാത്രമല്ല ഈ തൃത്താലയിലെ ഈ പരിപാടിയിലേക്ക് എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളും പങ്കെടുക്കുന്നുണ്ട് എന്നിരിക്കെ അതിൽ ഇത്തരത്തിൽ ഈ ഹമാസ് തീവ്രവാദികളുടെ ചിത്രം ഉയർത്തിക്കൊണ്ട് ആളുകൾ ഈ കമ്മിറ്റികൾ തന്നെ, അതായത് ഈ പള്ളിയിലെ ഈ നേർച്ച അല്ലെങ്കിൽ ഉറൂസുമായി ബന്ധപ്പെട്ടുള്ള എഴുന്നള്ളത്തിൽ വരുന്ന ഓരോ വിഭാഗങ്ങൾ തന്നെ ഇത്തരം തീവ്രവാദികളുടെ ബോർഡും മറ്റും ഉയർത്തുമ്പോൾ അത് തീർച്ചയായിട്ടും എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൂടുതൽ വ്യക്തമാവുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത്തരം തീവ്രവാദികളെ പോലും പിന്തുണയ്ക്കുന്ന തരത്തിലേക്ക് ജനങ്ങൾ മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ തൃത്താല മേഖലയിലെ ഈ ഒരു കലകളായി നടക്കുന്ന ഒരു പരിപാടി, ആ പരിപാടിയിലാണ് ഇങ്ങനെ തീവ്രവാദികളുടെ ചിത്രം പിടിച്ചുകൊണ്ടും മറ്റും ആനപ്പുറത്ത് എഴുന്നള്ളത്ത് നടന്നത് എന്നുള്ളതാണ്. നേരത്തെ ഈ പട്ടാമ്പി നേർച്ചയുമായി ബന്ധപ്പെട്ടും ചില വിവാദങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ തൃത്താലയിലേക്ക് എത്തിയപ്പോൾ, ഈ ഉറൂസിലേക്ക് എത്തിയപ്പോൾ അത് തീവ്രവാദികളെ, രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പോലും നടക്കുന്നു. ഈ തീവ്രവാദികളുടെ ചിത്രങ്ങൾ തന്നെ പിടിച്ചുയർത്തിക്കൊണ്ട് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് പുതുതലമുറയ്ക്ക് ഉൾപ്പെടെ തെറ്റായ സന്ദേശം നൽകുന്നു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. മാത്രമല്ല ഇത്തരം തീവ്രവാദികളെ തുടച്ചു നീക്കുക എന്നുള്ളത് നേരത്തെ തന്നെ നമുക്കറിയാം. ഈ ഇസ്രായേൽ ആണെങ്കിലും ഇറാൻ ആണെങ്കിലും ഒക്കെ ഈ തീവ്രവാദികൾ എത്രത്തോളം ആ പ്രദേശത്തെ കൂട്ടക്കൊരുതി നടത്തുകയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ ബന്ദികളാക്കുകയും സമാനതകളില്ലാത്ത ക്രൂരകൃത്യങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളാണ് ഈ തീവ്രവാദികൾ. ആ തീവ്രവാദികളുടെ ചിത്രമാണ്, അതായത് ഇസ്മായിൽ കരിഹിയും അതുപോലെ തന്നെ യഹ്യ സിദ്വാറിന്റെയും ഉൾപ്പെടെ ചിത്രങ്ങൾ പിടിച്ചുകൊണ്ടുള്ള ആനപ്പുറത്ത് എഴുന്നള്ളിച്ചുകൊണ്ട് പരിപാടി നടത്തുമ്പോൾ അത് തീർച്ചയായിട്ടും ഈ തീവ്രവാദ കാര്യങ്ങളെ അനുകൂലിക്കുന്നു എന്ന തരത്തിൽ കൂടെ ഇതിനെ കാണേണ്ടി വരും എന്നുള്ളതാണ്. അതേസമയം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മന്ത്രി എം പി രാജേഷ് ആണെങ്കിലും അല്ലെങ്കിൽ തൃത്താലയിലെ മുൻ MLA ആയ VT ബൽറാം ആണെങ്കിലും ഒക്കെ പങ്കെടുത്തിട്ടുള്ള പരിപാടി. മാത്രമല്ല പോലീസിന്റെ കൺമുന്നിലാണ് ഈ പരിപാടിയിൽ ഇത്തരം തീവ്രവാദികളുടെ ചിത്രമൊക്കെ ഉയർത്തിക്കൊണ്ട് എഴുന്നള്ളത്ത് നടത്തിയിരിക്കുന്നത് എന്നിരിക്കെ അതിൽ യാതൊരു നടപടിയും ഇതുവരെ പോലീസിന്റെ ഭാഗത്തു നിന്നോ മറ്റോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വളരെ ഖേദകരമായ കാര്യം. അതേസമയം തന്നെ ഇതിനെതിരെ വലിയ വിമർശനം ഉയരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് വലിയ വിമർശനം ഇതിനെതിരെ ഉയരുന്നുണ്ട്. അതിൽ തന്നെ മുസ്ലിം വിഭാഗത്തിനിടയിൽ നിന്ന് തന്നെ ഇതിനെതിരെ വലിയ വിമർശനം ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ശരി, ഏതായാലും മതസൗഹാർദ്ദമാണ് കേരളം മുന്നോട്ട് വയ്ക്കുന്നതെന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ഏന്തി ആളുകൾക്കിടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ തൃത്താലയിലെ പള്ളി ഉറൂസിനിടെ ഹമാസ് ഭീകരരുടെ ചിത്രങ്ങളും പങ്കുവച്ചതിൽ അവരുടെ ഇടയിൽ തന്നെ ചിലർ പറയുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെയെന്ന്. കേരളം ഒരു ഭീകരവാദികളുടെ വിളനിലമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഉറൂസിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു വിശേഷ ചടങ്ങിൽ മന്ത്രി അടക്കം MP രാജേഷ് അടക്കമുള്ളവർ പങ്കെടുത്തു, അവിടുത്തെ MLA പങ്കെടുത്തു. എന്നിട്ട് പോലും നടപടികളിലേക്ക് കടന്നിട്ടില്ല. പോലീസ് കൂടെ ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാടാണ് കാണുന്നത്. അരുൺ ആലത്തൂരാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. തീ ഉപയോഗിച്ച് വരയ്ക്കുന്ന അത്ഭുത ചിത്രങ്ങൾ ആർപ്പൂട്ടിലേക്കാണ് ഇനി. വ്യത്യസ്തമായ ഒരു ചിത്രരചനാ രീതിയാണ് പൈറോഗ്രാഫി. തിരുവനന്തപുരം സ്വദേശി ജോർജ് ഫെർണാണ്ടസ് ആണ് കഴിഞ്ഞ 35 വർഷത്തോളമായി പൈറോഗ്രാഫി ചിത്രങ്ങൾ വരയ്ക്കുന്നത്. മൃദുവായ തടിയിൽ വരയ്ക്കുന്ന ചിത്രരചനാ രീതി ഇന്ത്യയിൽ അപൂർവമാണ്. അത്രയും ക്ഷമയോടെ മാത്രമേ പൈറോഗ്രാഫി ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിൽ ഫ്രാൻസിൽ നിന്നും വരുത്തിച്ച മെഷീൻ ചൂടാക്കി മൃദുവായ തടിയിൽ വരച്ചെടുക്കുന്ന ചിത്രങ്ങൾ. പൈറോഗ്രാഫി ഞാനിപ്പം തുടങ്ങിയിട്ട് ഒരു 20-25 വർഷമായി. എൻ്റെ ഒരു ബന്ധു ഫ്രാൻസിലുണ്ട്. അപ്പം പുള്ളി പൈറോഗ്രാഫി ചെയ്യാറുണ്ട്. പുള്ളി 40 വർഷമായിട്ട് ഫ്രാൻസിലാണ്. അവിടെ നിന്ന് പൈറോഗ്രാഫിയെക്കുറിച്ചൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ മെസ്സേജൊക്കെ അയക്കാറുണ്ട്. അപ്പോൾ എനിക്കിത് പഠിച്ചാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതിന് ടൂൾസ് എല്ലാം ഭയങ്കര എക്സ്പെൻസീവാണ്.
അന്ന് തന്നെ കുറേ നല്ല വലിയ എമൗണ്ട് കൊടുത്തിട്ടാണ് ആ ടൂൾസ് വാങ്ങിയത്. അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്ന് കുറച്ച് ചെയ്തുകൊണ്ടിരുന്നു. സോഫ്റ്റ് വുഡാണ് ഇതിന് പാരഗ്രാഫിക്ക് പറ്റിയത്. എന്നാലേ നമ്മളത് ചൂടാക്കുമ്പോൾ അതിൻ്റെ ഇംപ്രഷൻ വരത്തുള്ളൂ. അങ്ങനെ പുള്ളി കൊണ്ടുവന്ന കുറച്ച് പലകളൊക്കെ വെച്ച് ഞാൻ ചെയ്തു. അത് ആരൊക്കെയോ വാങ്ങിച്ചുകൊണ്ട് പോയി. വർഷങ്ങൾക്ക് മുമ്പ് ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു ജോൺ ഫെർണാണ്ടസ്. അധ്യാപക ജീവിതം അവസാനിപ്പിച്ച് ബാംഗ്ലൂരുവിൽ നിന്നും തിരികെ വരേണ്ടി വന്നു. പിന്നീട് തന്റെ താല്പര്യത്തിനനുസരിച്ച് പൈറോഗ്രാഫി പഠിക്കുകയും ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്തു. 28ഓളം എക്സിബിഷനുകൾ നടത്തിയിട്ടുണ്ട്. 35 വർഷത്തിനുള്ളിൽ വരച്ചത് 100-നകത്തെ ചിത്രങ്ങൾ മാത്രം. അതിനു കാരണം ഒരു ചിത്രം വരയ്ക്കാൻ എടുക്കുന്ന സമയം തന്നെയാണ്. നല്ല എഫേർട്ട് എടുക്കണം. ചെറിയ ഒരു വർക്ക് തന്നെ മിനിമം 1 വീക്ക് എടുക്കും. പിന്നെ കുറച്ചുകൂടെ അതിൻ്റെ ഡിസൈൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ 1 മാസം വരെ എടുക്കും. പിന്നെ ഞാനൊരു ലാസ്റ്റ് സപ്പർ എക്സിബിഷന് വേണ്ടി ചെയ്ത് അത് 7 മാസം എടുത്തു. പക്ഷേ നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ എക്സ്പെൻസ് നമുക്കിവിടെ കിട്ടത്തില്ല. ഇവിടെ ആളുകൾ വന്ന് ബാർഗെയിൻ ചെയ്യും. അപ്പോൾ അതിനുള്ള നമുക്ക് ബാർഗെയിൻ ചെയ്ത് ഞാൻ അങ്ങനെ കൊടുക്കാറില്ല, അത്ര ചീപ്പാകാറില്ല. അങ്ങനെ വരുമാനമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ കേരളത്തിൻ്റെ വെളിയിൽ പോയാൽ ചിലപ്പോൾ ഇത് വളരെ എക്സ്പെൻസീവായിട്ട് എനിക്ക് വിൽക്കാൻ പറ്റും. തീയിൽ കൊളുത്ത മനോഹര ചിത്രങ്ങൾ, കയ്യിൽ കിട്ടുന്ന എന്ത് പ്രകൃതിയോടിണങ്ങുന്ന വസ്തുക്കളെയും മനോഹര രൂപങ്ങളാക്കി മാറ്റുന്ന കഴിഞ്ഞ 35 വർഷമായി ഇതിനുവേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു മനുഷ്യൻ. തിരുവനന്തപുരത്ത് നഗരഹൃദയത്തിൽ വളരെ മനോഹരമായ ഒരു വീട്ടിനകത്ത് ഒരു കുഞ്ഞു ഗാലറി തന്നെ ഉണ്ട്. വളരെ മനോഹരമായ ചിത്രങ്ങൾ ഒരുക്കിക്കൊണ്ട് ആ മനുഷ്യനിവിടെ കാത്തിരിപ്പുണ്ട്. ക്യാമറമാൻ ഗോപകുമാറിനോടൊപ്പം ടിൻഡു ദാസ്, ജനം, തിരുവനന്തപുരം. ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. മാള അഷ്ടമിച്ചിറയിൽ ഭർത്താവിൻ്റെ വെട്ടേറ്റ് ചികിത്സയിലായിരുന്ന ഭാര്യ മരിച്ചു. 38 ഗ്രീഷ്മയാണ് മരിച്ചത്. രക്തത്തിലുണ്ടായ അണുബാധയാണ് മരണകാരണം. ആനന്ദ് പുതൂരുണ്ട്. ആനന്ദ്, എപ്പോഴാണ് ഗ്രീഷ്മയുടെ മരണം സംഭവിച്ചത്? ഈ മാള അഷ്ടമിച്ചിറ സ്വദേശിയായിട്ടുള്ള ഗ്രീഷ്മയാണ് മരിച്ചത്. ജനുവരി 29-നാണ് സംഭവം ഉണ്ടാകുന്നത്. ജനുവരി 29-ന് ഈ ഭർത്താവ് ഭാര്യയായിട്ടുള്ള ഗ്രീഷ്മയെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഈ കയ്യിനും കാലിനും ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഈ ചികിത്സയെ തുടർന്നുണ്ടായിട്ടുള്ള, അതായത് ചികിത്സയിലിരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള അണുബാധയാണ് മരണത്തിന് കാരണം എന്നാണ് നമുക്കറിയുന്നത്. എന്തായാലും ഇതുമായി കുടുംബ വഴക്കിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു കൃത്യം, ദാരുണമായിട്ടുള്ള ഒരു കൃത്യം ഉണ്ടാകുന്നത്. തുടർന്ന് ഗ്രീഷ്മ ഇന്ന് മരണപ്പെടുകയായിരുന്നു. ശരി, ആനന്ദാണ് വിവരങ്ങൾ നൽകിയത്. PC ചാക്കോയുടെ രാജിക്ക് പിന്നാലെ പുതിയ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കാനൊരുങ്ങി നേതൃത്വം. കുട്ടനാട് MLA തോമസ് കെ തോമസിനെ പ്രസിഡന്റാക്കാനാണ് ശശീന്ദ്രപക്ഷത്തിന്റെ നീക്കം. കേരളത്തിലെ നേതാക്കളുമായി ദേശീയ അധ്യക്ഷൻ ശരത് പവാർ കൂടിക്കാഴ്ച നടത്തിയേക്കും. അതിൻ്റെ വിവരങ്ങളിലേക്ക് കൂടിയാണ് നമുക്കിനി പോകേണ്ടത്. രാഷ്ട്രീയ നീക്കം അവിടെ ആ പാർട്ടിയിൽ NCPയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. കാരണം നമുക്കറിയാം, തുടക്കം മുതലേ തന്നെ 2 ചേരിയായി തിരിഞ്ഞു നിന്നുകൊണ്ട് രാജി ആവശ്യങ്ങളിലേക്ക് പോകുന്നു. അതേസമയം PC ചാക്കോയുടെ രാജിയോടുകൂടി മറ്റൊരു ചേരി രൂപപ്പെട്ടത് കൂടിയാണ് നമ്മൾ കണ്ടത്. ജിജീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിജീഷ്, ശ്രമിക്കണം, അഖിൽ പാലോട്ട് മഠത്തിലേക്ക് പോകാം. അഖിൽ, എന്താണ് ഈ NCPയിൽ ഇനി പുതിയ നീക്കം? മന്ത്രിമാറ്റത്തോടു കൂടിയാണ് ആദ്യം പ്രതിസന്ധികൾക്ക് ആരംഭം കുറിക്കുന്നത്. 2ാം മന്ത്രിസഭയുടെ 2ാം പകുതിയേക്ക് എത്തുമ്പോൾ NCPയുടെ മന്ത്രിയിൽ മാറ്റമുണ്ടാകണമെന്ന് NCPയുടെ സംസ്ഥാന നേതൃത്വം തന്നെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് മുഖ്യമന്ത്രി കൈക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല. അതിന് പിന്നാലെയാണ് വലിയ വിവാദങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. NCPയുടെ സംസ്ഥാന അധ്യക്ഷനായ PC മാർക്ക് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. അത് പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുന്നുണ്ട്. മന്ത്രി മാറ്റത്തെ ശശീന്ദ്രപക്ഷം, അതായത് നിലവിലെ മന്ത്രി, അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ നിൽക്കുന്നതിനിടയിലാണ് PC ചാക്കോ, എല്ലാ ജില്ലാ കമ്മിറ്റികളും PC ചാക്കോയ്ക്ക് എതിരായതോടുകൂടി രാജി സമർപ്പിക്കുന്നത്. രാജി പക്ഷേ ദേശീയ നേതൃത്വം അംഗീകരിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ കൂടി ഇന്നൊരു നീക്കം പുതിയതായി നടക്കാൻ പോകുന്നത്
പോകുന്നത്. എസ്.ഡി.പി.യുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് പി.സി. ചാക്കോ, എൻ ശശീന്ദ്രൻ, തോമസ് കെ തോമസ് എന്നിവരെ മുംബൈയിലെത്തി ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തണമെന്ന് ദേശീയ സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്ന മറ്റൊരു വിവരം കൂടി. എന്തായാലും എൻ.സി.പിയിലെ തർക്കങ്ങൾ രൂക്ഷമാവുകയാണ്. എൻ.സി.പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ വരണമെന്ന ഒരു സാഹചര്യം ശശീന്ദ്രപക്ഷം പറയുന്നുണ്ട്. അത് കുട്ടനാട് എം.എൽ.എ. തോമസ് കെ തോമസിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് ഈ ശശീന്ദ്രപക്ഷം നടത്തുന്നത്. അതായത് സംസ്ഥാന അധ്യക്ഷനായി വരുമ്പോൾ മന്ത്രിസ്ഥാനത്തിൽ ഒരു മാറ്റം വരുത്തേണ്ടി വരില്ല. എന്നാൽ ശശീന്ദ്രപക്ഷത്തെ മാറ്റി നിർത്തി മറ്റൊരാളെ, അതായത് പി.സി. ചാക്കോയും തോമസ് കെ തോമസും ഒക്കെ പറയുന്നത് കെ.പി. സുരേഷ് ബാബുവിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം, അപ്പോഴേക്കും മന്ത്രിയുടെ കാര്യത്തിലും ഒരു മാറ്റം വരുത്താൻ സാധിക്കുമെന്നുള്ള ഒരു നീക്കമാണ് ശശീന്ദ്രപക്ഷത്തിന് എതിരായി നിൽക്കുന്ന പി.സി. ചാക്കോയും തോമസ് കെ തോമസും ഒക്കെ നടത്തുന്നത്. എന്തായാലും പുതിയ സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്തുന്ന കാര്യത്തിൽ ദേശീയ നേതൃത്വവും ഒരു ആശങ്ക പ്രകടിപ്പിക്കുകയാണ്. കേരളത്തിൽ രണ്ട് എം.എൽ.എമാർ മാത്രമാണുള്ളത്. ഭരണത്തിൽ ഇപ്പോൾ സാഹചര്യമുണ്ട്. വലിയ ദേശീയ തലത്തിൽ വലിയ പാർട്ടിയായി അല്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യം എൻ.സി.പിയോടൊപ്പം ഉണ്ട്. ഏറ്റവും വലിയ ഘടകമായ മഹാരാഷ്ട്രയിൽ തന്നെ അത് എൻ.സി.പി രണ്ടായി പിളർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ശരത് പവാർ പക്ഷവുമായി അജിത് പവാർ പക്ഷവുമായി രണ്ടായി ഈ മഹാരാഷ്ട്രയിൽ തന്നെ പിളർന്നു പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെയെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ ഒരു മന്ത്രിയെ കൂടി നഷ്ടപ്പെടുത്തുന്ന കാര്യത്തിൽ ദേശീയ നേതൃത്വത്തിന് വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സംസ്ഥാന നേതൃത്വവുമായി കൂടിയാലോചന നടത്തിയായിരിക്കും പുതിയ നേതൃത്വത്തെ കണ്ടെത്തുക. പി.സി. ചാക്കോയുടെ രാജി സമർപ്പിച്ച സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് പി.സി. ചാക്കോ ദേശീയ ഉപാധ്യക്ഷൻ കൂടിയാണ് നിലവിൽ. അങ്ങനെ തുടരാനുമുള്ള ഒരു രാഷ്ട്രീയ നീക്കമുണ്ടാകും. എന്തായാലും പുതിയ സംസ്ഥാന അധ്യക്ഷൻ അത് പി.സി. ചാക്കോയുടെ പിൻഗാമിയായി തോമസ് കെ തോമസ് വരുമോ അതോ പുതിയൊരാൾ വരുമോ എന്നുള്ളതാണ് നിർണായകമായ നീക്കമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഘട്ടങ്ങളുടെ ചർച്ച നടക്കുന്നതിനിടയിലാണ് കേരളത്തിലെ പ്രമുഖമായ നേതാക്കളെയൊക്കെ തന്നെ മുംബൈയിലേക്ക് വിളിച്ചിരിക്കുന്നതും. വീണ, ഓക്കെ, ശരി അഖിൽ. ചാലക്കുടി ബാങ്ക് കവർച്ച കേസിലേക്ക് തന്നെയാണ് വീണ്ടും പോകുന്നത്. എന്തായാലും പ്രതി റിജോയുടെ വീട്ടിൽ നിന്ന് കവർച്ച പണം കണ്ടെത്തിയിട്ടുണ്ട്. കത്തിയും ഉപയോഗിച്ച വസ്ത്രവും വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു കഴിഞ്ഞു. ആനന്ദ് പുതൂരുണ്ട്. ആനന്ദ്, ഓരോ മണിക്കൂർ ചെല്ലുന്തോറും പുതിയ വാർത്തകൾ, പുതിയ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്താണ് ഏറ്റവും ഒടുവിലായിട്ട് ബാക്കി പണം കൂടി റിജോയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയെന്ന് പറയുന്നുണ്ടല്ലോ? തീർച്ചയായിട്ടും. അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കവർച്ച നടന്ന ബാങ്കിന് മുമ്പിലാണ്. ഏതാണ്ട് 10 മണിയോട് കൂടി തന്നെ ഇയാളെയും കൊണ്ട് പോലീസ് ഇവിടേക്ക് തെളിവെടുപ്പിനെത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ കവർച്ചാ പണം മുഴുവൻ ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട്. 15 ലക്ഷം രൂപയായിരുന്നു ബാങ്കിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഏതാണ്ട് 12 ലക്ഷത്തോളം രൂപ ഇന്നലെ രാത്രി തന്നെ, അതായത് ഇന്ന് പുലർച്ചയോട് കൂടി തന്നെ പോലീസ് ഇയാളുടെ വീട്ടിൽ വളരെ രഹസ്യമായിട്ടാണ് എത്തി ഇയാളെ കൊണ്ട് തന്നെ കണ്ടെടുപ്പിച്ചിട്ടുണ്ട്. ഈ വീടിന്റെ കിടപ്പുമുറിയുടെ ഷെൽഫിലായിരുന്നു ഇയാൾ 12 ലക്ഷം രൂപ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കി 3 ലക്ഷത്തോളം രൂപ ഇയാളുടെ സുഹൃത്തിനെ കടം വീട്ടിയിരുന്നു. അന്നനാട് സ്വദേശിക്കാണ് ഇയാൾ ആ പണം കടം വീട്ടിയത്. ആ അന്നനാട് സ്വദേശി ഈ പണം ഇന്നലെ രാത്രിയോടുകൂടി തന്നെ DYSP ഓഫീസിലെത്തി തിരികെ നൽകിയിരുന്നു. അപ്പോൾ ഏതാണ്ട് 15 ലക്ഷത്തോളം രൂപ ഇപ്പോൾ പൂർണ്ണമായും കവർച്ച നടത്തിയ പണം മുഴുവൻ കണ്ടെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കവർച്ചയ്ക്ക് ഉപയോഗിച്ച കത്തിയും ഇയാൾ ധരിച്ചിരുന്ന വസ്ത്രവും എല്ലാം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. എന്തായാലും ഇനി ഉള്ളത് തുടർ നടപടികളാണ്. 10 മണിയോട് കൂടി തന്നെ ഇയാളെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പോട്ട ബാങ്കിലെ ബ്രാഞ്ചിലേക്ക് എത്തിക്കും. തുടർന്ന് ഇവിടെ തെളിവെടുപ്പ് നടത്തും. ശേഷം കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷമായിരിക്കും റിമാൻഡ് അടങ്ങിയിട്ടുള്ള നടപടികളിലേക്ക് പോകുന്നത്. പിന്നീടായിരിക്കും പ്രതിയെ കസ്റ്റഡി അപേക്ഷയിലേക്കെല്ലാം പോലീസ് ആവശ്യപ്പെടുക. എന്തായാലും ഇപ്പോൾ കവർച്ചാ പണം മുഴുവനായിട്ട് പോലീസിന് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ റിജു പെരുന്നാളിനെത്തിയ ദൃശ്യങ്ങൾ കൂടി നമ്മൾ നേരത്തെ കാണിച്ചല്ലോ ആനന്ദ്. അതായത് ഈ ദൃശ്യങ്ങൾ ഈ കവർച്ചയ്ക്ക് ശേഷം ഉണ്ടായിരുന്നതാണോ എന്ന കാര്യത്തിലാണ് ഒരു വ്യക്തത ചോദിക്കുന്നത്. അത് കണ്ട് അവിടെ എത്തിയത് ഇതേ സ്കൂട്ടറിൽ, ഈ കവർച്ച നടത്തിയ സ്കൂട്ടറുമായി തന്നെയാണ്. അപ്പോൾ ഈ സ്കൂട്ടർ റിജോയുടെ തന്നെ പേരിലുള്ള സ്കൂട്ടറാണ്. അതെങ്ങനെ പോലീസിന് തിരിച്ചറിയാൻ കഴിഞ്ഞു തുടങ്ങിയ ആ ഒരു വഴികൾ കൂടി ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. അതായത് അതിലൊരു വ്യക്തതക്കുറവ് നേരത്തെ ഉണ്ടായിരുന്നു. ഈ പ്രതി ഈ പെരുന്നാളിൽ പങ്കെടുത്ത ദൃശ്യങ്ങൾ ഏതാണ്ട് ബുധനാഴ്ച പുറത്തു വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പെരുന്നാളിനെത്തിയ ഈ പള്ളിയിലെ സ്കൂട്ടറിൻ്റെ നമ്പർ പ്ലേറ്റ് ആണ് ഇയാൾ അഴിച്ചു മാറ്റിക്കൊണ്ട്, അതായത് മോഷ്ടിച്ചുകൊണ്ട് ഇയാളുടെ വണ്ടിയിലേക്ക് ഈ നമ്പർ പ്ലേറ്റ് ഫിറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം എന്ന് പറയുന്നത്. നേരത്തെ ആ വാർത്തയിൽ ഒരു തിരുത്തുണ്ട് മുൻപുള്ള ഒരു ദൃശ്യങ്ങളാണ്. എന്തായാലും സൂചിപ്പിക്കുന്നത് പ്രതി വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടു കൂടി, അതായത് മാസങ്ങൾക്ക് മുമ്പേ ആസൂത്രണം നടത്തിയിരുന്നു. ആദ്യ ഘട്ടത്തിൽ ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ആ ശ്രമം പോലീസ് ജീപ്പ് ഉള്ളതുകൊണ്ട്, അതായത് പോലീസ് ജീപ്പ് ഈ പ്രദേശത്ത്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് ഇയാൾ പ്ലാൻ ചെയ്ത സമയത്ത് പോലീസ് ജീപ്പ് കണ്ടതുകൊണ്ടാണ് അയാൾ ആദ്യ ശ്രമത്തിൽ നിന്ന് പിന്മാറിയത്.
പിന്നീട് രണ്ടാം ശ്രമത്തിലാണ് ഇപ്പോൾ അയാൾ കവർച്ച നടത്തിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാനിപ്പോൾ നിൽക്കുന്നതിന് തൊട്ട് മുമ്പുള്ളത് ഒരു പള്ളിയാണ്. ഈ പള്ളിയിൽ ആദ്യത്തെയും അതുപോലെ തന്നെ നാലാമത്തെയും വെള്ളിയാഴ്ച കൂട്ടപ്രാർത്ഥനയുണ്ട്. അപ്പോൾ ആ കൂട്ടപ്രാർത്ഥനയുള്ള ദിവസം പോലും അയാൾ ഒഴിവാക്കിയിട്ടാണ് ഇത്തരത്തിലൊരു കവർച്ച നടത്തിയത്. ആസൂത്രമായിരുന്നു, കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോട് കൂടിയിട്ടുള്ള ഒരു കവർച്ച തന്നെയാണ് ഇയാൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. ശരിയാണ്. പത്തനംതിട്ട റാന്നി പെരുന്നാട്ടിൽ യുവാവിനെ കുത്തിക്കൊന്ന സംഭവം BJPയുടെ മേൽ കെട്ടിവെക്കാനുള്ള ശ്രമം നടക്കുന്നതായി BJP ജില്ലാ പ്രസിഡന്റ് VA സൂരജ്. CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിനെതിരെയാണ് ആരോപണം ഉയരുന്നത്. സംഭവത്തിൽ BJPക്കോ BJP പ്രവർത്തകർക്കോ പങ്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജിതിൻ എന്ന് പറഞ്ഞ ആൾ മരിച്ചതിനെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് യാതൊരുവിധ ബന്ധങ്ങളുമില്ല. CPMന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ രാജു എബ്രഹാം സത്യാവസ്ഥ ഇതാണെന്നിരിക്കെ ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മകളിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് അത്യന്തം പ്രതിഷേധാർഹമാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ സംഭവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒരു പാർട്ടി പ്രവർത്തകനും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. വെറുതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുകളിൽ ഇത് കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, തങ്ങൾ പോലും അറിയാത്ത ഒരു സംഭവത്തെ തങ്ങളുടെ മേൽ കെട്ടിവെക്കുന്ന നിലപാട് എപ്പോഴും ഉള്ളത് തന്നെയാണ് CPMന്. അത് തന്നെയാണ് ഈ ഒരു കേസിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. രജനി, അങ്ങനെ തന്നെയാണ്. കൊലപാതകം നടന്ന തൊട്ട് പിന്നാലെ തന്നെ CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞത് ഈ സംഭവത്തിന് പിന്നിൽ BJP പ്രവർത്തകരാണ്. ഈ BJP പ്രവർത്തകരുമായുള്ള സംഘർഷത്തിലാണ് ഈ കൊലപാതകം നടന്നത് എന്നുള്ള കാര്യമാണ്. പക്ഷേ പോലീസ് നേരത്തെ തൊട്ടേ പറയുന്നുണ്ടായിരുന്നു ഇതിൽ രാഷ്ട്രീയമില്ല. ചില യുവാക്കൾ തമ്മിൽ ഈ പെരുന്നാട് ഭാഗത്ത് ചില സംഘർഷങ്ങൾ നിലനിന്നിരുന്നു, ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ആ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ കൊലപാതകം നടന്നത് എന്നുള്ള കാര്യമായിരുന്നു പോലീസ് വ്യക്തമാക്കുകയും ചെയ്തത്. അതിനിടയിലാണ് പെട്ടെന്ന് തന്നെ ഈ സംഭവം നടന്ന മണിക്കൂറുകളിനുള്ളിൽ തന്നെ CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുകയും പിന്നീട് CPM സംസ്ഥാന നേതൃത്വം ഇത് ചുവടുപിടിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ തുടർച്ചയായി നടത്തുകയും ഒക്കെ ചെയ്തത്. സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ ഇത്തരത്തിൽ ഇത് രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവും BJPക്ക് ഇല്ല. BJP പ്രവർത്തകർ ഈ കൊലപാതകത്തിൽ ബന്ധപ്പെട്ടിട്ടില്ല. യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സംഭവം തങ്ങളുടെ മേൽ കെട്ടിവെക്കാനുള്ള ഗൂഢശ്രമമാണ് നടക്കുന്നത് എന്നുള്ള കാര്യമാണ് BJP ജില്ലാ നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. BJP ജില്ലാ അധ്യക്ഷൻ VA സൂരജ് പറയുന്നത് ഈ സംഭവവുമായി BJP പ്രവർത്തകർ ആരും യാതൊരു രീതിയിലും ഇടപെട്ടിട്ടില്ല. യാതൊരു പ്രവർത്തകർക്കും ഇതുമായി ബന്ധമില്ല. BJPക്ക് യാതൊരുവിധ കാര്യവും ഈ കൊലപാതകവുമായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇല്ല എന്നുള്ള കാര്യമാണ് BJP പൂർണ്ണമായിട്ടും തള്ളുകയാണ്. അതോടൊപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ പ്രതിപട്ടികയിൽ ചേർത്തിരിക്കുന്ന ആളുകളിൽ പ്രധാന പ്രതിസ്ഥാനത്തുള്ള ആളുകൾ CPM പ്രവർത്തകരാണ് എന്നുള്ള വിവരവും ലഭിക്കുന്നു. സമയക്കുറവ് കൊണ്ട് ഇടപെടുകയാണ്. കാരണം പോലീസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന്. എന്നിട്ട് പോലും CPM സംസ്ഥാന സെക്രട്ടറി അടക്കം മനഃപൂർവ്വം ഇത് BJPയുടെ തലയിൽ കെട്ടിവെക്കാനാണ് ശ്രമിക്കുന്നത്. ഒപ്പം വരും മണിക്കൂറുകൾ ഞങ്ങൾ പ്രധാനമായിട്ട് പുറത്തുവിടുന്ന ഒരു വാർത്ത കൂടിയുണ്ട്. ജിതിനെ കൊലപ്പെടുത്തിയ പ്രതികളിൽ ഒരാൾ സുമിത്ത് DYFI പ്രവർത്തകനാണെന്നുള്ള കാര്യം. ആ വിഷ്വലടക്കം ദൃശ്യങ്ങളടക്കം JNTV വരും മണിക്കൂറുകൾ വാർത്തകൾ കാണിക്കും. എന്തായാലും ഇപ്പോൾ ഇത് മനഃപൂർവ്വമായിട്ട് BJPയുടെ തലയിൽ കെട്ടിവെക്കാനാണ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് CPM പ്രവർത്തകർ. മിഥുൻ മുരളിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കായിക വാർത്തകളിലേക്ക്. രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ കേരളം ഇന്ന് ഗുജറാത്തിനെ നേരിടും. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാവിലെ 9:30 മത്സരം ആരംഭിക്കുക. രഞ്ജി ചരിത്രത്തിൽ ഇത് രണ്ടാം തവണയാണ് കേരളം സെമി ഫൈനലിൽ മാറ്റുരയ്ക്കുന്നത്. വിവരങ്ങളുമായി നിഖിൽ കുമാർ ചേരുന്നു. നിഖിൽ, വിവരങ്ങൾ എന്താണ്? വീണ, അതായത് രഞ്ജി ട്രോഫിയിൽ കേരളം രണ്ടാം സെമിഫൈനൽ, അതായത് രഞ്ജിയുടെ ചരിത്രത്തിൽ തന്നെ കേരളം രണ്ടാം സെമിഫൈനലിൽ എന്തായാലും ഇന്ന് ഇറങ്ങുകയാണ്. ചരിത്രം സൃഷ്ടിച്ച ഒരു ഫൈനലിലേക്ക് ഉറപ്പിക്കുക, അങ്ങനെ കിരീടം, രഞ്ജി ട്രോഫി കിരീടം സ്വന്തമാക്കുക എന്ന ലക്ഷ്യവുമായി കേരളം എന്തായാലും ഇന്ന് ഇറങ്ങുകയാണ്. ഇതിനു മുമ്പ് 2018-19 സീസണിലാണ് കേരളം രഞ്ജി ട്രോഫി സെമിഫൈനലിൽ കളിച്ചത്. അന്ന് വിദർഭയായിരുന്നു എതിരാളികൾ, പക്ഷേ വിദർഭയോടൊന്ന് പരാജയം നേരിട്ടിരുന്നു. എന്നാൽ ഇന്ന് ഗുജറാത്തിനെ തോൽപ്പിക്കുക, ഇന്ന് തുടങ്ങുന്ന ഈ ഒരു രഞ്ജി ട്രോഫി സെമിഫൈനൽ മത്സരം ഇതിൽ ഗുജറാത്തിനെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യവുമായാണ് എന്തായാലും കേരളം ഇറങ്ങുന്നത്. രാവിലെ 9:30 അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ്, അതായത് ഗുജറാത്തിന്റെ ഹോം ഗ്രൗണ്ടിലാണ് മത്സരം നടക്കുക എന്നൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഗുജറാത്ത് കാണികളുടെ മുൻപിലായിരിക്കും കേരളത്തിന്റെ പ്രകടനം. അത് നിർണായകം തന്നെയാകും. എന്തായാലും കഴിഞ്ഞ 8 മത്സരങ്ങളിലെ മികവ് അത് ആവർത്തിക്കുക എന്ന ലക്ഷ്യവുമായാണ് സച്ചിൻ ദേവിയും സംഘവും ഇന്ന് കളത്തിലേക്ക് ഇറങ്ങുക. കേരള താരങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ 2 മത്സരങ്ങളിൽ സെഞ്ചുറി നേടിയ സൽമാൻ നിസാർ, മുഹമ്മദ് അസറുദ്ദീൻ, ജലജ് സക്സേന, അക്ഷയ് ചന്ദ്രൻ, നായകൻ സച്ചിൻ ദേവി തുടങ്ങിയവരുടെ ഫോം തന്നെയാണ് ബാറ്റിംഗിലെ
ഫോം തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കരുത്ത്. ഒപ്പം ഓൾറൗണ്ട് പ്രകടനം നടത്തും. നേരത്തെ പറഞ്ഞതുപോലെ ജലജ് സക്സേനയുടെയും ആദിത്യ സർവ്വതയുടെയും അവർ ഈ താരങ്ങളുടെയും ഓൾറൗണ്ട് പ്രകടനം അതും കേരളത്തിന് നിർണായകമാവും. ബോളിംഗിലേക്ക് വന്ന കഴിഞ്ഞ മത്സരത്തിൽ ജമ്മു കാശ്മീരിനെതിരെ 10 വിക്കറ്റുകൾ സ്വന്തമാക്കിയ MD നിതീഷിന്റെ പ്രകടനം എന്തായാലും കേരളത്തിന് നിർണായകമാകും. കേരളത്തെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ കർണാടക, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബംഗാൾ തുടങ്ങിയ കരുത്തരായ ടീമുകളെ മറികടന്നാണ് കേരളം എന്തായാലും നോക്കൌട്ട് സ്റ്റേജിലേക്ക് എത്തിയത്. ഒപ്പം തന്നെ ഈ ഒരു മുംബൈ, ബറോഡ തുടങ്ങി കരുത്തന്മാരെ തോൽപ്പിച്ച് ക്വാർട്ടറിൽ പ്രവേശിച്ച കാശ്മീരിനെ ക്വാർട്ടറിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് എന്തായാലും കേരളം സെമിയിലേക്ക് മുന്നേറിയത്. രാവിലെ 9:30 അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. ഓക്കെ, നിഖിലാണ് വിവരങ്ങൾ നൽകിയത്. പുതുമുലയുടെ സമയം പൂർണ്ണമാവുകയാണ്. പ്രേക്ഷകർക്ക് നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. നമസ്തേ.